بسم الله الرحمن الرحيم റഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أفلا يتدبرون القرآن أم على قلوب أقفالها. സലഫി സെന്റർ വണ്ടൂരിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഒരു പൊതുസമ്മേളനത്തിൽ സമ്മേളനത്തിന്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ബഹുമാന്യനായ ഹൈദർ മൗലവി, വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള ആദരണീയരായ വ്യക്തിത്വങ്ങളെ, സഹോദരങ്ങളെ, വണ്ടൂരിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത വ്യത്യസ്ത ചിന്തകളെ കൊണ്ട് ആദർശപരമായ സ്നേഹ സംബന്ധിയായ ചർച്ചകളും വാഗ്വാദങ്ങളും സംവാദങ്ങളും ഒരുപാട് വർഷങ്ങളായി അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ് വണ്ടൂർ. ഈ വേദിയിൽ പലതവണ സംസാരിക്കാൻ എനിക്ക് അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പരമകാരുണികനായ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ. ശാന്തമായ ഒരു സദസ്സാണ് എന്ന് വേണമെങ്കിൽ നമുക്കിതിന് പറയാം. ശ്രദ്ധിച്ച് കേൾക്കുന്ന ഒരു സമൂഹത്തിന് മാത്രമേ കാര്യങ്ങൾ അപഗ്രഥിച്ച് പഠിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് നമുക്കറിയാമല്ലോ. പ്രാചീന ഭാരതത്തിലെ ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായത്തെ സംബന്ധിച്ച് നമ്മൾ ഓർക്കുമ്പോൾ ഏതെങ്കിലും ഒരു കുന്നിൻ ചെരുവിലോ അതല്ലെങ്കിൽ വനാന്തരമായ ബന്ധമുള്ള പ്രദേശങ്ങളിലോ ശാന്തമായി വളരെ സൈലന്റായി സ്വച്ഛന്തം വായു ശ്വസിച്ച്
ഗുരുവിന്റെ മുഖത്ത് നിന്ന് വരുന്ന വാചകങ്ങളെ, വചനാമൃതങ്ങളെ ശ്രദ്ധിച്ചു കേട്ട് ഹൃദയത്തിൽ സ്വീകരിച്ച ഒരു തലമുറയുടെ പാരമ്പര്യമുണ്ടായിരുന്നു ഇന്ത്യക്ക്. വ്യത്യസ്ത മതങ്ങളിലും ദർശനങ്ങളിലുമൊക്കെ ചിന്തിക്കുന്ന ഈ നാട്ടിലെ നല്ലവരായ ആളുകളോട് ഭൗതികമായ പ്രത്യയശാസ്ത്രങ്ങൾ മതങ്ങൾക്കെതിരെ നിലനിന്നിരുന്ന ഒരു കാലഘട്ടം, ശക്തമായ ഒരു കാലഘട്ടം മുമ്പ് കഴിഞ്ഞുപോയി എന്ന് നമുക്കൊക്കെ അറിയാം. ഭൗതികവാദങ്ങളും ആത്മീയ ദർശനങ്ങളും പലപ്പോഴും പല സന്ദർഭങ്ങളിലും ആദർശപരമായി ഏറ്റുമുട്ടിയിട്ടുണ്ട് എന്ന് നമുക്കൊക്കെ അറിയാം. ഞാൻ വിചാരിക്കുന്നത് ബോധപൂർവവും ശാന്തവുമായ ഒരു സംസാരം ഈ വണ്ടൂരിൽ പരിവർത്തനങ്ങളും ചിന്തകളും മുമ്പുണ്ടാക്കിയിട്ടുണ്ട് എന്ന ബലത്തിൽ നിന്നുകൊണ്ട് സ്നേഹനിർഭരമായ ദയാവായ്പ നിലനിൽക്കുന്ന കാതലായ പ്രവാചകന്മാരുടെ പ്രബോധനത്തിന്റെ മൗലികതയെ ആ ബിന്ദുവിൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇസ്ലാം കാലാതിവർത്തിയായ ദർശനം അഥവാ ഇസ്ലാം ഏതൊരു കാലഘട്ടത്തിലും നിലനിൽക്കും, കാലം എത്ര മുന്നോട്ട് പോയാലും ഇസ്ലാമിന്റെ ആദർശങ്ങൾ മാഞ്ഞു പോവുകയില്ല എന്നതാണ് ശരിക്കും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ കാണുന്ന സൂര്യന് ഒരുപാട് പഴക്കമുണ്ട്. പക്ഷേ സൂര്യൻ പഴഞ്ചനല്ല. പഴഞ്ചനും പഴക്കവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ആകാശവും ഭൂമിയും ഒക്കെ ഒരുപാട് നൂറ്റാണ്ടുകളുടെ, സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുള്ളതാണ്. ഇന്നും നിത്യപ്രസക്തമാണ് അതെല്ലാം. സൂര്യൻ എത്രയോ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പുള്ളതാണ്, അതുകൊണ്ടത് പഴഞ്ചനാണ് എന്നാരും പറയില്ല. ഒന്ന് സമൂഹത്തിന് എത്രത്തോളം ഉപകാരം നൽകുന്നതാണ് എന്നതാണല്ലോ പ്രധാനമായി പരിഗണിക്കപ്പെടുക. ഒരു വ്യക്തി ലോകത്ത് മഹാനായി തീരുന്നത് ആ വ്യക്തിയിലെ വ്യക്തിത്വവും അയാളിലെ പ്രതിഭയും ലോകത്തിന് ഉപകാരദായകമായി ഭവിക്കുമ്പോഴാണ്. വണ്ടൂരിലുള്ള എന്റെ എല്ലാ സഹോദരങ്ങളോടും, നാനാജാതി മത സമൂഹങ്ങളോടെല്ലാം ആദൻ നബിയുടെ മക്കളാണ് നമ്മളൊക്കെ. സർവോപരി പരമകാരുണികനായ അളവറ്റ ദയാപരനായ പ്രപഞ്ചനാഥന്റെ അടിമകളാണ് നമ്മളൊക്കെ. മതത്തെ വിമർശിക്കാം ആർക്കും. മതപ്രവാചകന്മാരെ നടുറോട്ടിൽ പരസ്യമായി പുച്ഛിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യാം. അതിനുവേണ്ടി മാത്രം രൂപീകരിക്കപ്പെട്ട ഒരുപാട് സംഘങ്ങൾ ലോകത്തുനിന്നുണ്ട്, നമുക്ക് അറിയാവുന്നതാണ്. ഡെൻമാർക്കിലെ കാർട്ടൂൺ വിവാദമടക്കമുള്ള ആധുനികമായ പ്രവാചകനെ വിമർശിച്ചതിന്റെ പേരിൽ കൈവെട്ടടക്കമുള്ള എല്ലാ വിഷയങ്ങളും നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ, അതായത് വൈകാരികതകൾക്കപ്പുറത്ത് വിചാരതലത്തെ വിജൃംഭിതമാക്കിക്കൊണ്ടുള്ള ചിന്താബന്ധുരമായ ഒരു പ്രഭാഷണത്തെയാണ് ഏതൊരു ജനതയും കൊതിക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ എന്റെ വിഷയത്തെ ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകുന്ന വിധത്തിൽ ക്രോഡീകരിക്കുകയും ലളിതവും ശാന്തവുമായി മതം എന്തുകൊണ്ട് പ്രസക്തമാകുന്നു, അല്ലെങ്കിൽ ഇസ്ലാം എന്തുകൊണ്ട് കാലങ്ങളെ അതിജയിക്കുന്നു, ഒന്നുകൂടെ ക്ലിയറായി പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഇസ്ലാം എതിർക്കപ്പെടുന്നത് എന്നത് വളരെ ഗൗരവമായി ചിന്തിക്കേണ്ടതാണ്. ഇസ്ലാമിക ദർശനങ്ങൾ, ഇസ്ലാമിക ആദർശങ്ങൾ, ഇസ്ലാമിന്റെ ഗ്രന്ഥമായ ഖുർആൻ, ഇസ്ലാമിന്റെ ആശയങ്ങളെ ലോകത്തിന് ജീവിതത്തിലൂടെ കാണിച്ചു കൊടുത്ത പ്രവാചക തിരുമേനി, അദ്ദേഹത്തിന്റെ കുടുംബജീവിതം, രാഷ്ട്രീയ ജീവിതം, അദ്ദേഹത്തിന്റെ മോറൽ എത്തിക്സ് തുടങ്ങി ധാർമ്മികമായ ഘടകങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, ഇതെല്ലാം അനുകൂലവും പ്രതികൂലവുമായ ചർച്ചകൾ. ലോകത്തെ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടുള്ള മതം ഇസ്ലാമാണെന്ന് നമുക്കൊക്കെ അറിയാം. ശാന്തമായി ചിന്തിക്കാനാണ് ഞാൻ എല്ലാവരോടും ആവശ്യപ്പെടുന്നത്. അതെ, ലോകത്തൊരു കാര്യം നമുക്കൊക്കെ ഉറപ്പാണ്, ഈ മണ്ണിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഉണ്ടായിട്ടുള്ളത്. ഈ മണ്ണിലേക്ക് തന്നെയാണ് നമ്മൾ എല്ലാവരും ഖബറടക്കപ്പെടുന്നത്. യാതൊരു സംശയവും ആ കാര്യത്തിലില്ല. ഈ മണ്ണിന്റെ ഭാഗമാണ്. ഈ മണ്ണിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കും ഇന്ന് പ്രവാചകന്മാരും മതഗ്രന്ഥങ്ങളും വളരെ ഗൗരവമായി മനുഷ്യരെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ലോകത്ത് വളരെ ന്യൂനപക്ഷം, ലോകത്ത് ഏത് കാലഘട്ടത്തിലും മതനിഷേധവും ദൈവനിഷേധവും പ്രവാചകന്മാരുടെ പേഴ്സണാലിറ്റിയെ ചോദ്യം ചെയ്തുകൊണ്ടും എന്നും ഒരു ജനവിഭാഗമുണ്ടായി.
എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ലോകത്തെ നിരീശ്വര പ്രസ്ഥാനങ്ങളിൽ മാതൃകായോഗ്യനായ ഒരു മനുഷ്യൻ മാനവ ചരിത്രത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടുണ്ട്? ഒരു സമൂഹം അനുകരിക്കുന്ന, ഒരു സമൂഹം മാതൃകയാക്കുന്ന ഒരു യുക്തിവാദിയോ നിരീശ്വരവാദിയോ കണ്ടൊരു നല്ല ഭർത്താവായ ഒരു മനുഷ്യൻ മാനവ ചരിത്രത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടുണ്ട്? ഒരു യുക്തിവാദിയുടെ പ്രബോധനം കൊണ്ടും പ്രസംഗം കൊണ്ടും ഒരു നാട് നന്നായിട്ടുണ്ടോ? ഇല്ല എന്നുള്ളതാണ് ഞാൻ ഈ എഴുന്നേറ്റ് നിൽക്കുന്നത് വരെയുള്ള ചരിത്രം. പിന്നെന്താണ്? രണ്ട് ചുണ്ടുകൾക്കിടയിൽ പരമകാരുണികൻ നൽകിയ നാവിട്ടലക്കുക എന്നതല്ലാതെ മാനവ സമൂഹത്തിന് അവരെന്ത് നൽകി? ഞാൻ തീവ്രമായി പറയുന്നു എന്ന് വിചാരിക്കരുത്. വെറുതും നാഷണൽ വേസ്റ്റുകളാണ് യുക്തിവാദികൾ എന്നൊക്കെ പറയുന്ന മനുഷ്യ സമൂഹത്തിൽ ഒരു വിഭാഗം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. സ്വന്തം കുടുംബത്തിൽ അവർ സ്വാധീനിച്ചിട്ടില്ല. നിലനിൽക്കുന്ന നാടുകളിലോ പഞ്ചായത്തുകളിലോ ജില്ലകളിലോ രാജ്യങ്ങളിലോ അവർ ഒരു നല്ല സമൂഹത്തെ, മദ്യമുക്തമായ ഒരു സമൂഹത്തെ സൃഷ്ടിക്കൽ യുക്തിവാദിസത്തിന്റെ ഭാഗമാണോ? അല്ല. ധാർമ്മികത കാത്തു സൂക്ഷിക്കുന്ന ഒരു ജനപദത്തെ സൃഷ്ടിക്കാൻ യുക്തിവാദികൾക്ക് ലോകത്ത് ഇന്ന് വരെ സാധിച്ചിട്ടുണ്ടോ? എന്തൊരു മ്ലേച്ഛത നാട്ടിലുണ്ടോ അതിനനുകൂലിച്ച് മുദ്രാവാക്യം മുഴക്കുന്നവരല്ലേ യുക്തിവാദികൾ? സ്വവർഗരതി പാപമാണെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടായിക്കൂടാ എന്ന് ചോദിക്കുന്നവർ. ഇപ്പൊ പവനൻ എന്ന് പറയുന്ന യുക്തിവാദികളുടെ പ്രഗത്ഭനായ ഒരു എഴുത്തുകാരൻ മുമ്പത്തെ യുക്തി വിചാരത്തിൽ എഴുതിയ ഒരു ലേഖനത്തിൽ ഉഭയകക്ഷി സമ്മതത്തോടെ ഏത് പെണ്ണിനും ഏത് പുരുഷന്റെ കൂടെയും അവൾക്ക് ഇഷ്ടമുള്ള കാലം അത്രയും കഴിഞ്ഞുകൂടാം, പിന്നെ അവൾക്ക് മറ്റൊരു പുരുഷനെ തിരഞ്ഞെടുക്കാം. ഞാൻ ചോദിച്ചു, താങ്കളുടെ ഭാര്യയുടെ കാര്യത്തിലും മക്കളുടെ കാര്യത്തിലും ഇങ്ങനെ തന്നെയാണോ എന്ന് ഞാൻ അദ്ദേഹത്തോട് ഒരു സ്ഥലത്ത് ചോദിക്കുകയുണ്ടായി. അതിന് മറുപടിയൊന്നുമില്ല. അല്ലെങ്കിലും അതിനൊന്നും മറുപടി ഉണ്ടാവുകയില്ല. ഞാൻ പറയുന്നത് ഉഭയകക്ഷി സംബന്ധം തന്നെ പവനന്റെ മോള് ഒക്കെ ഇഷ്ടമുള്ളവന്റെ കൂടെ അന്തി ഉറങ്ങി തിരിച്ചു പോരാം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നമ്പർ 1 വേശിയാകാം എന്റെ മകൾക്ക് എന്നാണ് പവനൻ സാറ് പറയും. അതുകൊണ്ട് മാനവ ജനത നന്നാകുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ബാർബാറാസ് മുഖറെ പോലെ, അതുപോലെ തന്നെ കോവൂരിനെ പോലെ, അതുപോലെ ജോസഫ് ഇടമറകിനെ പോലെ, സനിൽ ഇടമറകിനെ പോലെ കുറെ ആളുകൾ ഈ മണ്ണിൽ. അപ്പൊ അത്തരം ആളുകളെ ലോകം ഇന്ന് വരെ മാതൃകയാക്കുകയോ അങ്ങനെയൊരു മാതൃകാ പഞ്ചായത്തിനെ അവർ ഭരിക്കുകയോ അവരെ അനുകരിച്ചുകൊണ്ട് ഒരു ധാർമ്മിക മൂല്യം ഉൾക്കൊള്ളുന്ന ഒരു സമൂഹം ലോകത്ത് രൂപപ്പെടുകയോ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ചരിത്രം പരിശോധിക്കുന്ന ഏതൊരാൾക്കും അറിയാൻ കഴിയുന്ന കാര്യം. നമുക്ക് ഞാനിവിടെ സ്ഥാപിക്കുന്നതും ഞാനിവിടെ അവതരിപ്പിക്കുന്നതും അടിച്ചേൽപ്പിക്കലുകളുടെ ഒരു സ്വഭാവത്തിലല്ല, മറിച്ച് ചിന്തിക്കുവാനും പഠിക്കുവാനുമുള്ള തുറന്ന വിശാലമായ ഒരു കാഴ്ചപ്പാട് ഇസ്ലാമിനുണ്ട് എന്നതുകൊണ്ട് തന്നെ ലോകം ഇത്രയും കാലം ഇത്രയേറെ ശ്രദ്ധേയമായ ഒരു ദർശനം ലോകത്ത് വേറെ ഉണ്ടായിട്ടില്ല. എല്ലാവർക്കും അറിയാം. ആരും പഠിച്ചിട്ടോ പരിശോധിച്ചിട്ടോ അല്ല. മുൻഗാമികളായ മതനിഷേധികൾ, നിരീശ്വരവാദികൾ പറഞ്ഞു പോകുന്നതിനെ അതുപോലെ വായിച്ചെടുത്ത് അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ എനിക്കറിയാം, 20 കൊല്ലങ്ങൾക്ക്, ഒരു 20-25 കൊല്ലങ്ങൾക്ക് മുമ്പ് ബർസഖ് എന്നതിനെ നമ്മുടെ യു കലാനാഥ മാഷ് ബുർസഖ് എന്നാ പറയാം. 25 കൊല്ലം കഴിഞ്ഞിട്ടും മാഷ് പറയണ അത് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ആ പദത്തിന്റെ യഥാർത്ഥമായ ഒരു പ്രൊണൗൺസിയേഷൻ എന്താണ്, യഥാർത്ഥമായ ഉച്ചാരണം എന്താണ്, ആ പദം എന്താണ് എന്ന് 25 കൊല്ലത്തിനിടയിൽ മാഷ് ഒരിക്കൽ പോലും അന്വേഷിച്ചിട്ടില്ല എന്നർത്ഥം. പണ്ട് പറഞ്ഞ വിഡ്ഢിത്തം 25 കൊല്ലം കഴിഞ്ഞിട്ടും പറയുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ആ 25 കൊല്ലത്തിനിടയിൽ ഒരു പുതിയ പഠനമോ ഒരു പുതിയ അന്വേഷണമോ ഖുർആനിലൂടെയുള്ള ഒരു പഠനമോ നടന്നിട്ടില്ല എന്നാണ് അതിനർത്ഥം. ഞാൻ വിനീതമായി ഈ യുക്തിവാദികൾ എന്നൊക്കെ പറഞ്ഞ് യുക്തിക്ക് വാദം പിടിച്ച് മാനവ സമൂഹത്തിന് ഒന്നും നൽകാത്ത ഒരു ജനപദം എന്ന് ഞാൻ അവരെ ബോധപൂർവം വിശേഷിപ്പിക്കുന്നു, സത്യസന്ധമായി വിശേഷിപ്പിക്കുന്നു. കാരണം നിങ്ങൾ പഠിച്ചോളൂ, ഇന്നത്തെ ഏതെങ്കിലും വൃത്തികെട്ടൊരു യുവതലമുറയെ വീണ്ടെടുക്കാൻ ഒരു യുക്തിവാദിയുടെ പ്രബോധനം കൊണ്ട് സാധിക്കൂ? ഈശ്വരനില്ല, മരണത്തിന് ശേഷം ജീവിതമില്ല, പ്രവാചകന്മാർ വൃത്തികെട്ടവരായിരുന്നു, മതഗ്രന്ഥങ്ങൾ മ്ലേച്ഛമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് നാട് നന്നാവൂ? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ യുക്തി ദർശനം എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രന്ഥമുണ്ട്, ഒരു പുസ്തകമുണ്ട്. അത് വായിച്ചാൽ നിങ്ങൾ ധിക്കാരികളും അഹങ്കാരികളും താന്തോന്നികളുമായി തീരുക ചെയ്യാം. യുക്തി ദർശനം എന്ന് പറഞ്ഞ് യുക്തിവാദികൾ കേരളത്തിൽ വിറ്റയിച്ച ഒരു പുസ്തകത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ആ പുസ്തകം വായിച്ചാൽ പ്രവാചകന്മാരെ എങ്ങനെയാണ് തെറി പറയേണ്ടത് എന്നത് ഫസ്റ്റ് റാങ്ക് കിട്ടും. വേറൊന്നും ആ പുസ്തകത്തിലില്ല. നേരെ മറിച്ച് ഇസ്ലാമിക ദർശനം എന്ന് പറഞ്ഞിട്ട് ആ കാലയളവിൽ ഇറങ്ങിയ ഒരു പുസ്തകമുണ്ട്. അത് വായിച്ചാൽ ആർദ്രത, ദയ, അനുകമ്പ, മനുഷ്യൻ, ജീവിതം, ആരാണ് ഒരു ഭർത്താവ്, ആരാണ് നല്ലൊരു ഭാര്യ, എങ്ങനെയാണ് കച്ചവടം ചെയ്യേണ്ടത്, സമ്പത്തിന്റെ 2.5% എങ്ങനെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്, അയൽവാസി പട്ടിണി കിടക്കുമ്പോ വയറ് നിറച്ചുണ്ണുന്നവൻ മുസ്ലിമാണോ അല്ലയോ തുടങ്ങി മാനവിക മൂല്യമുള്ള ആ പുസ്തകം വായിക്കും തോറും ഒരാൾ നന്നാവും. യുക്തി ദർശനം വായിക്കും തോറും ഒരാൾ ലോകത്തൊന്നിനും പറ്റാത്തൊരുത്തനാവും.
അപ്പൊ ഈ പ്രവർത്തനം കൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു നേട്ടം ലോകത്തിനുണ്ടോ? അത് ഗൗരവമായ പഠനങ്ങൾക്ക് വരേണ്ടതാണ്. ഒരു യുക്തിവാദി മരിക്കുമ്പോ അയാൾക്ക് പറയാൻ കഴിയോ, എന്റെ സേവനം കൊണ്ട് മാനവ ചരിത്രത്തിൽ ഒരു ധാർമ്മിക ബോധമുള്ള ഒരു നല്ല തലമുറയെ സൃഷ്ടിച്ച് വരും തലമുറയെ നയിക്കാൻ പോകുന്ന ഒരു വലിയ ജനപദത്തെ ഉണ്ടാക്കി? ഇല്ല. ഈ ലോകത്തിനപ്പുറത്തൊരു ജീവിതമില്ല എന്ന് പറയുക വഴി മനുഷ്യനെ നന്നാക്കാൻ കഴിയും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതുകൊണ്ടാണ് ദർശനങ്ങളെ, ഇപ്പൊ നിങ്ങൾക്കറിയാം, ഋഗ്വേദം, സാമവേദം, അഥർവവേദം, യജുർവേദം, ചതുർവേദങ്ങൾ, 108 സുപ്രധാനമായ ഉപനിഷത്തുകൾ, അതിൽ മനുഷ്യരുടെ കൈകടത്തലുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് വളരെ പ്രഗത്ഭരായ രാഹുൽ സാങ്കൃത്യേയനെ പോലെ വിശ്വദർശനത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട്. ഡോക്ടർ രാധാകൃഷ്ണൻ ഇന്ത്യൻ ഫിലോസഫിയുടെ 1ാം വാള്യത്തിലും, സ്വാമി വിവേകാനന്ദ സാഹിത്യ സർവസ്വത്തിലും, അതുപോലെ ആര്യ സമാജത്തിന്റെ സ്ഥാപകനായ സ്വാമി ദയാനന്ദ സരസ്വതിയും എഡി കോസാംബിയെ പോലെയുള്ള ആളുകളും, അതുപോലെ തന്നെ ലോകം കണ്ടിട്ടുള്ള മാക്സ് മുള്ളറെ പോലെ യൂറോപ്യൻ പണ്ഡിതന്മാരും എല്ലാം ഇന്ത്യ രാജ്യത്ത് വേദഗ്രന്ഥങ്ങളിൽ മനുഷ്യരുടെ കൈകടത്തലുകൾ ഉണ്ടായിട്ടുണ്ട്. ശ്രീമദ് ഭഗവത്ഗീതയെ കുറിച്ച് പോലും സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത്, എന്റെ ബുദ്ധിക്കും യുക്തിക്കും ഉൾക്കൊള്ളുന്നതൊക്കെ ഞാൻ അതിൽ അംഗീകരിക്കുന്നു, അതല്ലാത്തതൊക്കെ ഞാൻ തള്ളിക്കളയുകയും അതിനെ മനുഷ്യനിർമ്മിതം എന്ന നിലയിൽ ഞാൻ അതിനെ കാണുകയും ചെയ്യുന്നു എന്ന് വിവേകാനന്ദൻ പോലും ആ വിഷയത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എന്ന് ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെയുള്ളത് തെൽമൂദും സെന്നവസ്തുമാണ്. പിന്നെ ഏറ്റവും പ്രസിദ്ധമായി ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകളുടെ കൈകളിൽ വിറ്റയിക്കപ്പെട്ടത്, വായിക്കപ്പെട്ട ഗ്രന്ഥം ഖുർആനാണ്, വിറ്റയിക്കപ്പെട്ട ഗ്രന്ഥം ബൈബിളാണ്. ഓൾഡ് ടെസ്റ്റ്മെന്റ്, ന്യൂ ടെസ്റ്റ്മെന്റും ഉൾക്കൊള്ളുന്ന മതഗ്രന്ഥങ്ങൾ. വേദം എന്ന സംസ്കൃത പദത്തിന്റെ യഥാർത്ഥമായ അർത്ഥം വിദ്യ, ജ്ഞാനം, അറിവ് എന്നാണ്. ദൈവം എന്ന് നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്നത് ദിവ് എന്ന സംസ്കൃത പദത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ്, പ്രകാശിക്കുന്നത് എന്നാണ്. അല്ലാഹു നൂറുസ്സമാവാതി വല്ലർ, അല്ലാഹു എന്ന് പറഞ്ഞാൽ ആകാശഭൂമികളുടെ പ്രകാശമാണ്. 24-ാം അധ്യായം സൂറത്ത് നൂറിലെ 35-ാമത്തെ വചനമാണ്. വേദം എന്താണ് എന്ന് പഠിക്കുമ്പോഴാണ് വേദത്തിന്റെ ഉള്ളടക്കം. ഞാൻ പറയാം, മാനവ സമൂഹത്തെ ഏറ്റവും ധാർമ്മിക ബോധമുള്ളവരാക്കലാണ് വേദഗ്രന്ഥങ്ങളുടെ ഉദ്ദേശമെങ്കിൽ അത് ഖുർആനിനോളം നിർവഹിച്ച ഒരു ഗ്രന്ഥവും മാനവ ചരിത്രത്തിൽ ഇല്ല എന്ന് അഭിമാന പുരസരം ചങ്കുറ്റത്തോടെ എനിക്ക് പറയാൻ കഴിയും. ഞാൻ ഒന്നുകൂടെ ലളിതവൽക്കരിക്കാം. ഋഗ്വേദം 1500, പിന്നെ ക്രിസ്തുവിന് മുമ്പ് 1500 വർഷങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ 5000, 3000 എന്നൊക്കെ അഭിപ്രായ ഭിന്നതയുള്ള ഋഗ്വേദത്തിന്റെ രചനാ കാലഘട്ടം. ഋഗ്വേദം പൂർത്തിയാകുമ്പോൾ 10 മണ്ഡലങ്ങളാണ് ഋഗ്വേദത്തിനുള്ളത്. 10 മണ്ഡലങ്ങളാണ് ഋഗ്വേദത്തിനുള്ളത്. ഈ 10 മണ്ഡലങ്ങളും പൂർത്തിയാകുമ്പോ അതിന്റെ ഉള്ളടക്കത്തിന് അനുരൂപമായ ഒരു രാജ്യമോ, ഒരു ലോകമോ, ഒരു ജനപദമോ, ഒരു 50 വീടുകൾ പോലുമോ ലോകത്തുണ്ടായിട്ടില്ല എന്നത് പക്ഷപാതിത്വമില്ലാതെ നാം പഠിക്കേണ്ട കാര്യമാണ്. ബൈബിളിന് അനുരൂപമായ ഒരു ജനത ക്രിസ്ത്യാനിറ്റിയിൽ പോലും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഞാനതിന് രസകരമായ ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ ഈ കാര്യം വ്യക്തമാക്കാം. ബൈബിളിൽ മാർക്കോസിലെ സുവിശേഷത്തിൽ കാണാം, യേശു ക്രിസ്തു 8-ാം നാള് പരിച്ഛേദനമേറ്റു, ചേലാകർമ്മം ചെയ്തു എന്ന് കാണാം. മുസ്ലിങ്ങൾ ചേലാകർമ്മം ചെയ്യുന്നവരാണ് എന്നവരുടെ ഗുണത്തെക്കുറിച്ച് കൃഷ്ണദ്വൈപായന വേദവ്യാസൻ ഭവിഷ്യൽ പുരാണത്തിൽ പറഞ്ഞു. ലിംഗച്ഛേദ ശിഖാഹീന വളരെ വ്യക്തമായി പറഞ്ഞു. ഞാൻ പറയുന്നത്, ലേവ്യ പുസ്തകത്തിൽ, അതുപോലെ തന്നെ ബൈബിളിലെ വിവിധ അധ്യായങ്ങളിൽ മോസസ് പ്രവാചകൻ ചേലാകർമ്മം ചെയ്തു എന്ന് പറയും, അബ്രഹാം പ്രവാചകൻ ചേലാകർമ്മം ചെയ്തു എന്ന് പറയുന്നു. മനുഷ്യന്റെ ഫിത്രത്തിന്റെ ഭാഗമായിട്ടാണ് അത് പഠിപ്പിക്കപ്പെട്ടത് എന്ന് ഹദീസ് ഗ്രന്ഥങ്ങളിൽ പറയുന്നു. അപ്പൊ യേശു ക്രിസ്തു, ജീസസ് ക്രൈസ്റ്റ് 8-ാം നാള് പരിച്ഛേദനമേറ്റു എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ക്രൈസ്തവ ലോകം അത് അംഗീകരിച്ചില്ല? സെന്റ് പോൾ എന്ന ജൂതനായ യേശുക്രിസ്തുവിന്റെ ആദർശത്തോട് ഏറ്റവും വിരോധമുണ്ടായിരുന്ന സെന്റ് പോൾ ആണ് ചേലാകർമ്മം ചെയ്യേണ്ടതില്ല എന്ന് അക്കാലഘട്ടത്തിലെ സഭയോട് പറഞ്ഞിട്ടുള്ളത്. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ നിക്കിയ കൗൺസിൽ വെച്ചിട്ടാണ് ത്രിമൂർത്തി സിദ്ധാന്തത്തെ ക്രൈസ്തവതയുടെ ആധാരശിലയായി ലോകം സ്വീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഞാനിത് പറയുന്നത്, ഫിൻലെ എന്ന് പറയുന്ന അമേരിക്കയിലെ ലോകപ്രസിദ്ധനായ ബൈബിൾ പണ്ഡിതൻ, അദ്ദേഹം വളരെ കൃത്യമായി ഇതിന്റെ ചരിത്രങ്ങൾ, അതുപോലെ തന്നെ PT കുരുവിളയെ പോലെ ബൈബിൾ കാലഘട്ടങ്ങളിലൂടെ, ബൈബിൾ പഠനം അത് കാലഘട്ടങ്ങളിലൂടെ എന്ന ഗ്രന്ഥങ്ങളിലെല്ലാം രേഖപ്പെടുത്തിയിട്ടുള്ള ബൈബിളിന്റെ ഒരു ചരിത്രം, ലോകത്തത് രൂപപ്പെട്ടതും അതിന്റെ രചനാകാലവും, മാർക്കോസ് ആരാണ്, യോഹന്നാൻ ആരാണ്, മത്തായി ആരാണ് എന്ന് തുടങ്ങി, അവർ യേശുക്രിസ്തുവിനെ കണ്ടിരുന്നോ ഇല്ലയോ, യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരായ, യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരായ ആളുകൾ ആരാണ്,
ബർന്നബാസിന്റെ സുവിശേഷത്തിൽ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ നിഷേധിച്ചുള്ള പദങ്ങൾ എന്താണ്? ഇങ്ങനെയെല്ലാം പഠിച്ചു വരുമ്പോ വളരെ ഗൗരവമായി. ഇപ്പൊ നിങ്ങൾക്കറിയാം, ലേവ്യ പുസ്തകത്തിലെ ഒരു വാചകം ഇങ്ങനെയാണ്: താടിയുടെ അറ്റം പോലും കട്ട് ചെയ്യാൻ പാടില്ല എന്ന്. ബൈബിളിലെ ലേവ്യ പുസ്തകത്തിൽ താടിയുടെ അറ്റം പോലും കട്ട് ചെയ്യാൻ പാടില്ല. ഞാൻ കൊല്ലം ജില്ലയിലെ കണ്ണനല്ലൂരിൽ പ്രസംഗിക്കുമ്പോ ഒരു ക്രിസ്ത്യാനി എന്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ വീട്ടിലേക്ക്, സുഹൃത്തുക്കളുടെ വീട്ടിൽ വന്നു. അപ്പൊ അദ്ദേഹത്തോടെ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താ മീശയും താടിയും ഇങ്ങനെ വടിച്ചു കളഞ്ഞത്? ഇത് ബൈബിളിനെതിരാണല്ലോ. 2 രാജാക്കന്മാർക്ക് എഴുതിയ ബൈബിളിലെ പല വാചകങ്ങൾക്കും ഇത് എതിരാണല്ലോ എന്ന് ഞാൻ അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിച്ചു. ലോകത്ത് യേശുക്രിസ്തുവിന്റെ പടം എത്രയോ നാടുകളിലുണ്ട്. താടിയില്ലാത്ത ഒരു യേശുക്രിസ്തുവിന്റെ പടം നിങ്ങൾ ഇന്ന് വരെ കണ്ടിട്ടുണ്ടോ? താടിയും മീശയുമില്ലാത്ത യേശുക്രിസ്തുവിന്റെ ഒരു പടം നിങ്ങൾ ഭൂലോകത്ത് എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ? സ്തബ്ധനായി പോയേ. അയാൾ അപ്പോഴാ ശരിക്കും ആലോചിച്ച്, പള്ളിയിൽ പോലും ചർച്ചിൽ പോലും യേശുക്രിസ്തുവിന്റെ പിക്ചർ ഉണ്ടായിട്ട് മീശയും താടിയും പഠിച്ച പള്ളിയിൽ അച്ഛൻ എന്താ വിചാരിക്കണേ? ഞാൻ വലിയ ക്രിസ്ത്യാനും യേശുക്രിസ്തുവിന്റെ ആളുകൾ. യേശുക്രിസ്തുവിനെ ഒന്നാമതായി നിഷേധിച്ചവൻ ആ ലോക ധരിച്ച് കറുത്ത ബെൽറ്റ് പള്ളമ കെട്ടിയ പള്ളിയിൽ അച്ഛനാണ് എന്നാണ് ഞാൻ പറയുന്നത്. എന്താ കാരണം? ബൈബിളിനെതിരാണ്, യേശുക്രിസ്തുവിന്റെ ആദർശത്തിനെതിരാണ്. പിന്നെ മീശയും താടിയും പഠിക്കൽ ജൂതനായ സെൻബോളിന്റെ പണിയായിരുന്നു. ആ സെൻബോളാണ് യേശുക്രിസ്തുവിന്റെ ആദർശത്തെ അട്ടിമറിക്കാമെന്ന്. ആ സെൻബോൾ ഉണ്ടാക്കിയ മതമാണ് ശാസ്ത്രകാരന്മാർ വിമർശിച്ചത്. ഗലീലിയോയെ കുരിശിലേറ്റിയത് ആ സെൻബോൾ കൊണ്ടുവന്ന മതമാണ്. വളരെ കൃത്യമാണ്. ആ സെൻബോൾ അവതരിപ്പിച്ച മതമാണ് ശാസ്ത്രവിരുദ്ധമായത്. ആ സെൻബോളിന്റെ ടീം അവതരിപ്പിച്ച മതമാണ് യഥാർത്ഥത്തിൽ ഹിസ്റ്റോറിക്കൽ ബ്ലണ്ടർ ഉണ്ടായത്, അല്ലെങ്കിൽ കുടുംബ പരമ്പര പറയുന്നിടത്ത് വൈരുദ്ധ്യമുണ്ടായത്, അല്ലെങ്കിൽ പ്രവാചകന്മാർ മദ്യപാനികളായിരുന്നു. യേശുക്രിസ്തു കാനായിലെ കല്യാണ വിരുന്നിൽ പച്ചവെള്ളം വിഴിഞ്ഞാക്കി മാറ്റി എല്ലാവരും മുമ്പ് കുടിച്ച മദ്യത്തെക്കാളും മത്തുണ്ടായത് യേശുക്രിസ്തു കൊടുത്ത മദ്യത്തിനായിരുന്നു എന്ന് ബൈബിൾ പറയുമ്പോ യേശുക്രിസ്തുവിനെ ഒരു കള്ളു വിളമ്പുന്നവനായി ചിത്രീകരിച്ച അബ്കാരി കോൺട്രാക്ടർമാരുടെ കുരുട്ടുബുദ്ധി അത് ജൂതലോബികളുടെ കുതന്ത്രമായിരുന്നു എന്നതാണ് മാനവചരിത്രം നമ്മളോട് പറയും. മതസമൂഹം എന്തുകൊണ്ട് വിമർശിക്കപ്പെട്ടു? അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. യഥാർത്ഥ മതത്തെ തൊടാൻ ഒരാൾക്ക് സാധിക്കില്ല എന്നാണ് എന്റെ വിശ്വാസം. പ്രപഞ്ചനാഥൻ സൂര്യൻ എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് ഉണ്ട്? സൂര്യൻ ആരെങ്കിലും അതിനെ നിഷേധിക്കുന്നുണ്ടോ? അതിന്റെ പ്രവർത്തനത്തെ നിഷേധിക്കുന്നുണ്ടോ? ഫോട്ടോസിന്തസിസ് നടക്കുന്നത് അനിവാര്യമാണ്. എല്ലാവർക്കും അറിയാം. സെക്കൻഡിൽ 250 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന സൂര്യൻ. ആ സൂര്യനില്ലെങ്കിൽ ഇവിടെ ഹേമന്തമുണ്ടോ, ഗ്രീഷ്മമുണ്ടോ, വസന്തമുണ്ടോ, രാവും പകലുമുണ്ടോ? സൂര്യനെ ആരെങ്കിലും നിഷേധിക്കുന്നുണ്ടോ? ആ സൂര്യനെ മനുഷ്യർക്ക് എത്ര ഉപകാരദായകമായി സൃഷ്ടിപ്രപഞ്ചത്തിന്റെ മഹാനാഥൻ സംവിധാനിച്ചുവോ അവനാൽ അവതരിപ്പിക്കപ്പെട്ട ഒരു മതം. ശരിക്കും ശ്രദ്ധിക്കണം. പുരോഹിതന്മാരുടെ കരാളാസ്തങ്ങളെ കൊണ്ട് മലീമസമായ വേദഗ്രന്ഥ താളുകളുടെ അവസ്ഥാവിശേഷത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. മറിച്ച് സൂര്യനെ, ചന്ദ്രനെ, നക്ഷത്രങ്ങളെ, ഗാലക്സികളെ, സൗരയൂഥങ്ങളെ, കാട്ടാറുകളെ, ഏകകോശ ജീവിയായ ഹമീബ മുതൽ ബഹുകോശ ജീവിയായ നീലത്തിമിംഗലത്ത് വരെ സൃഷ്ടിച്ച മഹാപ്രപഞ്ചത്തിന്റെ നാഥൻ, ആ നാഥൻ അവതരിപ്പിച്ച സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും നമുക്ക് എത്ര ഉപകാരദായകമാണോ, ഇവിടെയുള്ള പുഷ്പങ്ങൾ നമുക്ക് എത്ര ഉപകാരദായകമാണോ, ഇവിടെയുള്ള സാഗരങ്ങൾ നമുക്ക് എത്ര ഉപകാരദായകമാണോ, അതിനേക്കാൾ ഉപകാരദായകമാണ് അവൻ അവതരിപ്പിച്ച മതം എന്ന് വിശ്വസിക്കുന്ന ഒരു എളിയ ഇസ്ലാമിക പ്രബോധകനും ഒരു ഇസ്ലാമിക പ്രബോധന സംഘവുമാണ് വണ്ടൂർ ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. അതുകൊണ്ട് നാനാജാതി മതസമൂഹങ്ങളോട് ഗൗരവമായി നിങ്ങൾ ഇസ്ലാമിനെ സംബന്ധിച്ച് ആലോചിക്കണമെന്ന് വളരെ കൃത്യമായി ഞാൻ പറയാം. അടിച്ചേൽപ്പിക്കലുകളേ ഇല്ല. അത് ഞാൻ പറഞ്ഞു. ഖുർആൻ പറയുന്നത് തന്നെ പ്രവാചകനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. 10-ാം അധ്യായം 99-ാമത്തെ വചനം. അതല്ല മുഹമ്മദേ, ആളുകളെ വിശ്വാസിയാകാൻ താങ്കൾ നിർബന്ധിക്കുകയോ? അള്ളാഹു അത് ഉദ്ദേശിച്ചിട്ടില്ല. ആളുകളെ ഇസ്ലാമിക സമൂഹത്തിലെ മെമ്പറാക്കാൻ താങ്കൾ നിർബന്ധിക്കുകയോ എന്ന വല്ലാത്തൊരു ചോദ്യം. അത് ആവശ്യമില്ല പ്രവാചക എന്ന് ഖുർആൻ 10-ാം അധ്യായം സൂറത്ത് യൂനസ് 99-ാമത്തെ വചനത്ത് പറയും. ആർക്കാണ് ആ വചനത്തിന്റെ ആശയം ഉൾക്കൊള്ളാതെ പോവുക? ആർക്കാണത് മനസ്സിലാവാത്തത്? ജനങ്ങളെ നിർബന്ധിക്കുകയോ? എന്തിന്? വിശ്വാസിയാവാൻ, ഏകദൈവാരാധകനാവാൻ. അങ്ങനെ നിർബന്ധത്തിന്റെ ഒരു സ്വാധീന വലയം ഇസ്ലാമിൽ ഇല്ലേ ഇല്ല. അത് വളരെ ഗൗരവമായി നമ്മൾ സ്വീകരിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു ഖുർആനിക വചനമാണ്. പ്രവാചകനോട് ആവർത്തിച്ചു പറഞ്ഞൊരു വാചകമുണ്ട് ഖുർആനിൽ, വമാ അലർ റസൂലി ഇല്ലൽ ബലാഉൽ മുബീൻ. ഖുർആനിലെ 24-ാം അധ്യായം സൂറത്തുൻ നൂർ
54-ാമത്തെ വചനമാണ്. ഖുർആനിലെ 24-ാം അധ്യായം 54-ാമത്തെ വചനമാണ്. വമാ അലർ റസൂലി, റസൂലിന്റെ മേൽ ബാധ്യത ഉണ്ടായിട്ടില്ല. എങ്ങനെയായിട്ടല്ലാതെ, അതായത് ഒരു ജനതയെ താക്കീത് ചെയ്യുക എന്നതല്ലാതെ ഹേമം ചെലുത്തേണ്ട ഒരു കാര്യം. വമാ അലർ റസൂലി ഇല്ലൽ ബലാഉൽ മുബീൻ, വ്യക്തമായ എത്തിച്ചു കൊടുക്കലല്ലാതെ. ഇതുപോലെ ഈ പ്രസംഗം പോലെ. അതുകൊണ്ടാണ് വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ്, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നവനേക്കാൾ നല്ല വാക്ക്. പ്രവാചകന്മാരെല്ലാം പ്രാസംഗികരായിരുന്നു. നമ്രൂദിന്റെ കൊട്ടാരത്തിൽ അബ്രഹാം പ്രവാചകന്റെ പ്രൗഢമായ പ്രസംഗം ഖുർആനിന്റെ താളുകളിൽ മനുഷ്യ മനസ്സിൽ ഹഠാത് ആകർഷിക്കുന്ന വിധം കോറിയിട്ടിട്ടുണ്ട് ഈ മഹാപ്രപഞ്ചത്തിന്റെ കാരുണ്യവാനായ അല്ലാഹു. മോസസ് പ്രവാചകന്റെ പ്രാർത്ഥന തന്നെ എന്താണ്? റബ്ബിശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. 20-ാം അധ്യായം 25 മുതൽ 28 വരെയുള്ള വചനം. ദൈവമേ, എന്റെ ഹൃദയത്തെ നീ വിശാലമാക്കണം. മാനവ സമൂഹത്തിന്റെ നവോത്ഥാന നായകത്വം വഹിച്ച് ഞാൻ കടന്നു ചെല്ലുമ്പോ, ധാർമ്മികതയുടെ പടകാഹളം മുഴക്കി ഞാൻ കടന്നു ചെല്ലുമ്പോ, അനീതിയുടെ കോട്ടക്കൊത്തളങ്ങളിൽ നിന്ന് നീതിയുടെ വിഹായസിലേക്ക് മാനവ സമൂഹത്തെ ഞാൻ വിളിച്ചു കൊണ്ടുവരുമ്പോ, തീർച്ചയായും വളരെ വളരെ ഗൗരവമായി തീർച്ചയായും നമ്മൾ അറിയുക. അതുകൊണ്ട് തന്നെ ദൈവം തമ്പുരാനെ, എന്റെ ഹൃദയത്തെ നീ വിശാലമാക്കി തരണം. എന്റെ നാവിന്റെ കെട്ടിക്കുടുക്കുകളെ നീ തീർത്തു തരണം. എന്റെ സംസാരം ആളുകൾക്ക് മനസ്സിലാവണം. അല്ലാത്തതാണ് ഇസ്ലാമിക പ്രബോധകന്മാർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒന്ന്. അതാണ്, എന്റെ സംസാരം ഹൈന്ദവന് മനസ്സിലാകണം, ക്രൈസ്തവന് മനസ്സിലാകണം. ആദമിന്റെ മകനാണോ ബാന്ധവ മാനവ സർവേ സ്വദേശ ഭുവനത്രയം എന്നതാണോ തത്വം? അതല്ല. തദിഹ രമണീയാം ചരണേ അഭ്യാശേ ഹയതേ രമണീയാം യോനി എന്ന ഏറ്റവും വൃത്തികെട്ട തത്വമാണോ? ഏതാ? ഭഗവാന്റെ മുഖത്ത് നിന്ന് സൃഷ്ടിക്കപ്പെട്ടവനും ബ്രാഹ്മണൻ, അതുകൊണ്ട് കേട്ടകറി ഉയർത്തി അവനുള്ള പദവി ലോകത്തൊരാൾക്കുമില്ലെന്ന മനുസ്മൃതിയുടെ 1-ാം അധ്യായം 100-ാമത്തെ വചനത്തെ ഞാൻ എടുക്കണമോ? അതല്ല, മനുഷ്യരെ നിങ്ങളൊക്കെ ഒരച്ഛന്റെ അമ്മയുടെ മക്കളാ, അതുകൊണ്ട് തമ്മ് തല്ലലേ എന്ന് പറയുന്ന ദൈവീക വാചകത്തെ ഞാൻ എടുക്കണമോ? മനുഷ്യനിർമ്മിതമായ വാചകം എന്താണ്? മനുസ്മൃതിയിലെ 1-ാം അധ്യായം 100-ാമത്തെ വചനം, മനുസ്മൃതിയിലെ 4-ാം അധ്യായം 210 മുതലുള്ള വാചകങ്ങൾ, 18 വരെയുള്ള വാചകങ്ങൾ. ഞാൻ ഏതാ എടുക്കേണ്ടത്? ഭഗവാന്റെ മുഖത്ത് നിന്ന് സൃഷ്ടിക്കപ്പെട്ട ബ്രാഹ്മണൻ ശൂദ്രനേക്കാൾ ശ്രേഷ്ഠൻ. അതുകൊണ്ട് ശൂദ്രനെ എന്തും ബ്രാഹ്മണന് ചെയ്യാം. പക്ഷെ ബ്രാഹ്മണന് നേരെ ശൂദ്രൻ കൈയോങ്ങിയാൽ അവന്റെ കൈ മുറിച്ചു കളയണം, സംസാരിച്ചാൽ നാവ് ഛേദിച്ചു കളയണം എന്ന് പറയുന്ന സവർണ മേധാവിത്വമാണോ ഞാൻ സ്വീകരിക്കേണ്ടത്? അതല്ല. കറുത്തവനായാലും വെളുത്തവനായാലും പാശ്ചാത്യനായാലും പൗരസ്ഥനായാലും അറബിക്ക് അനറബിയെക്കാളോ, അല്ലെങ്കിൽ കറുത്തവന് വെളുത്തവനേക്കാളോ, അതല്ലെങ്കിൽ ഒരു ഖുറൈശിക്ക് മറ്റൊരു ഗോത്രക്കാരനേക്കാളോ യാതൊരു പ്രത്യേകതയും ഇല്ല. നിങ്ങളുടെ നന്മയാണ് ദൈവസന്നിധിയിൽ ശ്രേയസ്കരമായി തീരുന്നത് എന്ന് പറയുന്ന മനുഷ്യനെ സൃഷ്ടിച്ച പടച്ചവന്റെ വാക്കാണോ ഞാൻ ഏതാ മുഖവിലക്കെടുക്കേണ്ടത്? മാനവതയോട് ഈ ചോദ്യം വളരെ ഗൗരവകരമായ ചോദ്യമാണ്. ഞാൻ ഏത് സ്വീകരിക്കണം? ഖുർആനിൽ 20-ലധികം തവണ മനുഷ്യരെ എന്ന് വിളിക്കുന്നു. സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കൂ എന്നത് സങ്കുചിതമായ ഒരു മുദ്രാവാക്യമാണ്. ആർക്കെതിരെ? സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കൂ എന്ന് പറയുമ്പോ ആർക്കെതിരെ? നിങ്ങൾക്കറിയാം, കാർൽ മാർക്സിന്റെ പ്രതിമയുടെ ചുവട്ടിൽ സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കൂ എന്ന വാചകം കമ്മ്യൂണിസ്റ്റുകാരാണ് മായ്ച്ചു കളഞ്ഞത്, അല്ലേ? പോളണ്ടിലെ തെരുവീതികളിൽ അവിടുത്തെ തൊഴിലാളി വർഗത്തിന്റെ നേതാവ് അന്ന് പ്രഖ്യാപിച്ച പ്രഖ്യാപനം എന്താണ്? ഞങ്ങൾ കമ്മ്യൂണിസം അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഭക്ഷണം ചോദിക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ടായിരുന്നു, പാർപ്പിടം ചോദിക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ടായിരുന്നു. അതുപോലെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന വളരെ പ്രധാനമായ കാര്യമാണ്. അതുപോലെ തന്നെ വേദഗ്രന്ഥങ്ങളിലൂടെയും ജീവിതത്തിലൂടെയും കടന്നു പോകുമ്പോ, പ്രവാചകന്റെ വാചകത്തിലൂടെ കടന്നു പോകുമ്പോ, മതത്തിന്റെ കൃത്യമായ സ്രോതസ്സുകളിലൂടെ കടന്നു പോകുമ്പോ മനുഷ്യരോർക്കാൻ, എല്ലാവർക്കും പഠിക്കാൻ, എല്ലാവർക്കും മനസ്സിലാകുന്ന വിധത്തിൽ സംസാരിക്കാൻ, അതാണ് ഖുർആനിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. വിശുദ്ധ ഖുർആൻ മനുഷ്യരോടുള്ള സംസാരത്തിൽ കൃത്യമായ നീതി പുലർത്തി, ആരെയും പ്രത്യേകമാക്കിയില്ല. ആരുമാരുടെ? നിങ്ങൾക്കറിയാം, ചതുർവർണ്ണം മയാസൃഷ്ടം ഗുണകർമ്മ വിഭാഗശേ എന്ന് ശ്രീമദ് ഭഗവത്ഗീതയിൽ പിന്നുണ്ടായതാ. അതായത് ഭീഷ്മപർവം മുതൽ മഹാഭാരതത്തിലെ 25 മുതൽ 42 വരെ നീണ്ടു കിടക്കുന്ന 18 അധ്യായമുള്ള
ശ്രീമദ് ഭഗവത്ഗീതയിൽ പോലും കർമ്മമനുസരിച്ചാണ്, ചാതുർവർണ്ണ്യം ജന്മമനുസരിച്ചല്ലെന്ന സ്വാമി വിവേകാനന്ദന്റെ ഒരു വ്യാഖ്യാനത്തോടെ നമ്മൾ വായിക്കുന്ന വാചകങ്ങളിൽ പോലും ഈ ഉച്ചനീചത്വങ്ങൾ നമുക്ക് കാണാൻ കഴിയും. മറിച്ച് ലോകത്തിന്റെ ഏത് കോണുകളിൽ ജീവിക്കുന്നവനാണെങ്കിലും മനുഷ്യർ എന്ന നിലയിൽ ഞാൻ പറഞ്ഞുവല്ലോ, സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കൂ എന്ന് പറയുമ്പോ ആർക്കെതിരെ എന്ന് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് ആ വാചകം കാർൽ മാർക്സിന്റെ പ്രതിമയുടെ ചുവട്ടിൽ നിന്ന് ആളുകൾ മാന്തി ആ പ്രതിമ തകർത്ത് കളഞ്ഞത് ആ കാലഘട്ടത്തിൽ. ഞാൻ ആ ഭാഗത്തേക്ക് കടന്നു പോകുന്നില്ല. സർവ്വരാജ്യ മുതലാളിമാരെ സംഘടിക്കൂ എന്ന് പറയുമ്പോ ആർക്കെതിരെ? വിശ്വ ഹിന്ദുക്കളെ സംഘടിക്കൂ എന്ന് പറയുമ്പോ ആർക്ക് വേണ്ടി, ആർക്കെതിരെ, ആർക്ക് അനുകൂലമായി എന്നത് വളരെ ഇവിടെ ഖുർആൻ വിളിക്കുന്നത് യാ അയ്യുഹന്നാസ്, യാ അയ്യുഹന്നാസ്, യാ അയ്യുഹന്നാസ് എത്ര വ്യക്തമാണ്. അതേ വിശുദ്ധ ഖുർആൻ ഫൽയൻദുറിൽ ഇൻസാൻ മിമ്മ ഖുലിഖ ഫൽയൻദുറിൽ ഇൻസാനു ഇലാ തുആമിഹി യാ അയ്യുഹൽ ഇൻസാൻ മാ ഗുർറക ബിറബ്ബിക്കൽ കരീം യാ അയ്യുഹന്നാസ് ഇന്ന റബ്ബക. വിശുദ്ധ ഖുർആൻ പറയാൻ യാ അയ്യുഹന്നാസ് മനുഷ്യരെ വിളിച്ചുകൊണ്ട് പറയാണ്, ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ്. ഖുർആന്റെ 2-ാം അധ്യായം 21-ാമത്തെ വചനം, ഖുർആന്റെ 2-ാം അധ്യായം 168-ാമത്തെ വചനം, ഖുർആന്റെ 2-ാം അധ്യായം 213-ാമത്തെ വചനം, ഖുർആന്റെ 4-ാം അധ്യായം 1-ാമത്തെ വചനം, ഖുർആന്റെ 7-ാം അധ്യായം 158-ാമത്തെ വചനം, ഖുർആന്റെ 22-ാം അധ്യായം 1-ാമത്തെ വചനം, 3-ാമത്തെ വചനം, 5-ാമത്തെ വചനം, 7-ാം 9-ാമത്തെ വചനം, 11-ാമത്തെ വചനം, 73-ാമത്തെ വചനം. ഈ വചനങ്ങളിലെല്ലാം ഖുർആനിലെ 82-ാം അധ്യായം 6-ാമത്തെ വചനം, ഖുർആനിലെ 49-ാം അധ്യായം 13-ാമത്തെ വചനം, ഖുർആനിലെ 84-ാം അധ്യായം 5-6 വചനങ്ങൾ, ഖുർആനിലെ 85-ാം അധ്യായം 5-6-7 വചനങ്ങൾ. അതിലൊക്കെ വിളിക്കുന്നത് 714 കോടി മനുഷ്യരെയുമാണ്. എങ്കിൽ നമ്മളത് ചെവി കൊടുക്കേണ്ടതില്ലേ? നിങ്ങൾ ആലോചിച്ചു, എന്റെ പ്രിയപ്പെട്ട ഭാസ്കരേട്ട, ഒന്ന് ചെവി കൊടുക്കേണ്ടതില്ലേ? മനുഷ്യരെ എന്ന് വിളിച്ച് സർവ്വകാര്യങ്ങളും സംസാരിക്കുന്ന ഒരു ഗ്രന്ഥം മുഹമ്മദ് നബിയുടെ കരങ്ങളിലൂടെ ദൈവം അവതരിപ്പിച്ചു എന്നതാണോ പാപകർമ്മം? സൗദി അറേബ്യയിൽ നിന്ന് ലോകത്തിന്റെ അഷ്ടദിക്കുകളിലേക്ക് അതെത്തി എന്നതാണോ അത് സ്വീകാര്യമല്ല എന്ന് പറയുന്നതിന്റെ പൊരുള്? വിജ്ഞാനം ലോകത്തിന്റെ ഏത് കോണുകളിലായാൽ എന്താ, ലോകത്തെവിടെയും സ്വീകരിക്കാമല്ലോ. മാനവിക മൂല്യങ്ങളുടെ ഏതെങ്കിലും ഒരു നല്ല കാര്യം ഇന്ത്യയിൽ നിന്ന് സൗദിക്കും സ്വീകരിക്കാം, സൗദിയുടേത് ഇവിടുന്ന് അങ്ങോട്ടും സ്വീകരിക്കാം. അത് എന്തും അങ്ങനെയാണ്. ഇന്ത്യയിലെ ഒരു രാജാവ് ഒരു ഇഞ്ചി നിറച്ച പാത്രം റസൂലുള്ളാഹിക്ക് കൊടുത്തയച്ചു എന്ന് പിന്നെ ഹാക്കിമിന്റെ റിപ്പോർട്ടിൽ മുസ്തദറക്കിൽ നാം വായിക്കുന്നുണ്ട്. ആ ഇഞ്ചി പ്രവാചകൻ അനുയായികൾക്ക് വീതിച്ചു കൊടുത്തെന്നും അതിലൊരു കഷ്ണം പ്രവാചകൻ ഭുജിച്ചുവെന്നും ഈ മുസ്തദറക്കിൽ രേഖപ്പെടുത്തിയതായി ഞാനും നിങ്ങളും കണ്ടെത്തുകയാണ്. ഞാൻ പറയുന്നത്, ലോകത്ത് ആദാനപ്രധാനമായ, അതല്ലെങ്കിൽ കൊണ്ടും കൊടുത്തും ഗിവൻ ടേക്ക് പോളിസി സ്വീകരിച്ച ഒരു രാജ്യത്ത് എന്തുകൊണ്ട് കണിശമായ വേദപഠനങ്ങൾ നടക്കുന്നില്ല? എന്തുകൊണ്ട് കമ്പാരറ്റീവ് റിലീജിയൻ, താരതമ്യ മതപഠനങ്ങൾ എന്തുകൊണ്ട് നടക്കുന്നില്ല? ദാർശനികമായ പഠനങ്ങൾ എന്തുകൊണ്ട് ലോകത്ത് നടക്കുന്നില്ല? അവിടെയാണ് യുക്തിവിചാരത്തിൽ എഴുതിവിടുന്ന യുക്തിയില്ലാത്ത, മാനവ സമൂഹത്തോട് സ്നേഹമില്ലാത്ത വൃത്തികേടുകളുടെ വാചകങ്ങൾ നമ്മൾ കാണുന്നത്. അവിടെയാണ് മതം പ്രസക്തമാകുന്നത്. ഇസ്ലാം എന്ന് പറയുന്നത് സയൻസ് വിദ്യാർത്ഥികൾക്ക് സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ കൂടെ ഇരുന്ന് റെഫർ ചെയ്യാൻ കൊടുത്ത ഒരു ഗ്രന്ഥമല്ല ഖുർആൻ. ആൽബർട്ട് ഐൻസ്റ്റീനോ, സർ ഐസക് ന്യൂട്ടനോ, കോപ്പർനിക്കസിനോ, ഗലീലിയോ, ബ്രൂണോയിനോ അതുപോലുള്ള ആളുകളുടെ കൈകളിൽ ഒരു ശാസ്ത്ര പുസ്തകമായിട്ടല്ല വിശുദ്ധ ഖുർആൻ കൊടുത്തിട്ടുള്ളത്. മറിച്ച് ലോകത്ത് മനുഷ്യന്റെ ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ടെന്ന് പറയാനാണ് ആ ഗ്രന്ഥം കാര്യമായി അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. മനുഷ്യ ജീവിതത്തിനൊരു ലക്ഷ്യം, മനുഷ്യ ജീവിതത്തിനൊരു തുടക്കം, മനുഷ്യ ജീവിതത്തിനൊരു മരണം, അതൊരു വാതിൽ, അതൊരു കവാടം. മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തിലേക്കുള്ള യാത്ര, രക്ഷകളുടെ, ശിക്ഷകളുടെ, സ്വർഗ നരകങ്ങളുടെ ഒരു ലോകം, നീതിയുടെ, ന്യായത്തിന്റെ, ധർമാധർമ്മങ്ങളുടെ ഒരു ലോകത്തെ കുറിച്ചുള്ള പ്രതീക്ഷ. അതാണ് ഖുർആനിന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഖുർആനിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ലോകത്തെ ഏറ്റവും കൂടുതൽ മൊറാലിറ്റി കാത്തു സൂക്ഷിച്ച ഒരേ ഒരു ഗ്രന്ഥം എന്നെനിക്ക് ധൈര്യസമേതം ഏത് വേദികളിലും, ഏത് സംവാദ വേദികളിലും, ഏത് ഖണ്ഡന മണ്ഡലങ്ങളിലും സത്യസന്ധമായി പറയാൻ കഴിയും. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ഖുർആനിന്റെ പേജുകളിലൂടെ വായിച്ചു പോയ ഒരു എളിയ ഇസ്ലാമിക പ്രബോധകൻ എന്ന നിലയിൽ എനിക്ക് പറയാൻ കഴിയും, മാനവിക വിരുദ്ധമായ, മനുഷ്യത്വത്തിന് നിലക്കാത്ത അരവാചകം ചൂണ്ടിക്കാണിക്കാൻ എന്റെ പ്രസംഗം അവസാനിക്കുന്നതിന് മുമ്പ് ന്യായമായി കഴിവുള്ളവർ ന്യായമായി വന്നാൽ അവർക്ക് അവസരം നൽകുന്നതാണ്. ഇല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു.
ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ ഖുർആൻ തുറന്നു വെച്ച് അത് വായിച്ചു കളിപ്പിച്ച് ഇത് മനുഷ്യത്വത്തിനെതിരാണ് എന്ന് തെളിയിക്കാൻ ശാസ്ത്രീയമായി, സയന്റിഫിക്കായി, അതുപോലെ ഹിസ്റ്റോറിക്കലായി, എത്തിക്സിന്റെ മേഖലകളിൽ ഏതെങ്കിലും ഒരു രൂപത്തിൽ സ്ഥാപിക്കാൻ സാധിക്കില്ല എന്നതിന് കുറച്ച് വിശ്വസിക്കാൻ കഴിയും. അത്ര കൃത്യമായി എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷെ മുസ്ലിമീങ്ങൾ അവർ പല രൂപത്തിൽ ജീവിക്കുന്നു എന്നതിന് എനിക്ക് അഭിപ്രായ ഭിന്നതയില്ല. ഖുർആനിന്റെ സമ്പൂർണമായ ജീവിക്കുന്ന മാതൃകയാണ് ഞാൻ എന്ന അഭിപ്രായം ഞാൻ പറയുന്നില്ല. പക്ഷേ മാതൃക തേടി അന്വേഷിച്ചു ചെല്ലുമ്പോൾ അതാണ്. അപ്പൊ നിങ്ങൾ നോക്ക്, മദ്യമുക്തമായ ഒരു രാജ്യത്തെ സൃഷ്ടിക്കാൻ വേണ്ടി ഒരാൾ ആഗ്രഹിച്ചു. അങ്ങനെ കാർൽ മാർക്സിന്റെ സിദ്ധാന്തങ്ങൾ അയാൾ പഠിക്കാൻ തയ്യാറായി. കാർൽ മാർക്സ് എന്ന വ്യക്തിയെ റോൾ മോഡലായി നിശ്ചയിക്കാൻ അയാൾ തീരുമാനിച്ചു. അയാൾക്ക് ഒരു പിടി ദുഃഖം മാത്രമായിരിക്കും ബാക്കി. കാരണം എന്താ? ജീവിതത്തിൽ ഫുൾ ടൈം മദ്യപാനിയായിരുന്നു കാർൽ മാർക്സ് എന്ന് ഞാൻ പറഞ്ഞല്ല. ദേശാഭിമാനി പബ്ലിക്കേഷൻ പ്രസിദ്ധീകരിച്ച കാർൽ മാർക്സിന്റെ ജീവിതത്തെ കുറിച്ച അദ്ദേഹത്തിന്റെ വാക്കുകൾ അദ്ദേഹം പറയുന്നുണ്ട്. എന്റെ യൂണിവേഴ്സിറ്റി അതൊരു ചാരായശാല കൂടിയായിരുന്നു. ഞാൻ മദ്യപിച്ചിട്ട് എന്നെ പോലീസ് അറസ്റ്റ് ചെയ്തു. എന്റെ പ്രിൻസിപ്പൽ എനിക്കെതിരെ കേസ് കൊടുത്തു. ഞാൻ ജയിലിലടക്കപ്പെട്ടു. അവിടെ എന്റെ കമ്പനിമാർ ആളുകളൊക്കെ മദ്യപാനികളായിരുന്നു. കള്ളുഷാപ്പിൽ വെച്ച് കള്ളു കുടിച്ച് ബഹളമുണ്ടാക്കി എന്നെ പോലീസ് ഓടിച്ചിട്ടിടിച്ചു എന്നും കാർൽ മാർക്സ് പറയുന്നു. നിരാശ മാത്രമായിരിക്കും നമുക്ക് ഉണ്ടാവുക. നിരാശ ഞാൻ വെറുതെ പറയല്ല. ബൈബിളിൽ സമ്പൂർണമായ ധാർമ്മികത തേടി ഒരാൾ കടന്നു വന്നു എന്ന് വിചാരിച്ചോളൂ. അബ്കാരി കോൺട്രാക്ടർമാർ ലോകത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആരും നിഷേധിച്ചിട്ട് കാര്യമല്ല. അബ്കാരി കോൺട്രാക്ടർമാർ ബൈബിൾ തുറന്നു വെച്ചു. പള്ളിയിൽ അച്ഛനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. അച്ഛോ, കാനായിലെ കല്യാണ വിരുന്നിൽ യേശുക്രിസ്തു വന്ന് പച്ചവെള്ളം മദ്യമാക്കിയതല്ലേ ഒന്നാമത്തെ അത്ഭുതം? അതേ എന്ന് അദ്ദേഹം പറയും. ഒന്നാമത്തെ അത്ഭുതം. അപ്പൊ ചോദിക്കണം അബ്കാരി കോൺട്രാക്ടർ, അതായത് കല്യാണ സദസ്സിൽ വിളമ്പിയ മദ്യം തീർന്നുപോയി. അപ്പോ ഭരണികളിലും വെള്ളമൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞു. ആ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റി. എന്നിട്ട് ബൈബിൾ പറയാണെന്ത്? യേശുക്രിസ്തു അത് കൊടുത്തപ്പോ നേരത്തെ കുടിച്ച മദ്യത്തെക്കാൾ സ്ട്രോങ് ആയി പൂക്കുറ്റിയായി പോയി. മനുഷ്യന്മാര് കാട്ടായി അടിച്ച് പൂക്കുറ്റിയായി, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ. ഇത് വെച്ചിട്ട് അബ്കാരി കോൺട്രാക്ടർമാർ പള്ളിയിൽ അച്ഛന്മാരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. മഹാനായ പ്രവാചകനും ദൈവപുത്രനുമായ യേശുക്രിസ്തുവിനെ പച്ചവെള്ളം വീഞ്ഞാക്കി മദ്യമായി സപ്ലൈ ചെയ്യാമെങ്കിൽ സ്പിരിറ്റ് ഞങ്ങൾക്ക് എന്തുകൊണ്ട് മദ്യാക്കിക്കൂടാന്നൊരു ചോദ്യം അവർ ലോക ക്രൈസ്തവരോട് ചോദിക്കുന്നുണ്ട്. എന്ത് മറുപടി പറയും? നേരെ മറിച്ച് ഈസാ നബി യേശുക്രിസ്തു കാണിച്ച ഒന്നാമത്തെ അത്ഭുതം ഖുർആനിൽ എന്താണ്? ഖുർആനിൽ എന്താ? അതാണ് പ്രശ്നം. യേശുക്രിസ്തുവിന്റെ മാതാവിനെ, യാ ഉഖ്ത ഹാറൂൻ, ഹാറൂന്റെ സഹോദരി, നീ ഇങ്ങനെ മ്ലേച്ഛയായി പോയല്ലോ, നിന്റെ കുടുംബക്കാരൊക്കെ നല്ലതായിരുന്നല്ലോ, എന്ത് നീ ഇങ്ങനെ ആയിപ്പോയത് എന്ന് ചോദിച്ച് സ്വന്തം മാതാവിനെ പരിഹസിച്ച ജൂതന്മാരോട് തൊട്ടിലിൽ കിടന്ന് സംസാരിക്കുന്ന അത്ഭുതം യേശുക്രിസ്തു കാണിച്ചു എന്ന് പറയുന്ന, യേശുവിലൂടെ പടച്ചവനെ പ്രകടിപ്പിച്ചു എന്ന് പറയുന്ന ഒന്നാമത്തെ അത്ഭുതം. സ്വന്തം മാതാവിന്റെ ചാരിത്രശുദ്ധിയിൽ അവർ പറഞ്ഞതെന്താ? അവർ പറഞ്ഞതെന്താ? ഈ മറിയം ബീവിയെ കുറിച്ച് പിഴച്ചവളെന്ന്. യാ ഉഖ്ത ഹാറൂൻ, ഹാറൂന്റെ സഹോദരി, നീ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന ആക്ഷേപമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അവിടെ തൊട്ടിലിൽ നിന്ന് എനിക്ക് വേദഗ്രന്ഥം നൽകി, എന്നെ നബിയാക്കി, എന്റെ മാതാവ് മറിയം അവർ പരിശുദ്ധയാണ്, അവർ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് സംസാരിച്ച അത്ഭുതമാണ് ഖുർആൻ പറയുന്നത്. അപ്പൊ ഒരു ഭാഗത്ത് ബൈബിൾ യേശുക്രിസ്തു ഒന്നാമതായി കാണിച്ച അത്ഭുതം കാനായിലെ കല്യാണ വിരുന്നിൽ പച്ചവെള്ളം വിളമ്പീന. ആധുനിക കേരളം ഇന്ന് ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്നത് കല്യാണത്തിന്റെ തലേ ദിവസവും കല്യാണത്തിന്റെ അന്നും പിറ്റേന്നും കല്യാണ വീടുകളിൽ യഥേഷ്ടം വിദേശ മദ്യം വിളമ്പി അടിയുണ്ടാകുന്നു എന്നതാണ് ഇന്നത്തെ വീട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം. അതിന് നേതൃത്വം നൽകിയ ഒന്നാമത്തെ ആള് യേശുക്രിസ്തുവാണ് എന്ന് ബൈബിളിൽ ജൂതന്മാർ, അല്ലാതെ ബൈബിളിന്റെ കുഴപ്പമില്ല, ജൂതന്മാരുടെ കൈകടത്തലുകൾക്ക് വിധേയായി അവർക്ക് മദ്യപിക്കണം, അതിന് യേശുക്രിസ്തുവിനെ മദ്യം വിളമ്പിയവനാക്കണം. അവിടെയാണ് വേദഗ്രന്ഥങ്ങളിൽ മനുഷ്യരുടെ കൈകടത്തലുകൾ ഉണ്ടായി എന്ന് ഞാൻ പറയാൻ കാരണം. ഇന്നാ അൻസൽന തൗറാത ഫീഹാ ഹുദൻ വനൂർ, വിശുദ്ധ ഖുർആൻ 5-ാം അധ്യായം 44-ാമത്തെ വചനം. തീർച്ചയായും തൗറാത്തിൽ പ്രകാശമുണ്ട്, ഇഞ്ചീലിൽ പ്രകാശമുണ്ട്, മാർഗദർശനമുണ്ട്. പിന്നെ എന്ത് സംഭവിച്ചു? ഫവൈലുൽ ലില്ലദീന യക്തുബൂനൽ കിതാബ ബിഐദീഹിം ثم يقولون هذا من عند الله ليشتروا به ثمنا قليلا فويل لهم مما كتبت ايديهم فويل لهم مما يكسبون. വല്ലാത്തൊരു വാക്ക്. ലോകവേദങ്ങൾ പഠിക്കുമ്പോ സ്വാമി വിവേകാനന്ദൻ ഒരു വാക്ക് കണ്ടപ്പോ എനിക്ക് ഖുർആന്റെ വചന ഓർമ്മ. ഓ,
ഗംഭീരമായ എന്താ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്? ഖുർആനിലെ 2-ാം അധ്യായം 79-ാമത്തെ വചനം, ഖുർആനിലെ 2-ാം അധ്യായം സൂറത്ത് ബഖറ 79-ാമത്തെ വചനം, സൂറത്ത് ആൽ ഇംറാനിലും ഉണ്ട് ഇതേ കാര്യം. ഇതല്ലാത്ത ഒരു രൂപം, ഫവൈലുൽ ലില്ലദീന യക്തുബൂനൽ കിതാബ ബിഐദീഹിം സുമ്മ യഖൂലൂന ഹാദാ മിൻ ഇൻദില്ലാഹ്. അതായത് സ്വന്തം കൈ കൊണ്ട് കിതാബ് എഴുതി ഉണ്ടാക്കി, മാർക്കോസിന്റെ, യോഹന്നാന്റെ, ലൂക്കോസിന്റെ എന്നൊക്കെ പറഞ്ഞിട്ട് സ്വന്തമായി കുറെ സുവിശേഷങ്ങൾ എഴുതി ഉണ്ടാക്കി. സുമ്മ യഖൂലൂന ഹാദാ മിൻ ഇൻദില്ലാഹ്, സർവശക്തനായ ദൈവത്തിൽ നിന്നുള്ളതാണിത്. അതുകൊണ്ടാണ് യുക്തിവാദികൾക്ക് വിമർശിച്ച് തരിപ്പണാക്കാൻ കഴിയുന്നത്. കാരണം പഞ്ചേന്ദ്രിയ പരിമിതിയുള്ള മനുഷ്യന്റെ പൊട്ടപ്പോയത്വം അത് വേദഗ്രന്ഥത്തിൽ സത്യവേദ പുസ്തകം തന്നെ കൊടുത്തു. സ്വാഭാവികമായിട്ട് അതെടുത്ത് കശക്കി എറിഞ്ഞു യുക്തിവാദികളും നിരീശ്വരവാദികളും വേദഗ്രന്ഥത്തെ എതിർക്കുന്നവരും. നേരെ മറിച്ച് ഖുർആനിൽ നിന്നൊരക്ഷരം ഇന്ന് വരെ താത്വികമായി വിമർശിക്കാൻ ഇസ്ലാം പഠിച്ച പണ്ഡിതന്മാരുടെ മുമ്പിൽ നട്ടിലുണ്ടായിട്ടില്ല ഒരു യുക്തിവാദിക്ക്. നാളെ ഉണ്ടാവില്ല, മറ്റന്നാളും ഉണ്ടാവില്ല. എനിക്ക് ഉറപ്പാണ്. എന്താ ഉറപ്പ്? ഈ സൂര്യനും ചന്ദ്രനും ഭൂമിയും ആകാശവും എത്ര സത്യമാണോ അതിനേക്കാൾ വലിയ സത്യമാണ്. യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുതിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. അതാ അല്ലാഹു പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രകാശത്തെ അവരുടെ വായ കൊണ്ട് ഊതിക്കെടുത്താം എന്നവർ വിചാരിക്കുന്നു. സാധ്യമല്ല. എത്ര സത്യനിഷേധികൾ അതിനെ എതിർത്താലും സാധ്യമല്ല. നിങ്ങൾ പഠിച്ചു നോക്കിക്കോളൂ. ഇസ്ലാമിന്റെ ഓരോ വിഷയങ്ങളും കാലത്തെ അതിജയിക്കുന്നതാണോ എന്ന് ഗൗരവമായ പഠനങ്ങൾ എടുത്തോളൂ. ഏത് കാര്യവും. ഇപ്പൊ വിശുദ്ധ ഖുർആൻ അത് ആർക്കുള്ളതാണ്? അത് മുസ്ലിമീങ്ങളുടെ വേദഗ്രന്ഥമാണോ? പരിശോധിക്കപ്പെടേണ്ടതാണ്. അലിഫ് ലാം റാ കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനദ്ദുലുമാതി ഇലൻ നൂർ. വല്ലാത്തൊരു വാക്കല്ലേ അത്? ഖുർആനിലെ 14-ാം അധ്യായം 1-ാമത്തെ വചനമാണ്. അലിഫ് ലാം റാ കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനദ്ദുലുമാതി ഇലൻ നൂർ. സുഹൃത്തുക്കളെ, നേർക്ക് നേരെ അതിന്റെ അർത്ഥം എന്താ അറിയോ? പ്രവാചകനിലൂടെ ഈ ഗ്രന്ഥത്തെ നാം അവതരിപ്പിച്ചിട്ടുള്ളത് എന്തിനാണ്? പ്രവാചകരെ ഇരുട്ടിൽ നിന്ന് മാനവകുലത്തെ, മാനവരാശിയെ, ഹിന്ദുവിനെ, മുസ്ലിമിനെ, ക്രിസ്ത്യാനിയെ, ജൈനനെ, ബൗദ്ധനെ, ബ്രാഹ്മണനെ, ക്ഷത്രിയനെ, ശൂദ്രനെ, പറയനെ, പുലയനെ, ചണ്ടാലനെ എന്ന് പറയല്ല, മനുഷ്യരെ മുഴുവനും ഇരുട്ടിൽ നിന്ന്. ഏതാണ് ആ ഇരുട്ട്? അധർമ്മത്തിന്റെ ഇരുട്ടുകൾ, ബൗദ്ധൈവത്വത്തിന്റെ ഇരുട്ടുകൾ, അനീതിയുടെ ഇരുട്ടുകൾ, നീതിയുടെ ലോകത്തേക്കുള്ള പ്രവേശനം. അപ്പൊ എല്ലാ നിലക്കുമുള്ള അജ്ഞതകളിൽ നിന്ന്, അധർമ്മങ്ങളിൽ നിന്ന്, അല്ലെ, യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യം തദാത്മാനം സൃജമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മസംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. അല്ലെ, ശ്രീമദ് ഭഗവത്ഗീത 18 അധ്യായമുള്ള ഗീതയിലെ 4-ാം അധ്യായം 7-8 ശ്ലോകങ്ങളിൽ പറയുന്നത്, എവിടെ ധർമ്മത്തിന് ച്യുതി സംഭവിക്കുന്നുവോ, എവിടെ അധർമ്മം കുടികുത്തി വാഴുന്നുവോ അവിടെ ധർമ്മത്തിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി. അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി. അതെന്താ? അദ്വൈത സിദ്ധാന്തം തെറ്റാണ്. ശ്രീമദ് ഭഗവത്ഗീതയിലെ 4-ാം അധ്യായത്തിലെ 7-8 ശ്ലോകം ഉദ്ധരിച്ചോ, അതോടുകൂടി ശങ്കരാചാര്യരുടെ ദർശനം അറബിക്കടലിൽ പോയി. അതെന്താ? ഇതിങ്ങനെ ക്ലിയർ ആയി പറയേണ്ട ഒരു കാലഘട്ടം അത്, അല്ലെങ്കിൽ അപകടമാണ്. അതെന്താ അങ്ങനെ? കാരണം അഹം ബ്രഹ്മാസ്മി തത്വമസി, അഹം ബ്രഹ്മാസ്മി തത്വമസി. അതായത് സെന്നവസ് എന്ന ഇറാനിയൻ ഗ്രന്ഥമാണ് ഇന്ത്യയിലേക്ക് ഇത് കൊണ്ടുവന്നത്. അനൽ ഹഖ് അൻതൽ ഹഖ്, ഞാൻ ദൈവം, നീയും ദൈവം. അതിൽ നിന്നാണ് ഇതിന്റെ തുടക്കം. അവിടെയാണ് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുന്നത്. ഞാനും ദൈവം, നീയും ദൈവം, തത്വമസി എന്ന് പറയുന്ന സിദ്ധാന്തം. ഈ സംഭവം എടുത്തു വെച്ചോ, ഞാനും നിങ്ങളും ദൈവമാണ് എങ്കിൽ ദൈവത്തിന് അധർമ്മം ഉണ്ടാവോ? ദൈവത്തിന് ചുതി ഉണ്ടാവോ? ദൈവത്തിൽ തെമ്മാടിത്തം ഉണ്ടാവോ? ദൈവം കള്ളുകുടിയനാവോ? ദൈവം പെണ്ണുപിടിയനാവോ? ദൈവം കൊലപാതകയാവോ? 44,389 ശിശുക്കളെ ബലാത്സംഗം ചെയ്ത സാത്താന്മാരായി മനുഷ്യർ അത് പതിച്ചു. അഹം ബ്രഹ്മാസ്മി തത്വമസി. പിന്നെന്തിനാ ധർമ്മത്തിന്റെ സംസ്ഥാപനത്തിന് ദൈവം മനുഷ്യരൂപത്തിൽ വരുന്നത്? മനുഷ്യൻ ദൈവമാണെങ്കിൽ ദൈവത്തെ നന്നാക്കാൻ പിന്നെ ദൈവം മനുഷ്യനാവേണ്ട കാര്യമുണ്ടോ? എന്താ അതിനാവശ്യം? അവിടെ ശങ്കര ദർശനം പൊളിഞ്ഞു വീഴുകയാണ്. ചതുർവേദത്തിന്റെ മുമ്പിൽ ശങ്കര ദർശനം പൊളിഞ്ഞു വീഴും, യാതൊരു സംശയമില്ല. അതൊരു സ്വതന്ത്ര ദർശനമാണ്, യുക്തിയുടെ ദർശനമാണ്, തോന്നിയതുപോലെയുള്ള ഒരു സിദ്ധാന്തമാണ്, അല്ലാതെ പ്രമാണങ്ങളുടെ പിൻബലമുള്ള ഒരു സിദ്ധാന്തമല്ല. ഋഗ്വേദത്തിന്റെ പിൻബലം അതിനില്ല. എത്രത്തോളം രാഹുൽ സാങ്കൃത്യായ വിശ്വദർശനത്തിൽ പറയാണ്, പുനർജന്മ സിദ്ധാന്തം
ജാതി വ്യവസ്ഥയുടെ നിർമ്മിതിയാണ് എന്നാണ്. കാരണം എന്താ? പുനർജന്മ സിദ്ധാന്തം ചതുർവേദത്തിൽ ഇല്ല. ചതുർവേദത്തിൽ സ്വർഗ നരകങ്ങളാ ഉള്ളത് എന്നാ. സ്വർഗത്തെ എന്ത്രത്തോളം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഫിലോസഫിയിൽ ഡോക്ടർ രാധാകൃഷ്ണൻ പറയാണ്, ഋഗ്വേദം പരിശോധിച്ചാൽ പോലും സ്വർഗ നരകങ്ങളെ കുറിച്ചുള്ള പരാമർശമാണ്. ഇപ്പൊ ഋഗ്വേദം 10-ാം മണ്ഡലം 121-ാമത്തെ സൂക്തം 1-ാമത്തെ ഋക്കിൽ പറയുന്ന എന്താ? ഹിരണ്യഗർഭഃ സമവർത്തദാഗ്രേ ഭൂതസ്യ ജാത പതിരേക ആസീത് സദാധാര പൃഥ്വിയും ദ്യാമുധേയമായ കശ്മൈദേവായ അഭിശാപിതേമ. അതിൽ പറയണെന്താ? ഭൂമിയെയും സ്വർഗത്തെയും അതത് സ്ഥാനങ്ങളിൽ സ്ഥാപിച്ചു കഴിഞ്ഞു എന്നാണ്. ഋഗ്വേദം 10-ാം മണ്ഡലം 121-ാമത്തെ സൂക്തം 1-ാമത്തെ ഋക്ക്. മുത്തഖീൻ ഖുർആൻ പറഞ്ഞു, സ്വർഗം മുത്തക്കികൾക്ക് വേണ്ടി തയ്യാർ ചെയ്ത് കഴിഞ്ഞു, നരകവും സ്വർഗവും ഒരുങ്ങിക്കഴിഞ്ഞു. ഋഗ്വേദം പറയുന്നതോ സ്വർഗവും ഭൂമിയും അതത് സ്ഥാനത്ത് ദൈവം സ്ഥാപിച്ചു കഴിഞ്ഞു എന്നാ. ആ സ്വർഗത്തെ കുറിച്ച് ഭഗവത്ഗീത 2-ാം അധ്യായം 2-ാമത്തെ വചനം 2-ാം അധ്യായം 37-ാമത്തെ വചനം എന്താ പറയുന്നത്? ഹദോവ പ്രാപ്സസി സ്വർഗം ചിദോവ ബോക്ഷസേ മഹീം തസ്മാദുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയ. ഹദോവ പ്രാപ്സസി സ്വർഗം ചിദോവ ബോക്ഷസേ മഹീം. അല്ലയോ കുന്തിപുത്ര അർജുന, ഇത് ധർമാധർമ്മ യുദ്ധമാണ്. കവചകുണ്ടലം അനുഗ്രഹമായി ലഭിച്ച കർണൻ എന്ന വികാരം, അതുപോലെ ദ്രോണാചാര്യർ, ഭീഷ്മാചാര്യർ, അശ്വത്ഥമാവ് എന്ന വികാരം ഒന്നും നിനക്ക് ഉണ്ടാവാൻ പാടില്ല. ഇത് ധർമാധർമ്മ പോരാട്ടമാണ്. അതുകൊണ്ട് ഈ ധർമ്മയുദ്ധത്തിൽ നീ കൊല്ലപ്പെട്ടാൽ ഹദോവ പ്രാപ്സസി സ്വർഗം ചിദോവ ബോക്ഷസേ മഹീം തസ്മാദുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയ. കണ്ടോ? അപ്പൊ സ്വർഗമുണ്ട്, നരകമുണ്ട്. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പൊളിച്ചെഴുതി മനോഹരമാക്കിയ ഒരു മതഭൂമിക ഇവിടെ സൃഷ്ടിക്കപ്പെടേണ്ടതുണ്ട്. ഞാനിത് പറയുമ്പോ ആളുകൾക്ക് തോന്നും, പടച്ചോനെ, വ്യത്യസ്ത മതവിഭാഗങ്ങളുടെ മതവിശ്വാസത്തെ, ആചാരത്തെ, അധർമ്മങ്ങളിൽ പടുത്തുയർത്തിയ ഒരു സംഭവത്തെയും ഭൂമിയിൽ നല്ല മനുഷ്യന്മാര് വെച്ചേക്കാൻ പാടില്ല. ഈ മഹാഭാരത യുദ്ധം നടക്കുമ്പോ ഗാന്ധാരിയോട് ദുര്യോധനൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. വല്ലാത്തൊരു ചോദ്യമാണ്. മനസ്സ് കുറിച്ചിടണം. എല്ലാരും മനസ്സിൽ കുറിച്ചിടേണ്ട ഒരു വാക്കാണത്. ദുര്യോധനൻ ഗാന്ധാരിയോട് ചോദിക്കണം, അമ്മയെ നമ്മൾ ജയിക്കുവോ? അങ്ങനെയാണല്ലോ നമ്മൾ ഏത് കാലത്ത് ഞങ്ങളാ ജയിക്കും. സത്യ ജയിക്കാന്നൊന്നുമില്ല, ഞങ്ങളാ ജയിക്കും. ഞങ്ങളവിടെ ഭാരതം ജയിക്കട്ടെ, പാകിസ്ഥാൻ തോൽക്കട്ടെ, പാകിസ്ഥാൻ ജയിക്കട്ടെ, ഭാരതം തോൽക്കട്ടെ. അങ്ങനെയാണല്ലോ ചിന്ത. അങ്ങനെയാണല്ലോ പഠിപ്പിക്കുന്നത്. അങ്ങനെ പഠിപ്പിച്ചാലേ അധികാരത്തിലെത്താൻ പറ്റും. അതാണല്ലോ നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയൊരു ദുരന്തം. നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ ദുരന്തം വർഗീയത പഠിപ്പിച്ചാലേ നാട്ടിൽ ഭരണാധികാരികളാകും. അല്ലെ? ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്നാൽ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയാവാം. സത്യം, വല്ലാത്തൊരു തത്വശാസ്ത്രമാണത്. ഏറ്റവും കൂടുതൽ ആളെ കൊന്ന ലോകം കണ്ട ഏറ്റവും വലിയ ഭീകരവാദിയാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയായത്. വല്ലാത്തൊരു തത്വമാണത്. ഞാൻ പറയുന്നത്, യഥോ ധർമ്മസ്തോ ജയ. എവിടെ ധർമ്മമുണ്ടോ അവിടെ വിജയമുണ്ട് എന്നവർ. എവിടെ ധർമ്മമുണ്ടോ അവിടെ വിജയമുണ്ട്. ഇതാണ് നമുക്ക് പറയാനുള്ളത്. എവിടെ മുസ്ലിം ഉണ്ടോ അവിടെ വിജയമുണ്ട് എന്നല്ല. എവിടെ വിജയമുണ്ട്, എവിടെ സത്യമുണ്ടോ അവിടെ വിജയം. എവിടെ ക്രിസ്ത്യാനി ഉണ്ടോ അവിടെ വിജയമുണ്ട്. എവിടെ സത്യമുണ്ടോ അവിടെ വിജയമുണ്ട്. അപ്പൊ നമ്മുടെ ഹൈക്കോടതിയുടെ ആർച്ചിൽ എഴുതി വെച്ചൊരു വാചകമുണ്ട്. ഹൈക്കോടതിയുടെ ആർച്ചിൽ എഴുതി വെച്ചൊരു വാചകം ഏതറിയോ? സത്യമേവ ജയതേ. സത്യമേ ജയിക്കാവൂ എന്നുള്ളതാണ്. കുൽ വകുൽ ജാഅൽ ഹഖ് വസാകൽ ബാതിലു ഇന്നൽ ബാതില കാന സഊക. സത്യം വന്നു, അസത്യം പരാജയപ്പെട്ടു. അസത്യം പരാജയപ്പെടേണ്ടത് തന്നെ. ഇനി നമുക്ക് വളരെ ഗൗരവമായി ചിന്തിക്കേണ്ടത്, എന്തുകൊണ്ട് ഇസ്ലാം കാലങ്ങളെ അതിജയിച്ചു? ഞാൻ ഏറ്റവും ലേറ്റസ്റ്റ് ഒരു ഉദാഹരണം പറയാം. ലോകത്തെവിടെയും ഈ കാലയളവിൽ നടക്കാത്ത, ലോകത്തൊരു ഭരണകൂടവും ഇന്ന് വരെ തന്റെ ഇടം കാണിച്ചിട്ടില്ലാത്ത ഒരു കാര്യം പറയാം. സൗദി രാജകുമാരനെ എന്തോ ചെയ്തു. എന്ത് ചെയ്തു? ഈ കഴിഞ്ഞ ദിവസം എന്താ ചെയ്ത്? സൗദി രാജകുമാരന് ശിക്ഷ നടപ്പാക്കി. എന്തേ ശിക്ഷ? സൗദി രാജകുമാരൻ ഒരു പൗരനെ കൊന്നു. ആ പൗരന്റെ കുടുംബക്കാർ രാജകുമാരന് വിട്ടുവീഴ്ച ചെയ്താൽ ഭരണകൂടം അയാൾക്ക് വിട്ടുവീഴ്ച ചെയ്യും. ആ കൊല്ലപ്പെട്ട മനുഷ്യന്റെ കുടുംബക്കാർ ഞങ്ങൾക്ക് വിട്ടുവീഴ്ച ഇല്ല, ഒന്നതിന് പകരം കൊല്ലണം, ഇസ്ലാമിക നിയമം നടപ്പാക്കണം എന്ന ഒരു വാശി പിടിച്ചു. സ്വാഭാവികമായും 15 ട്രിപ്പോളം നടന്ന ഈ ചർച്ചയുടെ ഒടുവിൽ സൗദി അറേബ്യ തീരുമാനിക്കുന്നു രാജകുമാരനെ കൊല്ലാൻ, നീതി നടപ്പാക്കാൻ. ഞാൻ ചോദിക്കുന്നു, ഈ കഴിഞ്ഞ ഏതെങ്കിലും ഒരു കാലയളവിൽ തത്തുല്യമായ ഒരു സംഭവം ലോകത്തിലെ ഏതെങ്കിലും മതദർശനങ്ങൾ നയിക്കുന്ന ഒരു നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം തെളിയിക്കാൻ കഴിയില്ല. നിരപരാധികളെ തൂക്കിയ ഒരുപാട് ചരിത്രം ഇന്ത്യക്കുണ്ടാവും. ഞാൻ വേറെ പറയുന്നു. ഞാൻ പറയുന്നത്, സൗദി അവിടെ രാജാവ് പറഞ്ഞതെന്താ അറിയോ? രാജാവും പ്രജയും ഒക്കെ കണക്കായി. ഇസ്ലാമിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ?
ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരു ഉന്നത കുലജാതയായ പെണ്ണ് മോഷ്ടിച്ചപ്പോ ഉന്നത കുലജാതയാണ് റെക്കമെൻഡുമായി ഉസാമയും നബിയും തമ്മിലുള്ള ബന്ധം അതാണ്. അടിമയായ ഉസാമ, ദരിദ്രനായ ഉസാമ, താഴേക്കിടയിലുള്ള ഉസാമ നബിയുടെ ഹൃദയത്തിലെ സ്ഥാനം, ആ ഉസാമ റസൂല് കൊടുത്ത സ്ഥാനം കൊണ്ടുള്ള ഒരു അധികാരം, ഒരു സ്വരം, അല്ലെങ്കിൽ ഒരു കൂടുതൽ സ്വാതന്ത്ര്യം, ഒരു സ്നേഹത്തിന്റെ സ്വാതന്ത്ര്യം ഉസാമ എടുക്കുകയാണ്. ഉസാമ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ വാചകം എന്തറിയോ? നബിയെ, ആ ഉന്നത കുലജാതയായ പെണ്ണ്, ആ ഉന്നത ഗോത്രക്കാരിയായ പെണ്ണ്, അവളെ കൈമുറിച്ചാൽ ആ ഗോത്രത്തിനൊരു മോശമാണ്, ആ ഗോത്രത്തിനൊരു അഭിമാന ക്ഷതമേൽക്കുകയാണ്. അതുകൊണ്ട് പ്രവാചക, താങ്കൾ ചെയ്യരുത്. പ്രവാചകന്റെ കണ്ണുകൾ ചുവന്നു തൊടുത്തു. പ്രവാചകന്റെ ശബ്ദമുയർന്നു, ഉസാമ, അള്ളാഹു നീതിക്ക് വേണ്ടി അത് നടപ്പാക്കാനായി എന്നെ നിയോഗിച്ചത്. എന്റെ സ്വന്തം മകളിലെ ഫാത്തിമ അത് മനസ്സിലാകണമെങ്കിലേ, പ്രവാചകന് ഫാത്തിമയോടുള്ള സ്നേഹം മനസ്സിലാകണമെങ്കിലേ, ആ സ്നേഹത്തിന്റെ മഹത്വം കൊണ്ട് അള്ളാഹുവിന്റെ ചില വിധികൾ പോലും ചരിത്രത്തിൽ അപാരമല്ലേ. പ്രവാചകന്റെ മരണശേഷം പ്രവാചകനിലേക്ക് വേഗത്തിൽ വന്നു ചേർന്ന മകൾ ഫാത്തിമയാണ്. അതാ സ്നേഹത്തിന്റെ ഭാഗം കൂടിയാണ്. നബിയുടെ വീട്ടിൽ ഒരു ചെറിയ തുണി കൊണ്ട് ഒരു ചെറിയ ജനലുണ്ടായിരുന്നു ഫാത്തിമയെ കാണാൻ. തിരിച്ചവിടെ നിന്നിങ്ങോട്ട് ഫാത്തിമയ്ക്ക് കാണാനും ഒരു ജനൽ. സ്നേഹമായിരുന്നു. ഫാത്തിമ എന്റെ കരളിന്റെ കരളാണ്, എന്റെ ജീവന്റെ ജീവനാണ്. ഫാത്തിമ വിവാഹിതയായിട്ടും ആ കവിൾത്തടത്തിൽ ഒരു പിതാവിന്റെ എല്ലാ ചുംബനങ്ങളും സമർപ്പിച്ച് സ്നേഹിച്ച് ഹൃത്തടത്തിൽ വെച്ച പൊന്നോമനപുത്രി ഫാത്തിമയാണ് ഉസാമ കട്ടതെങ്കിലും അവളുടെ കൈമുറിക്കുന്ന കാര്യത്തിൽ ഈ പ്രവാചകൻ അമാന്തം കാണിക്കില്ല. യാ അയ്യുഹല്ലദീന ആമനൂ കൂനു ഖവാമീന ബിൽ ഖിസ് ശുഹദാഅ ലില്ലാഹ്. വല്ലാത്തൊരു വാക്കാണ്. സത്യവിശ്വാസികളെ, വണ്ടൂരിലെ മുസ്ലിമീങ്ങളെ, ലോകത്തോട് നമുക്ക് നിർവഹിക്കാനുള്ള നീതിയുടെ ഉന്നതമായ ഒരു കാര്യത്തിൽപ്പെട്ടതാണത്. സത്യവിശ്വാസികളെ, നിങ്ങൾ നീതിക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കണം, അള്ളാഹുവിന്റെ സാക്ഷികളാകണം, നീതിയുടെ കാവലാളുകളാവണം, അനീതിക്ക് കൂട്ടുനിൽക്കരുത്. വലാ യജ്രിമന്നകും ശനആന ഖൗമിൻ അലാ അല്ലാ തഅദിലു അഅദിലു ഹുവ അഖ്റബു ലിത്തഖ്വ. ഒരു വിഭാഗത്തോടുള്ള ഈർഷ്യത, അവരോട് അനീതി പ്രവർത്തിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ എന്ന പ്രവാചകന്റെ വാക്ക്. എന്നിട്ട് ഉസാമയോട് എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം. എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവരോട്, എന്റെ പ്രിയപ്പെട്ട ക്രൈസ്തവരോട്, എന്റെ പ്രിയപ്പെട്ട യുക്തിവാദികളുടെ പ്രവർത്തകരോട് എല്ലാവരോടും എനിക്ക് പറയാൻ, റസൂൽ എന്ന് പറഞ്ഞു, ഉസാമ ഇന്നമാ അഹ്ലക മൻ കാന ഖബലകും. ഇതിനു മുമ്പ് ഒരുപാട് സമൂഹങ്ങൾ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ മുമ്പൊരു ജനത നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അവരിൽ ഉന്നതർ തെറ്റ് ചെയ്താൽ സർവ്വതും സ്വതന്ത്രരായി അവരെ വിട്ടേക്കുകയും അവരിലെ സാധാരണക്കാർ തെറ്റ് ചെയ്താൽ അവരെ ശിക്ഷിക്കുകയും ചെയ്യുന്ന ഒരു ഏർപ്പാട് ലോകത്തുണ്ടായിരുന്നു. അതുകൊണ്ടാ ഒരു ജനത നശിപ്പിക്കപ്പെട്ടത്. വലൗവല അൻഫുസികും വബിൽ വാലിദൈനി വൽഅഖ്റബീൻ ഇയകുൻ ഗനിയ്യൻ ഔ ഫഖീറാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നാലാം അധ്യായം 135-ാമത്തെ വചനത്തിൽ പറയുന്നത്, സ്വന്തം ബാപ്പാക്കെതിരായാലും ഉമ്മാക്കെതിരായാലും നാട്ടുകാർക്കെതിരായാലും കുടുംബക്കാർക്കെതിരായാലും സ്വന്തത്തിന് പോലും എതിരായാലും നീതിക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കാൻ പഠിപ്പിച്ച ലോകത്തിലെ ഒരേ ഒരു കാലാധിപത്യയായ ദർശനം അത് ഇസ്ലാമാണ്. നിങ്ങൾ മനുസ്മൃതി വായിച്ചാൽ ഉച്ചനീചത്വങ്ങളുടെയും അനീതികളുടെയും വരികളല്ലാത്ത ഒന്നും നമുക്കതിൽ കണ്ടുമുട്ടാൻ സാധിക്കില്ല. കാരണം അത് മനുഷ്യനിർമ്മിതമാണ്, അത് മനുഷ്യന്റെ കുഴപ്പമാണ്, അല്ലാതെ ദൈവത്തിന്റെ കുഴപ്പമല്ല, മതത്തിന്റെ കുഴപ്പമല്ല, ദർശനങ്ങളുടെ കുഴപ്പമല്ല. അവിടെയാണ് മതം എപ്പോഴും കാലത്തെ അതിജയിക്കുക പടച്ചോന്റെ മതാകുമ്പോൾ. ഇസ്ലാമിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ, സൗദി രാജകുമാരന്റെ ശിക്ഷ നടപ്പാക്കി ഇസ്ലാമിന്റെ നിയമം അതാണ്. ഫമല്ലം യഹ്കും ബിമാ അൻസലല്ലാഹ് ഫൗലൈക ഹുമുൽ കാഫിറൂൻ ഫമല്ലം യഹ്കും ബിമാ അൻസലല്ലാഹ് ഫൗലൈക ഹുമുൽ ളാലിമൂൻ ഫമല്ലം യഹ്കും ബിമാ അൻസലല്ലാഹ് ഫൗലൈക ഹുമുൽ ഫാസിഖൂൻ. വിശുദ്ധ ഖുർആൻ 5-ാം അധ്യായത്തിൽ 44 മുതൽ ആവർത്തിച്ചു പറഞ്ഞ വാചകങ്ങളാണ്. അതായത് ദൈവത്തിന്റെ വിധി അവിടെയാണ്. കട്ടവന്റെ കൈമുറിക്കുക, കൊന്നവനെ ഇതുപോലെ പ്രതിക്രിയ ചെയ്യുക, അതിൽ ഒരുപാട് ഘടകങ്ങൾ ഒത്തുചേർന്ന ഇസ്ലാമിന്റെ നിയമങ്ങൾ. വ്യഭിചാരിക്കുള്ള നിയമം, വിവാഹം കഴിഞ്ഞിട്ട് വ്യഭിചരിച്ചവനുള്ള നിയമം. ഇന്ന് നിയമം ഏറ്റവും കൂടുതൽ ഇസ്ലാമിനോട് കടപ്പെട്ടിരിക്കുന്നു. ഇന്ത്യ രാജ്യത്ത് നടക്കുന്ന പല കുറ്റകൃത്യങ്ങൾക്കും ഇന്ത്യ വിധിക്കുന്ന വിധി ഇസ്ലാമിന്റെ വിധിയോട് കൂറു പുലർത്തുന്നു എന്നത് കണ്ണു തുറപ്പിക്കണം മാധവ, കണ്ണു തുറപ്പിക്കണം സുരേന്ദ്ര, കണ്ണു തുറപ്പിക്കണം ദേവദാസെ. എന്തുകൊണ്ട് അബ്ദുൽ ജബ്ബാറിനും
സയ്യിദ് മുഹമ്മദിലും ഒക്കെ ചിന്തിക്കാവുന്ന കാര്യമാണ്. യുക്തിബോധം എന്ന് പറഞ്ഞ്, യുക്തി വിചാരം എന്ന് പറഞ്ഞ് യുക്തി നശിപ്പിച്ച് സ്വന്തം വ്യക്തിത്വത്തെയും ആയുസ്സിനെയും ദൈവം തന്ന യൗവനത്തെയും ചരിത്രത്തിന്റെ തീജ്വാലയായി പരിവർത്തനത്തിന്റെ പടപ്പാട്ടായി മാറേണ്ട യൗവനം ഓവുചാലുകളിൽ വീണ് നശിച്ചു പോകുന്നതായി തീരാൻ പാടില്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ പറയട്ടെ, ഇസ്ലാം ലോകത്ത് എന്ത് പഠിപ്പും, ഇസ്ലാം എന്ന പദം പോലും കാലത്തെ അതിജയിക്കുന്നതല്ലേ? അല്ലേ? ഗോത്രത്തിന്റെ പേരിലാണോ മതറിയണത്? ദേശത്തിന്റെ പേരിലാണോ മതറിയണത്? ഇസ്ലാം സിൽഫ്, സമാധാനം, സമർപ്പണം, അതൊരു ദേശവുമായി ബന്ധമില്ല, ഒരു കാലവുമായി ബന്ധമില്ല, അതൊരു ആശയമാണ്. പടച്ചോന് സമർപ്പിക്കുന്ന ഉജ്ജ്വലമായ ജീവിതം. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അജയ്യനും അനുപമനും അദ്വിതീയനുമായ ലോകത്തിന്റെ സൃഷ്ടാവ് ഇസ്ലാം അവതരിപ്പിച്ച ഏകദൈവാരാധനക്ക് തുല്യമായ, ഇസ്ലാം അവതരിപ്പിച്ച ഏകദൈവാരാധനക്ക് തുല്യമായ ഒരാശയം ലോകത്തെവിടെയും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. എന്തുകൊണ്ട് ഇസ്ലാം ഇതൊക്കെ അവതരിപ്പിച്ചു? അവിടെയാണ് വിശുദ്ധ ഖുർആനിനെ കുറിച്ച് പരാമർശം വരിക. ഒന്നാമതായി വിശുദ്ധ ഖുർആൻ ഉഖ്രിജത്തുൽ ലിന്നാസ് ആണെന്ന് ഞാൻ പറഞ്ഞു. മാനവ സമൂഹത്തിന് മുഴുവനുമുള്ള പ്രകാശമാണെന്ന് പറഞ്ഞു. നമുക്ക് പരിശോധിക്കാം, ഏത് നാട്ടുകാരനും ഫിറ്റാണോ ഖുർആൻ? ലോകത്തേത് കാലഘട്ടത്തിലും ഫിറ്റാണോ ഖുർആൻ? ആണ് എന്നാണ് ഞങ്ങൾ വാദിക്കുന്നത്. അല്ല എന്ന് തെളിയിക്കേണ്ടത് അതിന്റെ എതിരാളികളുടെ ബാധ്യതയാണ്. അതവർ തെളിയിച്ചു കൊള്ളട്ടെ, അതിൽ നമുക്ക് പശ്ചാത്തലമില്ല, അഭിപ്രായ ഭിന്നതയില്ല, അത് അവരുടെ അവകാശമാണ്. പ്രിയംബിൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം അത് മനോഹരമായി പറഞ്ഞിട്ടുണ്ട്. ആർക്കുവിടെ നിരീശ്വരവാദിക്ക് നിരീശ്വരത്വം പ്രസംഗിക്കാം, ഒരു വിരോധമില്ല. അയാൾക്കത് പറയാം, കേൾക്കേണ്ടവർ കേൾക്കാം, സ്വീകരിക്കേണ്ടവർ സ്വീകരിക്കാം. വിശുദ്ധ ഖുർആൻ കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത് തീർച്ചയായും ആരെയും നിർബന്ധിക്കേണ്ടതില്ല എന്നുള്ള കാര്യമാണ്. ആളുകളോട് പറയുക, ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ ലസ്ത അലൈഹിം ബിമുസൈത്തിർ. മതി, അധികാരം ചെലുത്തേണ്ടതില്ല. താങ്കൾ ഉപദേശിച്ചാൽ മതി, അധികാരം ചെലുത്തേണ്ടതില്ല എന്ന് വളരെ കൃത്യമായി പറയും. അവിടെയാണ് ഇസ്ലാമിന് ലോകത്തോട് പറയാനുള്ള ഓരോ പോയിന്റും കേട്ടോളൂ. ഓരോ പോയിന്റും ഒന്നാമതായി മനുഷ്യന്റെ മുമ്പിൽ കൃത്യമായ ഒരു ജീവിതം. നമ്മൾ എന്തിനു ജീവിക്കുന്നു? എന്തിനു ജീവിക്കുന്നു? അതിന് മറുപടി വേണം. ഒരു കുട്ടിനോട് ചോദിക്കും, മോനെ നീ എന്തിനാ പഠിക്കുന്നത്? ഞാൻ LKG, UKG, തുടർ പഠനങ്ങൾക്ക് SLC, ശേഷം +2, അതിനുശേഷം ഡിഗ്രി, അങ്ങനെ പോസ്റ്റ് ഗ്രാജുവേഷൻ, അങ്ങനെ തുടങ്ങി അനവധി ഡിഗ്രികൾ. ശരി, ഇതെന്തിനാ? നല്ലൊരു ജോലി കിട്ടാനാണ്. ശരി, എന്തിനാ നല്ലൊരു ജോലി? എന്തിനാ നല്ലൊരു ജോലി? അത് നല്ല ശമ്പളം കിട്ടാനാണ്. എന്തിനാ ശമ്പളം? എന്തിനാ ശമ്പളം? എന്തിനാണ് ശമ്പളം? ശമ്പളം എന്തിനാണ്? നല്ലൊരു ജീവിതം നയിക്കാനാണ്. ശരി, എന്തിനാ ജീവിക്കണത്? അപ്പൊ ബാക്കി എല്ലാത്തിനും മറുപടി ഉണ്ട്. എന്തിനാ ഈ സ്പീച്ചിങ് സ്റ്റാൻഡ് ഇവിടെ വെച്ചത്? ഇതിന് ലക്ഷ്യമുണ്ട്. ഇതെനിക്കൊരു താങ്ങാവാനാണ്. ഞാനിവിടെ നിൽക്കുന്നത് എന്തിനാണ്? പ്രസംഗിക്കാനാണ്. പ്രസംഗിക്കുന്നത് എന്തിനാണ്? ഒരു തത്വത്തെ അവതരിപ്പിക്കാനാണ്. ആ തത്വം അവതരിപ്പിക്കുന്നത് എന്തിനാണ്? അത് മനുഷ്യർക്കിടയിൽ ചർച്ചയാകാനാണ്. അത് ചർച്ചയാകുന്നത് എന്തിനാണ്? അതിലെ നന്മ അവർ ഉൾക്കൊള്ളാനാണ്. ആ നന്മ അവർ ഉൾക്കൊണ്ടാൽ എന്താ ഉണ്ടാവുക? ആ നന്മ ഉൾക്കൊണ്ടതിന്റെ പ്രതിഫലമുള്ള ഒരു ലോകം. എത്ര കൃത്യമാണ് സുഹൃത്തുക്കളെ! ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം എന്താണ്? അതാണ് ഖുർആൻ മാനവതയുടെ മുമ്പിൽ വിശദീകരിക്കുന്നത്. അമേരിക്കക്കാരന് നന്മ എന്ന് തോന്നുന്ന ഒരു കാര്യം നമ്മെ സംബന്ധിച്ചിടത്തോളം തിന്മയായി വന്നേക്കാം. ഭരണഘടനാ ശില്പികൾ വളരെ മ്ലേച്ഛമായി കണ്ട സ്വവർഗരതി ആധുനിക കാലഘട്ടത്തിലെ ശക്തരായ രാജ്യത്തിന്റെ ദേശീയ തലത്തിൽ നിലവാരമുള്ള ആളുകൾ, വളരെ ശ്രേഷ്ഠരായ ആളുകൾ, അതിനെന്താ കുഴപ്പമെന്ന് ചോദിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പം നമ്മളുള്ളത്. എന്ന് പറഞ്ഞാൽ ആദ്യ കാലഘട്ടത്തിൽ ഇന്ത്യ വളരെ മ്ലേച്ഛമായി കണ്ട ഒരു കാര്യം ഇന്നതൊരു നല്ല കർമ്മമായിട്ടാണ് ആളുകൾ കാണുന്നത്. അവിടെയാണ് നന്മയും തിന്മയും മനുഷ്യർ തീരുമാനിച്ചാൽ ഉണ്ടാകുന്ന ദുരന്തത്തെ കുറിച്ച് ഞാൻ സൂചിപ്പിച്ചത്. പിന്നെ ആരാണ് നന്മയും തിന്മയും തീരുമാനിക്കേണ്ടത്? ഞാൻ പറഞ്ഞു, സർവശക്തനായ പടച്ചതമ്പുരാൻ നന്മ എന്ന് പറഞ്ഞതൊക്കെ നന്മയാണ്. അപ്പൊ നിങ്ങൾക്ക് വളരെ രസകരമായി നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്, ഇസ്ലാം പന്നി മാംസം ഹറാമാക്കി, കഴിക്കരുതെന്ന് പറഞ്ഞു. ഈ അടുത്ത കാലത്ത് പോലും നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പന്നി മാംസവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പന്നിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു പഠനം ആരോഗ്യദായകമാണ് പന്നി മാംസം എന്ന് തെളിയിച്ചിട്ടില്ല ഇന്ന് വരെ. മദ്യം തിന്മയുടെ മാതാവാണ് എന്ന് വിശുദ്ധ പ്രവാചക തിരുമേനി ലോകത്തെ പഠിപ്പിച്ചു. മദ്യമുക്തമായ ഒരു ലോകം അത് പ്രവാചകൻ മാത്രമാണ് ഭരിച്ചിട്ടുള്ളത് എന്ന് നമുക്കൊക്കെ അറിയാം. ഇതെങ്ങനെ സാധിച്ചു എന്ന് ഇപ്പൊ വിശുദ്ധ ഖുർആനിൽ ഉടനീളം ഒരാൾ സഞ്ചരിച്ചാൽ തിന്മയുടെ യാതൊരു വരികളും അവർക്കതിൽ കാണാൻ കഴിയില്ല. നന്മ മാത്രമാണ് ഖുർആൻ മാനവരാശിയെ പഠിപ്പിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനമാണ് ഈ ലോകത്തിന് ഒരു സൃഷ്ടാവുണ്ട് എന്ന തിരിച്ചറിവിൽ നിന്നാണ് മനുഷ്യന്റെ ധാർമ്മികത പടുത്തുയർത്തുന്നത്.
വിശുദ്ധ ഖുർആൻ പറയുന്നത് അലംതറ കൈഫ ലറബല്ലാഹു മസലൻ കലിമത്തൻ തൊയ്യിബത്തൻ കസജറത്തിൻ തൊയ്യിബ. നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറഞ്ഞു തരാം, ഒരു നല്ല വാക്കിന്റെ ഉദാഹരണം, അഥവാ ഒരു നല്ല വ്യക്തിയുടെ, നല്ലൊരു വിശ്വാസിയുടെ ഉദാഹരണം ഒരു നല്ല വൃക്ഷത്തെ പോലെയാണ്. ആ വൃക്ഷത്തിന്റെ വേരുകൾ ഭൂമിയുടെ അഗാധതകളിലേക്ക് ആണ്ടിറങ്ങിയിരിക്കുന്നു. കാറ്റുകൾക്കോ കൊടുങ്കാറ്റുകൾക്കോ ആ വൃക്ഷത്തെ മറിച്ചിടാനാവാത്ത വിധം ശക്തമാണ് അതിന്റെ വേരുകൾ ഭൂമിയിലേക്ക്. ഇവിടെ ഭൂമി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹൃദയമാണ്. ആ ഹൃദയത്തിലേക്ക് വേരുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏകദൈവാരാധനയാണ്. ഏകദൈവ ആരാധന ശക്തിപ്പെട്ട ഒരു മനസ്സിൽ അഗാധമായ വേരുകൾ ഭൂമിക്കടിയിലേക്ക് ആഴ്ന്നിറങ്ങിയതുപോലെ ഹൃദയത്തിന്റെ അഗാധതകളിൽ വലമ്മാ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബിക്കും, അവരുടെ ഹൃദയത്തിൽ ഈമാൻ കടന്നില്ല എന്ന് പറഞ്ഞല്ലോ. ആ ഈമാനാകുന്ന വേര് മനുഷ്യന്റെ ഹൃദയത്തിൽ അഗാധമായി സ്വാധീനിച്ച ചരിത്രമാണ് ഇസ്ലാമിലെ പ്രവാചകന്മാരുടെ ചരിത്രം. ആ പ്രവാചകന്മാർ ഇപ്പൊ നിങ്ങൾ നോക്ക്, ഏറ്റവും വലിയ ക്രൂരനായിരുന്നു റാംസസ് രണ്ടാമൻ. ഫിറൗനിന്റെ കൊട്ടാരത്തിൽ മൂസാ നബി ചെന്നിട്ട് ദൈവത്തെ പരിചയപ്പെടുത്തുന്ന ഒരു രംഗം ഈ വണ്ടൂരിൽ എന്റെ പ്രസംഗം കേൾക്കാൻ അവസരമുണ്ടായിട്ടുള്ള ഒരുപാട് മുസ്ലിങ്ങൾ ഉണ്ടാവും. ഇവിടെ നടന്ന എല്ലാ സംസാരങ്ങളും കേട്ട് സദസ്സിലും പരിസരത്തും ഒക്കെ നിൽക്കുന്ന ആളുകൾ ഉണ്ടാവും. ഇസ്ലാം അവതരിപ്പിക്കുന്ന ഏകദൈവ വിശ്വാസത്തിന്റെ മഹാത്മ്യമാണ് ഒരല്പസമയം ഞാൻ പറഞ്ഞു പോകുന്നത്. എന്തുകൊണ്ട് ഇസ്ലാം ഇപ്പൊ ഈ സദസ്സ് പിരിഞ്ഞ് വണ്ടൂരിന്റെ പരിസരത്ത് നിന്ന് വന്ന ഒരാളും അവരുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോകുമ്പോ അവരാരാധിക്കുന്ന ദൈവം മരിച്ച വാർത്ത കേൾക്കില്ലേ? ഞാൻ ലളിതമായ ഒരു ഉദാഹരണം പറയാം. എന്റെ പ്രിയപ്പെട്ട ബാബേട്ടൻ സായിബാബയെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് അദ്ദേഹത്തിന്റെ മകൻ വന്ന് പറയുന്നത്, അച്ഛാ സായിബാബ മരിച്ചു എന്ന് പറയുന്നു. സായിബാബ മരിച്ചു എന്ന് പറയുമ്പോൾ കൈതാത്തിയിട്ട് കരഞ്ഞു എഴുന്നേറ്റ് പോരുന്ന ബാബേട്ടന്റെ മുഖം എന്റെ ഓർമ്മകളിൽ എന്നുമുണ്ട്. ഞാൻ പറയുന്നത്, നാം ആരാധിക്കുന്ന ദൈവത്തിന് മരണമുണ്ടെങ്കിൽ അത് ദൈവമാണ്. സർവശക്തനായ ലോകത്തിന്റെ സൃഷ്ടാവ് ആരാണ്? ആകാശങ്ങളെയും ഭൂമിയെയും സർവചരാചരങ്ങളെയും സൃഷ്ടിച്ചവൻ ആരാണ്? അപ്പൊ നമുക്കറിയാം, മനുഷ്യവാസമില്ലാത്ത ഒരു കാലഘട്ടം നരവംശ ശാസ്ത്രജ്ഞന്മാരുടെ പഠനങ്ങളും കണക്കുകളും എല്ലാം മുന്നിൽ വെച്ചോളൂ. മനുഷ്യരില്ലാത്തൊരു കാലഘട്ടം ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ടല്ലോ. സത്യമല്ലേ അത്? അതെ, മതങ്ങളും ദർശനങ്ങളും ഒന്നും കൊമ്പുകോർക്കാത്തൊരു കാലഘട്ടത്തിൽ മനുഷ്യർ ഈ ഭൂമുഖത്ത് ഭുജാതമാകുന്നതിന് മുമ്പ് ഇപ്പൊ വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം 30-ാമത്തെ വചനം പറയുന്നത്, വൈദ് കാല റബ്ബുക്കലിൽ മലായികതി ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ. ഈ ഭൂമിയിൽ ഒരു ഖലീഫയെ, അപ്പൊ ഭൂമി സൃഷ്ടിക്കപ്പെട്ടതിന് ശേഷമാണ് മനുഷ്യനെ ഭൂമുഖത്തേക്ക് അയക്കുന്നത്. വളരെ വ്യക്തമാണ് ഖുർആന്റെ 2-ാം അധ്യായം 30-ാമത്തെ വചനം. വിശുദ്ധ ഖുർആൻ ഈ കാര്യം ഒന്നുകൂടെ അരക്കെട്ടുറപ്പിച്ച് പറയുന്നത്, യൂലിജുൽ ലൈല ഫിൻ നഹാർ വയൂലിജുൻ നഹാറ ഫിൽ ലൈൽ വശഖറ അശംസ വൽ ഖമറ കുല്ലും യജ്രി ലിഅജലിൻ മുസമ്മ ദാലികുമുല്ലാഹു റബ്ബുക്കും ലഹുൽ മുൽക് വല്ലദീന തദ്ഊന മിൻ ദൂനിഹി മാ യംലികുന മിൻ കിച്മീർ. വല്ലാത്തൊരു വാക്കാണത്. അതായത് വിശുദ്ധ ഖുർആൻ പറയുന്നത്, രാവിനെ പകലിലും പകലിനെ രാവിലും പ്രവേശിപ്പിക്കുന്നവൻ ആരോ അവനാണ് സൃഷ്ടാവ്. ശ്രീരാമൻ ജനിക്കുന്നതിന് മുമ്പ് രാവും പകലും ഉണ്ട്. അതുപോലെ ശ്രീകൃഷ്ണൻ ജനിക്കുന്നതിന് മുമ്പ് രാവും പകലും ഉണ്ട്. യേശുക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ് രാവും പകലും ഉണ്ട്. ആദ്യ പിതാവായ ആദം അലൈഹിസ്സലാം ഭൂമുഖത്ത് ഭൂജാതനാകുന്നതിന് മുമ്പ്, സ്വർഗത്തിൽ സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് രാവും പകലുമുണ്ട്. സൂര്യനും ചന്ദ്രനുമുണ്ട്. ഭൂമിയും ആകാശവുമുണ്ട്. കാനനങ്ങളും കാട്ടാറുകളുമുണ്ട്. സാഗരങ്ങളും നദികളുമുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വണ്ടൂരിൽ എന്റെ പ്രസംഗം കേൾക്കുന്ന നാളെ ഇൻഷാ അല്ലാഹ് ഈ CD ലോകത്തിന്റെ ഏതൊക്കെ ദിക്കിലെത്തിയാലും, അല്ലെങ്കിൽ ഒരുപക്ഷെ നാളെ ബൈലക്സിലോ നെറ്റിലോ വാട്സപ്പിലൂടെ എവിടെയാണെങ്കിലും ആധുനിക സംവിധാനങ്ങളിൽ നിങ്ങൾ കേൾക്കുമ്പോ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ഇരിക്കുന്ന കസേരകളിൽ നിന്ന് നിങ്ങൾ ഒന്ന് എഴുന്നേറ്റ് നടന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ. അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമ വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് റബ്ബനാ മാ ഖലഖത ഹാദാ ബാതില സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. നിന്നും ഇരുന്നും കിടന്നും പ്രപഞ്ചനാഥനെ കുറിച്ച് ചിന്തിക്കാൻ സെക്കൻഡിൽ 30 കിലോമീറ്റർ വേഗതയിൽ. ഇപ്പൊ നിങ്ങൾക്കറിയാം, ഗലീലിയോ ജയിലടച്ച എന്തിന്? ഭൂമി ഉരുണ്ട ഗോളമാണെന്ന് പറഞ്ഞതിന്റെ പേരിലല്ല. അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുള്ള യുക്തിവാദികൾ ഉണ്ടായിരുന്നു നമ്മുടെ കേരളത്തിൽ. അല്ല, മറിച്ച് ഭൂമിയെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഭൂമിയെ പ്രപഞ്ചത്തിന്റെ കേന്ദ്ര ബിന്ദുവാക്കി അവതരിപ്പിക്കുകയായിരുന്നു ആ കാലഘട്ടത്തിൽ. അതിനെതിരായിരുന്നു ഗലീലിയോയുടെ ചിന്ത. അതായിരുന്നു പ്രധാനമായ അതിലെ ശാസ്ത്ര ബിന്ദു എന്ന് പറയുന്നത്. ഈ ഭൂമി സെക്കൻഡിൽ 30 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. സൂര്യനെ നമ്മുടെ ഭൂമി 365 കാൽ ദിവസങ്ങളിൽ ചുറ്റുകയാണ്. സെക്കൻഡിൽ 30 കിലോമീറ്റർ വേഗതയിലാണ്
ഭൂമി സഞ്ചരിക്കുന്നത്. സെക്കൻഡിൽ 250 കിലോമീറ്റർ വേഗതയിലാണ് സൂര്യൻ സഞ്ചരിക്കുന്നത്. 15 കോടി കിലോമീറ്റർ അകലെയാണ് സൂര്യൻ സ്ഥിതി ചെയ്യുന്നത്. 8 മിനിറ്റ് കൊണ്ടാണ് സൂര്യന്റെ ആദ്യകിരണങ്ങൾ ഭൂമിയിൽ പതിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ സൂര്യനിൽ നിന്ന് പതിക്കുന്ന അൾട്രാവയലറ്റ് രശ്മികൾ, കോസ്മിക് രശ്മികൾ 2000 മുതൽ 3000 വരെ ആംസ്ട്രോങ് തരംഗദൈർഘ്യമുള്ള അൾട്രാവയലറ്റ് രശ്മികളും കോസ്മിക് രശ്മികളും മനുഷ്യ ശരീരത്തിൽ പതിക്കാതിരിക്കാൻ ഓസോൺ ലെയറിനെ സംവിധാനിച്ച സർവശക്തൻ ആരാണ്? ആ സർവശക്തനെ ഇപ്പൊ നമുക്കറിയാം. സ്റ്റീഫൻ ഹോക്കിംഗ് ബിഗ് ബാങ് തിയറി മുതൽ ബ്ലാക്ക് ഹോൾസ് വരെ എന്ന അദ്ദേഹത്തിന്റെ വിഖ്യാതമായ ഗ്രന്ഥത്തിൽ ബിഗ് ബാങ് തിയറി, അവലം യറല്ലദീന കഫറു അന്നസ് സമാവാതി വൽ അർദ് കാനതാ റത്കൻ വഫതഖന, അല്ലാഹു പറയാണ് കാനതാ റത്കൻ, ആകാശഭൂമികൾ ഒരാദി പിണ്ഡമായിരുന്നു. ഇതെല്ലാം ഒരു ആദി പിണ്ഡമായിരുന്നു. കാനതാ റത്കൻ, നാമാണതിനെ രണ്ടാക്കി വേർപെടുത്തിയത്, നാമാണതിനെ വ്യത്യസ്തമാക്കിയത്. ഭൂമിയും ആകാശവും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഒക്കെ ആക്കി അതിനെ വിന്യസിപ്പിച്ചവൻ നാമാകുന്നു എന്ന് ഖുർആൻ 21-ാം അധ്യായം 30-ാമത്തെ വചനത്തിൽ പറയുകയാണ്. മോഡേൺ സയൻസ് പറയുന്നത് എല്ലാ ജീവജാലങ്ങളുടെ തുടക്കവും വെള്ളത്തിൽ നിന്നാണ്. അതെ, വജഅൽനാ മിനൽ മാഇ കുല്ല ശൈഇൻ ഹൈ അഫലാ യുഅ്മിനൂൻ. ചൊവ്വയില് ജീവനുണ്ടോ എന്നല്ല ആദ്യം പരിശോധിക്കേണ്ടത്. അതാണ് ശാസ്ത്രജ്ഞന്മാർക്ക് സംഭവിച്ച ഏറ്റവും വലിയ വിഡ്ഢിത്തം. ചൊവ്വയിൽ വെള്ളമുണ്ടോ എങ്കിൽ ജീവനുണ്ടാകും. അപ്പൊ വെള്ളമുണ്ടോ എന്ന പഠനമാണ് ചൊവ്വയിൽ നടക്കേണ്ടിയിരുന്നത്. എങ്കിൽ ജീവൻ ഉണ്ടാകുമെന്നത് പഠിക്കാതെ തന്നെ പറയാൻ സാധിക്കുമെന്നാണ് ഖുർആൻ പറയുന്നത്. വജഅൽനാ മിനൽ മാഇ കുല്ല ശൈഇൻ ഹൈ. അത് അവസാനിച്ചിട്ടൊരു ചോദ്യം എന്താണെന്നറിയോ? അഫലാ യുഅ്മിനൂൻ. നിങ്ങൾ കാരണം എല്ലാ ജീവജാലങ്ങളുടെയും ഉത്ഭവം വെള്ളത്തിൽ നിന്നാണെന്ന സയൻസ് പ്രവാചകൻ അറിയില്ല. നിരക്ഷരനായ പ്രവാചകൻ ഈ ലോകത്ത് വന്നത് ഇണകളെ കുറിച്ച് പഠിപ്പിക്കാനല്ല, അല്ലെങ്കിൽ ശാസ്ത്രം പഠിപ്പിക്കാനല്ല, അല്ലെങ്കിൽ പ്രാണിശാസ്ത്രം പഠിപ്പിക്കാനല്ല. ഖുർആൻ ഒരു ശാസ്ത്ര ഗ്രന്ഥവുമല്ല. മറിച്ച് ഖുർആനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ശാസ്ത്രം കണ്ടെത്തുമ്പോൾ അത്ഭുതത്തോടുകൂടി മനുഷ്യർ അതിന്റെ മുമ്പിൽ അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അമ്മലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, വേദം പഠിക്കാത്തതെന്തടോ ദുർജനം, മൂടിക്കിടക്കയോ മർത്യന് മാനസം. അല്ലേ? ആ ഖുർആൻ 47-ാം അധ്യായം 24-ാമത്തെ വചനം. വേദം എന്താ പഠിക്കാത്തത്? അവിടെയാണ് പ്രവാചക തിരുമേനി ഓതിക്കൊടുത്ത ഏറ്റവും അത്ഭുതകരമായ കാര്യമാണ് അതൊക്കെ. ഒന്നുകൂടെ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. നോഹ പ്രവാചകന്റെ ഭരണകാലഘട്ടത്തിലാണ് അദ്ദേഹം പറയുന്നത് എന്ത്? സൂര്യൻ ഒരു വിളക്കും ചന്ദ്രൻ ഒരു പ്രകാശവുമാക്കി തന്നില്ലയോ? വജഅല ശംസ ഫീഇന്ന നൂറൻ വജഅല ശംസ സിറാജ. 71-ാം അധ്യായം 16-ാമത്തെ വചനമാണ്. ആ വചനത്ത് പറയുന്നത് എന്താണ്? ആ വചനത്ത് പറയുന്നത് സൂര്യൻ ഒരു വിളക്കും ചന്ദ്രൻ ഒരു പ്രകാശവുമാണെന്നാണ്. സൂര്യനിൽ നിന്ന് പ്രകാശം കിട്ടി പ്രതിപ്രവർത്തിക്കുന്നതാണ് ചന്ദ്രന്റെ പ്രവൃത്തി. കോൺട്രഡിക്ഷൻ ഇല്ല ഖുർആനിൽ. ഞാൻ പറഞ്ഞല്ലോ വജഅൽനാ മിനൽ മാഇ കുല്ല ശൈഇൻ ഹൈ അഫലാ യുഅ്മിനൂൻ. എല്ലാ ജീവജാലങ്ങളുടെയും ഉത്ഭവം വെള്ളത്തിൽ നിന്നാണെന്ന് മോഡേൺ സയൻസ് പറയും. 14 നൂറ്റാണ്ട് മുമ്പ് നിരക്ഷരനായ പ്രവാചകൻ ഇത് പറയും. പ്രവാചകൻ എന്തിനാ ലോകത്ത് വന്നത്? ഈ ശാസ്ത്രശാസ്ത്രങ്ങളൊക്കെ പഠിപ്പിച്ച് ശാസ്ത്ര വിദ്യാർത്ഥികളെ നിർമ്മിക്കാനല്ല, മറിച്ച് ഖുർആൻ സത്യമാണെന്നും ദൈവികമാണെന്നും സ്വർഗമുണ്ട് എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണെന്നും ഈ പ്രവാചകൻ നിങ്ങളെ പഠിപ്പിച്ചതാണ് ജീവിത ലക്ഷ്യമെന്നും ലോകത്തെ ബോധ്യപ്പെടുത്താനാണ്. ഇനി നിങ്ങൾ ആലോചിച്ചോ, ലോകത്ത് ഒരുപാട് ആളുകൾ ഭരണം നടത്തിയിട്ടുണ്ട്. ആ ഭരണാധികാരികൾ ഭരിച്ച രാജ്യത്തെയും ലോകത്തെയും നിങ്ങൾ പഠിച്ചോ. നോബൽ സമ്മാന ജേതാക്കന്മാർ. അപ്പൊ ബർട്രൻഡ് റസൽ പണ്ട് തകരുന്ന ധാർമ്മികത എന്ന വിഷയം ഇതേ സ്റ്റേജിൽ ഈ ഉള്ളവൻ അവതരിപ്പിച്ചപ്പോൾ ഓർമ്മപ്പെടുത്തിയ ഒരാളാണ് ബർട്രൻഡ് റസൽ. ബർട്രൻഡ് റസൽ ലോകം കണ്ട ഏറ്റവും വലിയ സാഹിത്യകാരന്മാരിൽ നമ്പർ 1 ആണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ശിഷ്യൻ വിവാഹിതനായി. വിവിഎം ഐവുഡ് എന്ന് പറയുന്ന പെൺകുട്ടിയെ, സുന്ദരിയായ കുലീനയായ സമ്പന്നയായ വിവിഎം ഐവുഡിനെ ഉപയോഗിക്കുന്നത് ആരാണ്? ശിഷ്യനല്ല. നേരെ മറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ ബർട്രൻഡ് റസലാണ്. സ്വന്തം ശിഷ്യന്റെ ഭാര്യയെ 3 വർഷമാണ് അയാളെ കിടപ്പറയിൽ ഉപയോഗിച്ചത്. അതിന് ശിഷ്യന്റെ മറുപടി എന്താണ്? എന്റെ ഗുരുനാഥൻ ജീനിയസ് ആണ്, അയാളുടെ വിജ്ഞാനം എനിക്ക് കിട്ടണമെങ്കിൽ ഞാൻ എന്റെ ഭാര്യനെ കാണിക്ക വെക്കണമെന്നാണ്. ഇതാ സാഹിത്യം, ഇതാ സാഹിത്യ ലോകം. ആരെ അനുകരിക്കും? പറഞ്ഞോളൂ. പ്രവാചകനെ സ്ത്രീലമ്പടൻ എന്ന് വിളിച്ചവരോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു കൊള്ളട്ടെ. നിങ്ങൾ നോക്ക്, ആൽബർട്ട് ഐൻസ്റ്റീൻ 2 വിവാഹം കഴിച്ചു, ദാമ്പത്യം പരാജയമായിരുന്നു. കാർൽ മാർക്സ് 2 വിവാഹം കഴിച്ചു, അല്ലെങ്കിൽ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു, ഒരു സ്ത്രീയെ കൂടെ പോറ്റി. എന്ത് ജീവിതമായിരുന്നു? കാർൽ മാർക്സ് പറഞ്ഞ എന്റെ ജീവിതം പരാജയമായി. അബ്രഹാം ലിങ്കൺ
ലോകം കണ്ട ഏറ്റവും വലിയ ദാർശനികന്മാരിലും ഭരണാധികാരികളിലും ഒരാളാണ്. അദ്ദേഹത്തിന്റെ ദാമ്പത്യം പരാജയമായിരുന്നു. മുഹമ്മദ് നബിയുടെ ദാമ്പത്യം ആയിരുന്നില്ല. ലോകത്താർക്കും അനുകരിക്കാൻ പറ്റുന്ന മാതൃകയായിരുന്നു പ്രവാചകൻ. ഞാൻ ചോദിക്കുന്നത്, യുക്തിവാദികളോടും നിരീശ്വരവാദികളോടും മതനിഷേധികളോടും ഇസ്ലാം പ്രവാചകൻ ലോകത്തെ പഠിപ്പിച്ച മൂല്യവത്തായ കുറേയേറെ കാര്യങ്ങളുണ്ട്, കുറേയേറെ വിഷയങ്ങളുണ്ട്. അതുമായി പഠിക്കാതെ ചെറിയ ചെറിയ കാര്യങ്ങൾ എടുത്ത് ഭൂമി ഉരുണ്ടതാണെന്ന് ഖുർആൻ പറയുന്നില്ല, അല്ലെങ്കിൽ ഇണകൾ എന്ന് പറഞ്ഞത് ഏത് ബ്ലണ്ടറാണ്, എന്താണ്, അത് ഏതടിസ്ഥാനത്തിലാണ് എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. സുബ്ഹാനല്ലദീ അസ്വാജ കുല്ലഹ ഖലഖൽ അസ്വാജ കുല്ലഹ എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് യാസീനിൽ പറയുന്ന വാചകങ്ങളെ വിമർശന വിധേയമാക്കുന്നവരുണ്ട്. സയൻസും പഠിച്ചില്ല, മതവും പഠിച്ചില്ല. സയൻസും പഠിച്ചില്ല, മതവും പഠിച്ചില്ല. അഞ്ജനമെന്നത് ഞാനറിയും, മഞ്ഞൾ പോലെ വെളുത്തിട്ട് എന്ന് പറയുന്ന ആളുകൾ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. അവിടെയാണ് ഇസ്ലാമിന്റെ ഏത് വിഷയം നിങ്ങൾ എടുത്തോ. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, മോസസ് പ്രവാചകൻ റാംസസ് രണ്ടാമന്റെ കൊട്ടാരത്തിൽ ദൈവത്തെ പരിചയപ്പെടുത്തുന്ന ഒരു രംഗമുണ്ട്. ഞങ്ങൾ ലോകനാഥന്റെ പ്രവാചകന്മാരാണ് എന്നാണ് അദ്ദേഹം ആ രാജകൊട്ടാരത്തിൽ ചെന്ന് പറഞ്ഞത്. ലോകനാഥന്റെ പ്രവാചകന്മാരാണ്. അപ്പോ ഫിറൗൻ ചോദിച്ചു, വമാ റബ്ബുൽ ആലമീൻ, നിങ്ങൾ പറയുന്ന ലോകനാഥൻ, ലോകത്തിന്റെ പരിപാലകൻ. റബ്ബ് എന്ന അറബി പദത്തിന്റെ അർത്ഥം പരിപാലകൻ, സംരക്ഷകൻ, രക്ഷകൻ. ഒരു വിത്തിന്റെ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് അതിന്റെ സമ്മിറ്റ് വരെ മുഴുവൻ ഘട്ടങ്ങളിലും ആവശ്യമുള്ള എല്ലാം കൊടുത്തു വളർത്തുന്നവൻ, സംരക്ഷിക്കുന്നവൻ ആരോ അവനാണ് റബ്ബ് എന്ന അറബി പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റബ്ബ് എന്ന പദത്തിന് മലയാളത്തിലെ ഏറ്റവും നല്ല പദം പരിപാലകൻ. എന്തിനെ പരിപാലിക്കണമോ അതിനെക്കുറിച്ച് സമഗ്രമായി അറിയുന്നവൻ, അതാണ് അല്ലാഹു. മൂസാ നബിയുടെ മറുപടി റബ്ബുസ് സമാവാതി വൽ അർദ് വമാ ബൈനഹുമാ ഇൻ കുൻതും മൂഖിനീൻ. ആ മറുപടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഖുർആനിലെ 26-ാം അധ്യായം 23-24 വചനങ്ങൾ. ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന ദൈവം, ഇത് ഞാനിത് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഹൈന്ദവരും ക്രൈസ്തവരും അല്ലാത്തവർക്കൊക്കെ ശ്രദ്ധിക്കാം. ഏറ്റവും പ്രധാനമായ ഒരു പോയിന്റ് എന്താണെന്നറിയോ? മൂസാ നബി നൽകുന്നത് ആകാശങ്ങളുടെ പരിപാലകൻ, 7 ഭൂമികളുടെ പരിപാലകൻ, അങ്ങനെ 14 ലോകങ്ങളുടെയും പരിപാലകൻ, അതിനിടയിലുള്ള സകല വസ്തുക്കളെയും സൃഷ്ടിച്ചവനാരോ അവനാണ് ഞങ്ങൾ പറയുന്ന ദൈവം. ഞാൻ ചോദിക്കുന്നു, ഈ വണ്ടൂരിലെ ഈ പൊതു സ്റ്റേജിൽ സ്വാമി ചിദാനന്ദപുരിക്ക് വന്നിട്ട് പറയാൻ കഴിയുമോ ആകാശവും ഭൂമിയും സർവചരാചരങ്ങളും ഇക്കല്ലും ഈ മണൽത്തരിയും ഈ പ്രപഞ്ചവും സൃഷ്ടിച്ച ലോകത്തിന്റെ നാഥനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് ചിദാനന്ദപുരിക്ക് പറയാൻ സാധിക്കും? ഒരു വല്ലാത്ത ചോദ്യമാണ്. സാധിക്കില്ലെന്ന് ഞാൻ പറയുന്നു. കേരളത്തിലെ ഏറ്റവും അറിയപ്പെട്ട ഒരു ക്രിസ്ത്യാനിക്ക്, അല്ലെ വത്തിക്കാനിലെ പോപ്പിന് ഈ വണ്ടൂർ സ്റ്റേജിൽ കയറി ഏത് ഭാഷയിലോ ആവട്ടെ പറയാൻ കഴിയുമോ യേശുക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ് കന്യാമറിയമുണ്ട്, കന്യാമറിയമിന് മുമ്പ് അവരുടെ മാതാപിതാക്കളുണ്ട്, അവരുടെ മുമ്പിൽ സമൂഹം കഴിഞ്ഞുപോയി. ഈ ലോകത്തിൽ ആദ്യ മനുഷ്യൻ ആദാമാണ്, ആദാമിന് മുമ്പ് ലോകമുണ്ട്. പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സാക്ഷാൽ പ്രപഞ്ചനാഥനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് കുരിശു വരക്കുന്ന ഒരു അച്ഛന് പറയാൻ കഴിയുമോ? മൊയ്തീൻ ഷേയെ രക്ഷിക്കണേ, മമ്പറന്തങ്ങളെ കാക്കണേ, ഉള്ളാളന്തങ്ങളെ രക്ഷിക്കണേ എന്ന് പറയുന്ന സമസ്തക്കാർക്ക് ഈ സ്റ്റേജിൽ കയറി ലോകത്തിന്റെ തമ്പുരാനോട് മാത്രമേ വഖാല റബ്ബുക്കും ഉദൂനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിലീൻ എന്ന് പറയാൻ അവർക്ക് സാധിക്കുമോ? സാധിക്കില്ല എന്നാണ് ഞാൻ പറയും. കുൽ ഇന്നമാ അദൂ റബ്ബി വലാ ഉശ്രിക് ബിഹി അഹദ. പറയൂ പ്രവാചകരെ, ഞാൻ എന്റെ റബ്ബിനോടല്ലാതെ അവന്റെ സൃഷ്ടികളിൽ ഒന്നിനോടും ഞാൻ പ്രാർത്ഥിക്കുകയില്ല. അന്തം തമഹ പ്രവിശംതിയെ സംപുത്യമുപാസതേ തതോബുയ ഇബദേ യഹു സംപുത്യമൃദഹ. ഈശാവാശോപനിഷത്തിലെ 12-ാമത്തെ ശ്ലോകമാണ്. ദൈവേതരരെ, ദൈവത്തിന്റെ സൃഷ്ടികളെ, അത് കല്ലാവാം, മുള്ളാവാം, അത് തുളസി ചെടി മുതൽ ആൽത്തറ വരെയാവാം, അത് എലി മുതൽ പശു വരെയാവാം, പാമ്പ് മുതൽ സിംഹം വരെയാവാം, കല്ല് മുതൽ അങ്ങ് ആന വരെയാവാം, അല്ലെങ്കിൽ സൂര്യൻ വരെയാവാം, ഒന്നിനെയും ആരാധിക്കാൻ പാടില്ല എന്നാണ് ഈശാവാശോപനിഷത്തിലെ 12-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. ആരെങ്കിലും സാക്ഷാൽ പ്രപഞ്ചനാഥനിൽ പങ്കു ചേർത്താൽ അവന് സ്വർഗം നിഷിദ്ധമാണ്, അവൻ നരകാവകാശിയാണ്. ഇസ്രായേലെ കേട്ടാലും ഷമ്മ ഇസ്രായേല അഡോണ എലോഹിൻ അഡോണ യഹ്
അല്ലയോ ഇസ്രായേൽ സമൂഹമേ, നമ്മുടെ ദൈവം ഏകനാണ്, അവനെ മാത്രമാണ് ആരാധിക്കേണ്ടത്, നമ്മൾ ഏക ദൈവത്തിന്റെ അടിമകൾ, ഏക സമൂഹം എന്ന് കൃത്യമായി വേദഗ്രന്ഥങ്ങൾ പഠിപ്പിച്ചു. ഒന്നുകൂടെ ക്ലിയർ ആക്കാം. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ജൈനനും ഒരൊറ്റ ദൈവത്തിന്റെ അടിമകളാണ്. അവനാണ് സൂര്യനെ സൃഷ്ടിച്ചത്, അവനാണ് ചന്ദ്രന് നിലാവലകൾ നൽകുന്നത്, അവനാണ് ഭൂമിയെ നിലനിർത്തുന്നത്, അവന്റെ അടിമകളാണ് നമ്മൾ. ഇതാണ് ഇസ്ലാം അവതരിപ്പിക്കുന്ന ഒന്നാമത്തെ പോയിന്റ്. ഇതിനെ തോൽപ്പിക്കാൻ, ഇതിനെ മറികടക്കാൻ, ഇതിനേക്കാൾ ബെറ്ററായ ഒരു സിദ്ധാന്തം അവതരിപ്പിക്കാൻ ലോകത്തൊരാൾക്ക് സാധ്യമല്ല. അപ്പൊ നമുക്കറിയാം, സായിബാബയുടെ കിഡ്നി വീക്കായി, അദ്ദേഹം മരിച്ചുപോയി, എല്ലാവർക്കും അറിയാം, മണ്ണിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ ബോഡി മണ്ണ് തിന്ന് ചാമ്പലാക്കി കഴിഞ്ഞു, എല്ലാവർക്കും അറിയാം. അങ്ങനെയുണ്ട്, ഫ്രഷ് ആണ്, ഒരു കുഴപ്പമില്ല, എപ്പോഴും ഇടപെടുന്നുണ്ട്. മാന്താൻ ഒരു കൈക്കോട്ടിന്റെ കയ്യിൽ തന്ന് എന്നെ തട്ടാതെ എനിക്ക് അവസരം ഞാൻ മാന്തി തരും, എല്ലോടുകൂടി പുറത്തെടുത്ത് തരും. ഇത് ലോകത്ത് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നിട്ട് ഈ പച്ചയായ മനുഷ്യനെ ആരാധിക്കാൻ ലോകത്തിലെ ഏറ്റവും വലിയൊരു അത്ഭുതം എന്താണെന്നറിയോ നിങ്ങള്? ലോകത്തിലെ ഒരൊറ്റ എലിയും ഇന്നുവരെ മഹാബുദ്ധിജീവിയായ മനുഷ്യനെ ആരാധിച്ചിട്ടുണ്ടോ? പാമ്പ് ലോകത്ത് മഹാബുദ്ധിജീവിയായ മനുഷ്യനെ ആരാധിച്ചിട്ടുണ്ടോ? APJ അബ്ദുൽ കലാം ക്ഷേത്രത്തിൽ പോയി വിഗ്രഹാരാധന നടത്തിയിട്ടുണ്ട്. പക്ഷെ APJ അബ്ദുൽ കലാമിനെ ഒരു പാമ്പ് ആരാധിച്ചിട്ടുണ്ടോ? ഒരു വൃക്ഷം ആരാധിച്ചിട്ടുണ്ടോ? മഹാബുദ്ധിജീവിയായ ശാസ്ത്രകാരനാണ് അദ്ദേഹം. ഈ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവും ഈ രാജ്യത്തിന്റെ രാഷ്ട്രപതി പദത്തിൽ ഇരുന്ന ആളുമായിരുന്നു. സഹോദരങ്ങളെ, ഞാൻ ചോദിക്കുന്നത്, മനുഷ്യനല്ലാതെ ഏതെങ്കിലും ഒരു ജീവവർഗം മഹാബുദ്ധിജീവിയായ മനുഷ്യനെ, ഒരു ബുദ്ധിയുമില്ലാത്ത, വസ്ത്രം ധരിക്കാത്ത, ജീവിതത്തിൽ പ്രത്യേക ലക്ഷ്യമില്ലാത്ത മൃഗങ്ങളെ പോലും മനുഷ്യർ ആരാധിക്കുന്നു. അവിടെ നിന്ന് മനുഷ്യനെ മോചിപ്പിച്ച ഏറ്റവും ഉദാത്തമായ ഒരു ദർശനത്തിന്റെ പേരാണ് ഇസ്ലാം. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, ഇന്തോനേഷ്യ കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുടെ രാജ്യം ഇന്ത്യ. എന്തുകൊണ്ട്? അതായത് മുസ്ലിങ്ങൾ ഇന്ത്യയിൽ വരുമ്പോ തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, നിട്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളോർ, അതായത് തുപ്പാൻ വേണ്ടി തുപ്പൽ പാത്രം കഴുത്ത് കെട്ടി തൂക്കിയൊരു ജനത. ആലോചിക്കണം, അരയിൽ ചൂല് കെട്ടിയൊരു ജനത. ഒരു സ്റ്റെപ്പ് നടന്ന ആ സ്റ്റെപ്പ് അടിച്ചു തുടച്ചാലല്ലാതെ ബ്രാഹ്മണൻ അതിലെ കയറൂല. അങ്ങനെ ഒരു കാലഘട്ടം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. എന്തിന്? നമ്മുടെ ഭരണഘടനയുടെ ശില്പി BR അംബേദ്കർ, അദ്ദേഹം ബെഞ്ചിൽ ഇരുന്നാ പഠിച്ചേ? അല്ല, ബെഞ്ചിൽ സഹവിദ്യാർത്ഥികളുടെ കൂടെ ഇരിക്കാൻ ഈ രാജ്യം പെർമിഷൻ നൽകിയില്ല. നിലത്ത് ചാക്കിട്ടിരുന്നാ പഠിച്ചേ, നിലത്ത് ചാക്കിട്ടിരുന്നിട്ടാ പഠിച്ചേ. ഈ കുട്ടികളുടെ കൂടെ വാട്ടർ ടാപ്പ് എന്ന് വെള്ളം കുടിക്കാൻ BR അംബേദ്കറിന് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനത്തെ ഒരു രാജ്യത്തില് ഇസ്ലാം എന്തുകൊണ്ട് പച്ച പിടിച്ചു? അത് BR അംബേദ്കർ തന്നെ പറയട്ടെ. അക്കോർഡിംഗ് ടു BR അംബേദ്കർ, നോക്കേ, BR അംബേദ്കർ പറഞ്ഞു, പ്രബലമായ 3 മതം നിങ്ങൾ സ്വീകരിച്ചോളി. 1 ബുദ്ധമതം, 2 ക്രിസ്ത്യാനിറ്റി, 3 ഇസ്ലാം. ഹൈന്ദവരോട് പറഞ്ഞ ഈ രാജ്യത്തുകാരോട്. എന്നിട്ട് അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു, ക്രിസ്തുമതം സ്വീകരിച്ചാൽ, ഒരു പറയനോ പൊലയനോ ക്രിസ്തുമതം സ്വീകരിച്ചാൽ അവൻ പറയൻ ക്രിസ്ത്യൻ, പൊലയൻ ക്രിസ്ത്യൻ എന്നെ പറയുള്ളൂ. അപ്പോഴും പറയൻ പൊലയൻ എന്നുള്ള വാല് അവന്റെ കൂടെ ഉണ്ടാവും. എന്നാൽ ഇസ്ലാം ആയിക്കോ, ആയ സെക്കൻഡ് മുതൽ നീ സമ്പൂർണ്ണ മനുഷ്യനായി. ഇതാണ് ഇസ്ലാം. ഏതൊരു സെക്കൻഡിൽ ഒരാൾ ഇസ്ലാം സ്വീകരിച്ചോ അവൻ സമ്പൂർണ്ണ മനുഷ്യനാണ്. പിന്നെ ജാതീയതല്ല. ഇസ്ലാമിൽ ഇപ്പൊ ബാർബറെ കൊണ്ട് ഉന്നത കുലജാതിയെ കല്യാണം കഴിപ്പിച്ചു പ്രവാചക തിരുമേനി. എന്നിട്ട് എന്താ പറഞ്ഞത്? അതായത് ഞാനൊരു ബാർബർ ആണെങ്കിൽ എനിക്കൊരു ബാർബർ കുടുംബത്തിൽ നിന്നേ കിട്ടുള്ളൂ. എന്റെ ഈ കഴിഞ്ഞ ദിവസം ഒരാളിനെ വിളിച്ച് പറഞ്ഞു, ബാർബർമാരായ ആളുകളുടെ അവസ്ഥാവിശേഷത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു, ഈ പ്രസംഗം എന്റെ മനസ്സിനെ വല്ലാത്തൊരു കുളിരുണ്ടാക്കി. ഈ പോയിന്റ് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു മകളുണ്ട്, BA പഠിക്കുന്ന നല്ല കുട്ടിയാണ്, പക്ഷെ ബാർബറാരുടെ പല ആളുകളും ബാർബർ അല്ലാത്ത ഒരാൾ വരുന്നില്ല. ഇസ്ലാമിന്റെ നിയമം എന്താ? ബാർബർ പ്രവാചകൻ ഒരു ബാർബറെ കൊണ്ടുവന്നു, ഉന്നത കുലജാതയായ സുന്ദരിയായ ഒരു പെണ്ണിനെ. എന്നിട്ട് അവരൊക്കെ തമ്മിൽ വിവാഹം കഴിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഉച്ചനീചത്തിൽ ഞാൻ എന്റെ കാലിനടിയിൽ ഇവിടെ ചവിട്ടി മതിച്ചിരിക്കുന്നു, പാടില്ല. മനുഷ്യരാണ് നിങ്ങളൊക്കെ, ആദമിന്റെ മക്കളാണ് നിങ്ങളൊക്കെ, നിങ്ങൾ തമ്മിൽ വ്യത്യാസമില്ല എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ ഇസ്ലാം ചെയ്ത്. ആ ഇസ്ലാം നിലനിൽക്കണമോ വേണ്ടയോ? ഇതാണ് പരിശോധിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ നോക്കൂ, പ്രവാചകൻ 13 കൊല്ലം മക്കയിൽ ഏകദൈവാരാധന പഠിപ്പിച്ചു. 23 കൊല്ലം കൊണ്ട് മദ്യത്തിൽ മുങ്ങിക്കുളിച്ചൊരു ജനത, വ്യഭിചാരത്തിൽ മുങ്ങിക്കുളിച്ചൊരു ജനത, പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചുമുടിയൊരു ജനത. ആ ജനത പെൺകുട്ടികളെ ആദരിക്കുന്നവരായി, പെൺകുട്ടികൾ ജനിക്കുന്നവർക്ക് ഏറെ സന്തോഷമായി. മദ്യത്തിന്റെ ഒരു തുള്ളി കുടിക്കാത്ത അവസ്ഥ അവർക്കിടയിൽ സംജാതമായി. ഇതെങ്ങനെ ഉണ്ടായി? ഇത് കഥയല്ല, കവിതയല്ല, ഭാവനാവിലാസമല്ല, ദി മോസ്റ്റ് കംപ്ലീറ്റ് ഹിസ്റ്റോറിക്കൽ പേഴ്സണാലിറ്റി. അതാണ് ചരിത്രത്തിന്റെ നിഴലിലായിരുന്നു പ്രവാചകൻ ജീവിച്ചിരുന്നത്. നിങ്ങൾക്കറിയോ, പ്രവാചകൻ
ലോകത്തോട് വിട പറയുമ്പോ കരയുകയായിരുന്നു. റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച കരയുകയായിരുന്നു പ്രവാചകൻ. ആധുനിക മുസ്ലിങ്ങളോ കരയുകയാണ്. മൂക്കറ്റം ബിരിയാണി തിന്നപ്പോ ഒരാടിന്റെ എല്ല് ചങ്ക് കുടുങ്ങിയതിന്റെ പേരിൽ. മനസ്സിലായോ? ആധുനിക മുസ്ലിം റബീഉൽ അവ്വൽ 12 കരഞ്ഞു, ആടിന്റെ എല്ല് ക്രോസ് ഉള്ള തൊണ്ടേ കുടുങ്ങിയപ്പോ. മനസ്സിലായോ? നബിയോടുള്ള സ്നേഹത്തിന്റെ പേരിൽ സഹാബത്ത് കരയായിരുന്നു. പ്രവാചകൻ മരിച്ചു എന്ന് പറഞ്ഞപ്പോ പൊട്ടിക്കരഞ്ഞവർ അത് റബീഉൽ അവ്വൽ 12. എന്താ അവര് കരഞ്ഞത്? ഒട്ടകത്തിന്റെ സഞ്ചാരത്തിനനുസരിച്ച് ടെന്റ് കെട്ടി ജീവിച്ച ഒരു ജനതയായിരുന്നു അവർ. നിങ്ങൾ അറിയണം, ഇത് കേവലം ഒരു ചരിത്രമല്ല. വായിച്ചു നോക്ക് ലോക ചരിത്രങ്ങൾ. വാട്ട് ഹാപ്പൻഡ് ഇൻ ഹിസ്റ്ററി വായിക്ക്. ഗോർഡൻ ചൈൽഡിന്റെ ഗ്രന്ഥം വായിക്ക്. ഗിബ്ബന്റെയും കാർലൈന്റെയും തോമസ് കാർലൈന്റെയും ഗ്രന്ഥങ്ങൾ വായിക്ക്. ഡോക്ടർ രാധാകൃഷ്ണന്റെ ഗ്രന്ഥങ്ങൾ വായിക്ക്. അതുപോലെ സ്വാമി വിവേകാനന്ദന്റെ അഭിപ്രായങ്ങൾ വായിക്ക്. ഇസ്ലാം ലോകത്ത് നടത്തിയ ചൈത്രയാത്രയുടെ കഥ, അവിടെയാണ് ഇസ്ലാമിന്റെ മെച്ചം. ഇസ്ലാം റസൂൽ ലോകത്തോട് വിട പറയുമ്പോ എന്താ? മദ്യപിക്കുന്ന ഒരാളും ആ നാട്ടിലില്ല, വ്യഭിചരിക്കുന്ന ഒരാളും ആ നാട്ടിലില്ല, പലിശക്ക് കൊടുക്കുന്നയും വാങ്ങുന്നയും ഒരാളും ആ നാട്ടിലില്ല, അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്ന ഒരാളും ആ നാട്ടിലില്ല. അങ്ങനെ ഒരു ഭരണകൂടം ഉണ്ടാക്കാൻ ലോകത്ത് ഇസ്ലാമിനല്ലാതെ വേറെ എന്തിനു കഴിഞ്ഞിട്ടുണ്ട്? ഇപ്പം മദർ തെരേസ നല്ലൊരു ഭാര്യയാണ്, അല്ല നല്ലൊരു മരുമകളാണോ? അല്ല, കല്യാണം കഴിച്ചിട്ടില്ല, അതുകൊണ്ട് അതൊന്നും ആവൂല. നേരെ മറിച്ച് ഇസ്ലാം പറയുന്നത് എന്താ? നല്ലൊരു ഭാര്യയാകാൻ, നല്ലൊരു മരുമകളാകാൻ, നല്ലൊരു ഉമ്മയാകാൻ, നല്ലൊരു അമ്മൂമ്മയാകാൻ ഇസ്ലാം പറഞ്ഞ അതാ. ഒരേ സമയത്ത് ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഞാനൊരു മകനാണ്, ഒരു ജ്യേഷ്ഠനാണ്, അനുജനാണ്, 4 പെങ്ങന്മാരുടെ 3 പെങ്ങന്മാരുടെ ഇക്കാക്കയാണ്, ഒരു ജ്യേഷ്ഠത്തിയുടെ അനുജനാണ്. അതെ, 5 പെൺകുട്ടികളുടെ പിതാവാണ്, ഒരു ആൺകുട്ടിയുടെയും പിതാവാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. അതോടൊപ്പം ഞാൻ ഒരു പ്രബോധകനാണ്, നല്ല അയൽവാസിയാണ്. അങ്ങനെ എല്ലാറ്റിലും ബഹുമുഖ പ്രതിഭയാകാനാണ് ഇസ്ലാം മനുഷ്യരോട് പറഞ്ഞ് കല്യാണം വേണ്ടാറ്. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു, മോക്ഷം ലഭിക്കണമെങ്കിൽ വിവാഹം പാടില്ല. അവിടെയാണ് സ്വാമി വിവേകാനന്ദൻ അത് പറയാൻ അവസരമുണ്ടായത്. അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും ആ തത്വം സ്വീകരിക്കാത്തോണ്ടാ അല്ലേ? ഇപ്പൊ സ്വാമിജി ഒരിക്കല്, ഒരു തൃശ്ശൂരുള്ള സ്വാമിജി, അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, പിന്നെ ഞാൻ വിവാഹം കഴിക്കാത്തത് ഭാവി പോലും നമുക്ക് പറയാൻ കഴിയില്ലല്ലോ, നാളെ ഹർത്താൽ ഉണ്ടാവും, അതുപോലെ നമുക്ക് പറയാൻ കഴിയില്ല, അതുകൊണ്ട് ദാമ്പത്യം എന്താവും അറിയാത്തോണ്ട് ഞാൻ കെട്ടാന്ന്. അപ്പൊ ഞാൻ സ്വാമിജിയോട് പറഞ്ഞു, നിങ്ങളുടെ അച്ഛനും അമ്മയും അങ്ങനെ ചിന്തിക്കാത്തോണ്ടാണ് ഇത് പറയാൻ ഇവിടെ ക്ഷണിക്കപ്പെട്ടത് എന്ന ബോധമെങ്കിലും സ്വാമിജിക്ക് ഉണ്ടാവണം എന്ന്. ഇസ്ലാം പറഞ്ഞ എല്ലാരും കന്യകകളായാലോ, യേശു ക്രിസ്തുവിന്റെ മണവാട്ടികളാകാൻ എല്ലാരും ക്രിസ്ത്യാനി പെണ്ണുങ്ങളെ പോലെ കന്യകകളായാലോ 100 നൂറ്റാണ്ടോട് മനുഷ്യ തലമുറ ഇല്ലാതാവും. അതുകൊണ്ട് ഇസ്ലാം പറഞ്ഞു വിവാഹം വേണം. വിവാഹേതര ബന്ധങ്ങൾ, ഇന്നത്തെ പത്രത്തിൽ കോടതി ശക്തമായി എന്തു പറഞ്ഞാലും വിവാഹേതര ബന്ധങ്ങൾ അനുവദിച്ചുകൂടാ, നിശ്ചയിച്ചിട്ട് പോലും ആ പെണ്ണുമാണും ഒന്നിച്ച് മിങ്കിൾ ചെയ്യുന്നത് അനുവദിച്ചുകൂടാ എന്ന് ഈ രാജ്യത്തെ ഭരണാധികാരികൾ, ധാർമ്മിക ബോധമുള്ള ആരും പറയും. അവിടെയൊക്കെ ഇസ്ലാമിന്റെ കണിശമാണ്. ഒരു ഉദാഹരണം പറയാം, ലളിതമായ ഒരു ഉദാഹരണം പറയാം. നിങ്ങൾക്കറിയാം, ഒരു ഭാര്യ അസുഖക്കാരിയായി, നിത്യരോഗിയായി, ലൈംഗിക ദാഹമില്ലാത്തവളായി, ഭർത്താവിനെ ശാരീരികമായി തൃപ്തിപ്പെടുത്താൻ കഴിയാത്തവളായി, സ്വാഭാവികമായും പുരുഷനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, പൂർണ്ണ ആരോഗ്യവാനാണ്, ലൈംഗിക തൃഷ്ണയുള്ള ആളാണ്. അയാളുടെ മുമ്പിൽ ലൈംഗികമായ അയാളുടെ ആഗ്രഹം പൂർത്തീകരിക്കാൻ ഭാര്യക്ക് സാധ്യമല്ല. പിന്നെന്താ ചെയ്യാ? ലോകത്തിന് 3 നിലക്കുള്ള മറുപടി പറയാം. ഒന്ന്, ഭാര്യ അവിടെ നോട്ടെ, കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇഷ്ടം പോലെ സ്ത്രീകളെ വേറെ കിട്ടും, വ്യഭിചരിക്കാം. അത് മാനവികമാണോ? അല്ല. രണ്ടാമത്തേത്, അവളെ ഒഴിവാക്കുക, വേറൊരു കല്യാണം കഴിക്കുക. അതും മാനവികമാണോ? അല്ല. മൂന്നാമതൊരു അഭിപ്രായമുണ്ട്, അവളുടെ കാരണം കൊണ്ടല്ല അവൾ രോഗിയായത്, അവളുടെ കാരണം കൊണ്ടല്ല അവളുടെ ലൈംഗിക ദാഹം നിന്നുപോയത്, അവളുടെ കാരണം കൊണ്ടല്ല നിങ്ങൾക്ക് ഈ പ്രയാസം നേരിട്ടത്. അതുകൊണ്ട് അവളെ നിലനിർത്തിക്കൊണ്ട്, അവളെ ഭാര്യാപദത്തിൽ നിലനിർത്തിക്കൊണ്ട്, അവളെ എല്ലാ നിലക്കും സംരക്ഷിച്ചുകൊണ്ട്, അതേ അവളുടെ സപ്പോർട്ടോടെ, അവളുടെ മനസ്സിന്റെ സമ്മതത്തോടെ മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ച് അയാളുടെ ലൈംഗിക ദാഹം വിവാഹരംഗത്ത് പൂർത്തീകരിക്കാം എന്ന് പറയുന്ന ഏതാണ് ഇതിൽ മാനവികമായിട്ടുള്ളത്? ഏതാ ഇതിൽ മാനവികമായിട്ടുള്ളത്? ഇനി ഇസ്ലാം പഠിപ്പിച്ച ദയ, കാരുണ്യം, ആർദ്രത, അലിവ്, അനുകമ്പ. ഞാൻ ചോദിക്കട്ടെ, യുക്തിവാദികളൊക്കെ ഒരുപാട് കാലം ഈ നാക്കിട്ട് അലക്കണ് മതത്തിന് നേരെ. നിങ്ങൾ നടത്തുന്ന എത്ര അനാഥാലയുണ്ട്? നിങ്ങൾ നടത്തുന്ന എത്ര ജീവകാരുണ്യ പ്രവർത്തന കേന്ദ്രമുണ്ട്? ലോകത്തെ ഏറ്റവും കൂടുതൽ സംഭാവന കുവൈത്ത് പോലെയുള്ള അറബ് രാജ്യങ്ങളിൽ നിന്നാണ്. എന്തുകൊണ്ട്? ദാനം ചെയ്യാൻ ലോകത്തെ ഏറ്റവും കൂടുതൽ പഠിപ്പിച്ച മതം അതാണ് ഇസ്ലാം. ഏറ്റവും കൂടുതൽ പാവങ്ങളെ സംരക്ഷിച്ചു പോകുന്നത് മതമാണ്. അത് ഏത് മതത്തിന്റെയും കാരുണ്യം,
അതൊന്നും യുക്തിചിന്തയുടേതല്ല, യുക്തി ദർശനത്തിന്റേതല്ല, നിരീശ്വരത്വത്തിന്റേതല്ല. ഞാൻ ചോദിക്കട്ടെ, ഒരു നിരീശ്വരവാദി ഈശ്വരനില്ല, മതമില്ല, പ്രവാചകന്മാരില്ല, മരണത്തിന് ശേഷം ഒരു ജീവിതമില്ല എന്ന് കഴിഞ്ഞ ദിവസം തലശ്ശേരി ഡിസംബർ 23 ഒരു സ്നേഹ സംവാദം നടന്നു. ശിവഗിരി ആശ്രമത്തിലെ പ്രേമാനന്ദ അവിടെ പങ്കെടുത്തു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വാദമുഖങ്ങൾ അദ്ദേഹം അവിടെ അവതരിപ്പിച്ചു. പ്രേമാനന്ദ പറഞ്ഞു, മരണത്തിന് ശേഷം ഒരു ജീവിതമില്ല എന്ന് നിങ്ങൾ പറഞ്ഞു. ഇനി ഉണ്ടെങ്കിൽ തന്നെ പുനർജന്മേ ഉള്ളൂ, നായയായി, പന്നിയായി, പാമ്പായി ജനിക്കും, അല്ലാതെ മരണത്തിന് ശേഷം ഒരു ജീവിതമില്ല. അത് കഴിഞ്ഞിട്ട് 2 മിനിറ്റ് കഴിഞ്ഞ അയാൾ പറയാൻ, മനുഷ്യന്റെ ജീവിതം ഒന്നേ ഉള്ളൂ, അത് ഏറ്റവും നല്ല ജീവിതാകണം, ഒരു പാപവും ചെയ്യരുത്, ഏറ്റവും നല്ല മനുഷ്യനാകണം, കഴിവത്ര നന്മ ചെയ്യണം. ഞാൻ ചോദിച്ചു, അതെന്തിനാ സ്വാമിജി? ഈ ലോകത്തൊരു ജീവിതേ ഉള്ളൂ, അടുത്ത ജന്മവും ഇല്ല. ഇവിടെ നന്മ ചെയ്തവനോ ഓനൊക്കെ ഇവിടെ പീഡിപ്പിക്കപ്പെട്ടിട്ടേ ഉള്ളൂ, തിന്മ ചെയ്തവരോ ജയിലിൽ സർവതന്ത്ര സ്വതന്ത്രരാണ്. പോലീസുകാർ ഒന്നിച്ചിരുന്ന് മദ്യം വിളമ്പിക്കൊടുക്കും, എല്ലാം കൊണ്ടുപോയി കൊടുക്കും, എല്ലാ തിന്മയും ജയിലിൽ കയറിയ കൃത്യമായിട്ട് ചെയ്യാം. അപ്പൊ പിന്നെ സ്വാമിജി ഇവിടെ നന്നാകുന്നൊണ്ടൊരർത്ഥമില്ല. 51 വെട്ടുപെട്ടിയാൽ 51,000 പദവി. ഇനി 51,000 വെട്ടുപെട്ടിയാലോ ലോകത്തെ ജയിലൊക്കെ സർവതന്ത്ര സ്വതന്ത്രരായി എല്ലാ തിന്മയും ആസ്വദിച്ച് ജീവിക്കാം. അപ്പൊ പിന്നെ സ്വാമിജി ജീവിതത്തിന് എന്താ അർത്ഥം? എന്താ അർത്ഥം? നമ്മൾ വളരെ ഗൗരവമായി പരിശോധിക്കേണ്ടതാണ്. എന്താ ഇതിനർത്ഥം? മരണത്തിന് ശേഷം ഒരു ജീവിതം അല്ലെങ്കിൽ മനുഷ്യ ജീവിതത്തിന് എന്താ അർത്ഥം? മനുഷ്യൻ ഓടി നടന്ന് വിദ്യാഭ്യാസം ഉണ്ടാക്കുന്നതിന് പൊരുളെന്താ? ലോകത്ത് ഏതെങ്കിലും ഒരു ജീവജാലം പഠിച്ചിട്ടുണ്ടോ, വിദ്യാഭ്യാസിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് അതിന് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടോ? അത് കൂട് നിർമ്മിക്കുന്നു, താമസിക്കുന്നു, പ്രജനനം നടത്തുന്നു, തലമുറയെ നിലനിർത്തുന്നു. അതുപോലെയാണ് മനുഷ്യരെങ്കിൽ പിന്നെ മനുഷ്യൻ എന്തിനാ പഠിക്കുന്നത്? എന്തിനാ പ്രസംഗിക്കുന്നത്? എന്തിനാ സംവാദം നടത്തുന്നത്? എന്തിനാ നോബൽ സമ്മാനം ഏർപ്പെടുന്നത്? അപ്പൊ മനുഷ്യനെന്ന മഹാബുദ്ധി ജീവിക്ക് മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്ന് പറയുന്ന ഖുർആനിന്റെ കാഴ്ചപ്പാട്. ഇപ്പൊ നിങ്ങൾ നോക്ക്, ലോകത്ത് ഏറ്റവും നീതി നടപ്പാക്കിയ മതേതാ? അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി സ്വതന്ത്രാനന്തര ഇന്ത്യയിൽ ഞാൻ ഉമറിന്റെ ഭരണ ഇഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞു. വെറുതെ പറഞ്ഞല്ല. ഇപ്പൊ അലക്സാണ്ടർ ജേക്കബ് ജയിൽ സൂപ്രണ്ട്, അദ്ദേഹത്തിന്റെ പ്രസംഗം നെറ്റിൽ കയറി നോക്ക്, ജീവിച്ചിരിപ്പുള്ള ആളാണ്. ജയിലെ സൂപ്രണ്ടായ അലക്സാണ്ടർ ജേക്കബ്, അദ്ദേഹം ലോകരാജ്യങ്ങളിൽ സഞ്ചരിച്ച് ഇസ്ലാമിന്റെ കോൺട്രിബ്യൂഷൻ അദ്ദേഹം പറയുന്നത് കലക്ടർ, തഹസിൽദാർ, ഇതുപോലുള്ള ഏത് തസ്തികണ്ടോ അതൊക്കെ ഇസ്ലാമിന്റെ സംഭാവനയാണ്. ഇസ്ലാമാണ് ശരിക്കുള്ള രാഷ്ട്രീയ വ്യവസ്ഥ സംഭാവന ചെയ്ത്. ഇനി ജയിലിൽ ജോൺ ബ്രിട്ടാസ് ഇന്റർവ്യൂ നടത്തി ജേക്കബ്, നമ്മുടെ ഈ അലക്സാണ്ടർ ജേക്കബിനെ, അയാൾ ജീവിച്ചിരുന്ന പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ IPS ഉദ്യോഗസ്ഥനാണ്. നിങ്ങൾ ചോദിച്ചു നോക്കേ, ജോൺ ബ്രിട്ടാസിന്റെ ഇന്റർവ്യൂവിൽ അദ്ദേഹത്തോട് ചോദിച്ചു, ജയിലിൽ തൊഴിൽ നൽകുന്ന, അങ്ങനെ തൊഴിലാളികളെ സൃഷ്ടിക്കുന്ന ഒരു പ്രക്രിയ നിങ്ങളാണല്ലോ തുടങ്ങിയത്, ഇതെങ്ങനെ സാധിച്ചു? അത് ഞാൻ എന്റെ ഗുരുവായ, എന്റെ പ്രവാചകനായ, എന്റെ മനസ്സിന്റെ മാണിക്യ കൊട്ടാരത്തിലെ രാജാവായ മുഹമ്മദ് നബി നടപ്പാക്കിയ ഒരു സമ്പ്രദായം സ്വീകരിക്കാൻ ഞാൻ ചെയ്തത് എന്ന് ലോക മീഡിയകളിൽ ചങ്കൂറ്റത്തോടുകൂടി പറഞ്ഞ IPS ഉദ്യോഗസ്ഥൻ അലക്സാണ്ടർ ജേക്കബിന്റെ വാക്കുകൾ നെറ്റിൽ കയറിയാ കാണാൻ കഴിയും നിങ്ങൾക്ക്. എന്തേ? ബദർ യുദ്ധത്തിൽ പിടിക്കപ്പെട്ട ബന്ദികളെ, ബദർ യുദ്ധത്തിൽ പിടിക്കപ്പെട്ട കുറ്റവാളികളെ അവരെ വിദ്യാഭ്യസിപ്പിക്കാൻ അദ്ദേഹം ഉപയോഗിച്ച് തൊഴിൽ കൊടുത്ത് അതിന്റെ പേരിൽ മോചനം നൽകി. അതുകൊണ്ട് എന്നിട്ട് അദ്ദേഹം പറയാണ്, ഞാൻ ഈ സമ്പ്രദായം പ്രവാചകൻ പഠിച്ചു നടപ്പാക്കിയപ്പോ ജയിലിന്റെ പുറത്ത് ഒരു കുറ്റവാളി റിലീസാകുമ്പോ വലിയ വലിയ ഹോട്ടൽ ഉടമകളെ കാത്തിരിക്കാൻ ഒരു നല്ല കുക്കിനെയാണ് ഞങ്ങൾ ഉണ്ടാക്കിയത്, ഒരു നല്ല കാർപ്പൻറ്ററെയാണ് ഞങ്ങൾ ഉണ്ടാക്കിയത്, ഒരു നല്ല ഇലക്ട്രീഷ്യനാണ് ഞങ്ങൾ ഉണ്ടാക്കിയത് എന്ന് പറയും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സാഹിത്യ ലോകം അബദ്ധമാണ്. ഞങ്ങളോട് പറയാം. ഇപ്പൊ നിങ്ങൾ നോക്ക്, പൊനത്തിൽ കുഞ്ഞബ്ദുള്ള എന്ന് പറയുന്ന ഒരു സാഹിത്യകാരൻ നമ്മുടെയൊക്കെ മനസ്സിലുണ്ടായിരുന്നു. അദ്ദേഹം ഹിന്ദുമതം സ്വീകരിച്ചു. അത് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ അദ്ദേഹം പിന്നീട് ജോൺ ബ്രിട്ടാസുമായി നടത്തിയ അഭിമുഖത്തിൽ പറഞ്ഞ ചില കാര്യം ഈ സമ്മേളനത്തിൽ പറയാതെ വയ്യ. അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളിൽ ഒന്ന്, ഏത് പെണ്ണുമായും ആർക്കും എപ്പോഴും രമിക്കാം, അതിലും മതടപെടൽ. എന്നിട്ട് അദ്ദേഹം പറയണേ, ലോകത്തോട് പരസ്യമായിട്ട് വിളിച്ചു പറയണേ, ഞാൻ എന്റെ ബസ് യാത്രയിലും ട്രെയിൻ യാത്രയിലും എന്റെ കൂടെ ഇരിക്കുന്ന സ്ത്രീകളുടെ പല ഭാഗങ്ങളും ഞാൻ പിടിക്കാറുണ്ട്. ലോകം മുഴുവൻ ആള് കാണുന്ന ചാനൽ, എന്നിട്ട് കയ്യടിക്കാണ് ജോൺ ബ്രിട്ടാസിനെ പോലെ. അപ്പൊ എനിക്ക് മനസ്സിലായി, ഈ പൊനത്തിൽ കുഞ്ഞബ്ദുള്ള കരപ്പിരിയും ജോൺ ബ്രിട്ടാസിന് പുൽപ്പിരിയാണ്. കാരണം ഈ ജാതി ഒരു വിവരക്കേട് കേട്ടിട്ട് അതിന് കയ്യടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഉന്നത ചാനലിന്റെ വക്താക്കള്, നിങ്ങൾ ആലോചിച്ച് നോക്കണം. പിന്നെ മാതൃഭൂമിയിൽ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ വന്നു. അതിലുള്ള ഒരു പരാമർശം എന്താ അറിയാം? അദ്ദേഹം കമലാദാസിനോട്, മാധവിക്കുട്ടിയോട് പറഞ്ഞത്രേ,
നിങ്ങളുടെ ചുവന്ന ചുണ്ടിൽ ഞാനൊന്ന് ചുംബിക്കട്ടെ. അപ്പൊ മാധവിക്കുട്ടി പറഞ്ഞത്രേ, ചുണ്ട് എന്റെ ഭർത്താവിനുള്ള, ബാക്കി എവിടെയും ചുംബിക്കാം. എന്താ ബാക്കിയൊക്കെ പുറമ്പോക്ക? ഇതൊക്കെ കഴിഞ്ഞ ആഴ്ച വന്ന വാർത്തകളാ പറയുന്നത്. ഇതാ സാഹിത്യകാരന്മാര് ബാലേന്ദ്രൻ ചുള്ളിക്കാരനോട് ചോദിച്ചു, ജോൺ ബ്രിട്ടാസ് മിനുങ്ങലുണ്ടോ? അദ്ദേഹം പറഞ്ഞ മിനുങ്ങാറുണ്ട്. ഏറ്റവും വലിയ ഗായക ശിരോമണി കേരളത്തിലെ അദ്ദേഹത്തോട് ചോദിച്ചു, മിനുങ്ങാറുണ്ട്, ബ്ലാങ്കറ്റ് പുതക്കാറുണ്ടോ എന്ന് പറഞ്ഞാൽ വിദേശ രാജ്യങ്ങൾ പോയി വ്യഭിചരിക്കാറുണ്ടോ? അദ്ദേഹം പറഞ്ഞു, അതെ. അതാ സാഹിത്യ ലോകം, അതാ സിനിമാ ലോകം. അവരിലാ പ്രതീക്ഷ. നേരെ മറിച്ച് ഇസ്ലാം അതല്ലടോ. ഇസ്ലാം അതല്ല, എത്തിക്സിന്റെ കാവലാളാണ്. ലോക മൊറാലിറ്റി കാത്തു സൂക്ഷിച്ച ഒടുവിലത്തെ ഗ്രന്ഥം ഖുർആനാണ്. പരിശോധിച്ചോ, പഠിച്ചോ. എല്ലാ രംഗത്തും സമ്പൂർണമായ മാതൃക. അതാണ് ഇസ്ലാമിന്റെ പ്രത്യേകത. ഏതും പഠിച്ചോ, ഏത് കാര്യം എടുത്തോ, എന്ത് വിഷയം എടുത്തോ, വ്യക്തി, കുടുംബം, സമൂഹം, രാജ്യം, ലോകം ഒക്കെ എടുത്തോ. ഇന്ത്യയുടെ പാർലമെന്റിൽ അതാ ഒരു വചനം, ഇന്നല്ലാഹ ലാ യുഗയ്യിർ മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഒരു ജനത സ്വയം മാറ്റത്തിന് തയ്യാറാകാത്ത കാലത്തോളം ആ ജനതയെ അല്ലാഹു മാറ്റൂല. സൂറത്ത് റഅദിലെ 11-ാമത്തെ വചനം. ഇസ്ലാം. അപ്പൊ പ്രവാചകൻ ഈ ലോകത്തോട് വിട പറയുമ്പോൾ സ്വഹാബത്ത് കരഞ്ഞതെന്താ? എല്ലാ തിന്മയിൽ നിന്നും ഒരു നല്ല സമൂഹത്തെ, ലോകത്തിൽ ഏറ്റവും മാതൃകായോഗ്യമാണ്. മാത്യു അർണോൾഡ് പ്രീച്ചിങ് ഓഫ് ഇസ്ലാമിൽ അത് പറയുന്നുണ്ട്. അങ്ങനത്തെ ഒരു നല്ല സമൂഹത്തെ സൃഷ്ടിക്കാൻ ഖുർആനിന് സാധിച്ചു. അതുകൊണ്ട് എനിക്ക് വണ്ടൂരിലെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, ദീർഘിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കാൻ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ജീവിതം ഒന്നേ ഉള്ളൂ, എന്നാൽ മരണത്തോടുകൂടി തുടങ്ങുന്നതാണ് ആ ജീവിതം. ഇതൊരു പരീക്ഷയാണ്. ഇവിടെ ഒരു പരീക്ഷ എഴുതാൻ വന്നതാ നമ്മൾ. ആ പരീക്ഷയുടെ റിസൾട്ട് അനുഭവിക്കാൻ മറ്റൊരു ലോകത്തേക്ക് യാത്ര പോകേണ്ടവരാണ്. അതുകൊണ്ട് ഇവിടെ എത്ര നന്മ ചെയ്യുന്നുവോ, എത്ര തിന്മ ചെയ്യും. ഏകദൈവ ആരാധകനായി ഇപ്പൊ തീവ്രവാദം, ഭീകരവാദം ഒന്നും ഇസ്ലാമിന് അന്യമാണ്. ഒന്നും ഇസ്ലാം ചെയ്തിട്ടില്ല. ഒരാളുടെ നേരെ കുതിര കയറിയിട്ടില്ല, ഒരാളുടെ അവകാശം. അതുകൊണ്ടാണല്ലോ നിങ്ങൾ നോക്ക്, ഒരു നൂറ്റാണ്ട് കാലം പ്രവർത്തിച്ച മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നന്മ ആർക്കും നിഷേധിക്കാൻ കഴിയോ? ഒരു കടലമണിയുടെ വലുപ്പത്തിൽ ഒരു കല്ലെടുത്ത് ഇതിന്റെ വിദ്യാർത്ഥികൾ തമ്മിൽ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെ എറിഞ്ഞിട്ടുണ്ടോ? വടിയും കുറുവടിയും സൈക്കിൾ ചെയിനും ചങ്ങലയും ഇരുതലമൂർച്ചയുള്ള കടാരയും ഇടക്കൊക്കെ പിസ്റ്റൾ ഉപയോഗിക്കുന്ന നമ്മുടെ ആധുനിക കേരളത്തിലെ വിദ്യാർത്ഥി തലമുറയുടെ മുമ്പിൽ MSM എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം നടത്തിയ ഐതിഹാസികമായ ചരിത്രം എന്താ? വരാനിരിക്കുന്ന പത്തനംതിട്ടയിലെ പ്രോഫ്കോൺ എന്താ? ഇതെല്ലാം എന്താണ്? വിദ്യാർത്ഥികൾക്കിടയിൽ ധാർമ്മികത പഠിപ്പിച്ചുകൊണ്ടാണ് കടന്നു വന്നത്. ഇന്ന് വരെ ഒരു അധ്യാപകന് കരാവോ ചെയ്ത ഒരു വിദ്യാർത്ഥി, ഇന്ന് വരെ ഒരു MSMമാരുടെ അടുത്ത് കടന്നു വരുന്ന ഒരു ജൂനിയർ വിദ്യാർത്ഥിയെ റാഗിംഗ് നടത്തിയോ? ഇന്ന് വരെ പ്രേമിച്ചു പോയ അതിന്റെ പേരിൽ കണ്ണീർ തോർത്ത കുട്ടികളെ ഞങ്ങൾക്കറിയാം. പ്രോഫ്കോണിൽ അത് ഇസ്ലാം അനുവദിക്കുന്നില്ല എന്നറിഞ്ഞപ്പോ പൊട്ടിക്കരഞ്ഞ് തലവെച്ച് കരഞ്ഞ് കീഴടങ്ങിയ മക്കളെ ഞങ്ങൾക്കറിയാം. ബാഗ് നിറയെ മദ്യവുമായി വന്ന് മാമൻ മാപ്പിള ഹാളിലെ പ്രോഫ്കോണിൽ പ്രസംഗം കേട്ട് മദ്യപാനം എന്നേക്കുമായി നിർത്തിയ മക്കളെ ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ പ്രബോധന പ്രവർത്തനം അതാ. അത് ജബ്ബാർ കടമ്പൂരിന് അവകാശപ്പെടാൻ കഴിയില്ല, അത് സെയ്ദ് മുഹമ്മദ് ആനക്കയത്തിന് അവകാശപ്പെടാൻ കഴിയില്ല, അത് യു കലാനാഥ് മാഷിക്ക് അവകാശപ്പെടാൻ പറ്റില്ല, അത് ഇവിടുത്തെ വേറെ പ്രത്യേക ശാസ്ത്രങ്ങൾ അവകാശപ്പെടാൻ കഴിയില്ല. മനുഷ്യന്റെ ഹൃദയത്തെ തൊടുന്ന അലാ ഫൈന ഫിൽ ജസദി മുളഅ ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലുഹു വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു അലാ വഹിയൽ ഖൽബ്. അറിയുക, ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്, അത് നന്നായാൽ ശരീരം മുഴുവനും നന്നായി, അത് കേടുവന്നാൽ ശരീരം മുഴുവനും കേടുവന്നു, അത് നിങ്ങളുടെ ഹൃദയമാണ് എന്ന് പഠിപ്പിക്കുക ചെയ്ത്. അയൽവാസി പട്ടിണി കിടക്കുമ്പോ വയറ് നിറയെ ആഹരിക്കുന്നവൻ നമ്മളിൽപ്പെട്ടവനല്ല എന്ന പ്രവാചകൻ പറഞ്ഞ്, നിന്റെ വീട്ടിലൊരു ആട്ടിറച്ചി ഉണ്ടാക്കിയാൽ ഒരിറ്റു വെള്ളം ചേർത്തിട്ടാണെങ്കിലും അയൽവാസിക്ക് കൂടി അത് കൊടുത്തേക്കണേ എന്ന് പഠിപ്പിച്ച നീ അങ്ങാടിയിൽ പോവുകയാണെങ്കിൽ പ്രവാചകന്റെ ഒരു ചര്യ എന്തായിരുന്നു? പ്രവാചകൻ മാർക്കറ്റിലേക്ക് പോകുമ്പോ അയൽവാസികളോട് പറയുമായിരുന്നത്രേ, ഞാൻ മാർക്കറ്റ് പോവുക, നിങ്ങക്ക് മീന് വേണോ, പച്ചക്കറി വേണോ, പലചരക്ക് വേണോ? ഒരു ലോക ചക്രവർത്തി സ്വന്തം ചെരുപ്പ് തുന്നി, ബട്ടൺ ഷർട്ടിന്റെ ബട്ടൺ ഇട്ടു, അത് തുന്നി, വെള്ളം കോരിക്കൊണ്ടുവന്നു, മുറ്റമടിച്ചു വാരി, മാവ് കുഴച്ചു. ലോകത്തിന്റെ ചക്രവർത്തി, ലോകത്തിലെ കണ്ട ഏറ്റവും നല്ല പിതാവ്, ഏറ്റവും നല്ല പിതാമഹൻ, ഏറ്റവും നല്ല ഭർത്താവ്, പ്രവാചകനെ സ്ത്രീലമ്പടനെന്ന് വിമർശിച്ചവരോട് ഒരേ ഒരു ചോദ്യം ചോദിച്ചു കൊള്ളട്ടെ. നിങ്ങൾക്കറിയാം, ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ എന്ന 40ഓളം വയസ്സുള്ള രണ്ടാളുകളാൽ വിധവയാക്കപ്പെട്ട 4 കുട്ടികളുടെ മാതാവിനെയാണ് 25 വയസ്സുകാരനായ മുഹമ്മദ് നബി ആദ്യമായി കല്യാണം കഴിക്കുന്നത്. ഒന്ന് ഒളിക്കണ്ടിട്ട് കാണിച്ചാൽ ഒരുപാട് സുന്ദരികൾ കൂടെ വരാനുണ്ടായ ഖുറൈശി നാട്ടിലാണ് ഈ പ്രവാചകൻ 40 വയസ്സോളമുള്ള ഖദീജയെ, 2 ആളുകളാൽ വിധവയാക്കപ്പെട്ട 4 കുഞ്ഞുങ്ങളുടെ മാതാവിനെ ജീവിതത്തിൽ ആദ്യമായി കല്യാണം കഴിക്കുന്നത്. വിജ്ഞാനമുള്ളവരെ, വിവേകമുള്ളവരെ, മനുഷ്യത്വമുള്ളവരെ, മനുഷ്യത്വം മരവിച്ചിട്ടില്ലാത്തവരെ പറയൂ, പ്രവാചകൻ കാമാസക്തനാണെങ്കിൽ
ഖുറൈശികൾ പറഞ്ഞിരുന്നു, മുഹമ്മദേ, ഏത് സുന്ദരിയെ കെട്ടാനാണ് നിന്റെ ഈ എഴുന്നള്ളത്തെങ്കിൽ അനുവദിക്കാൻ ഞങ്ങൾ. തൊലി നിറത്തിലുള്ള സൗഭാഗ്യവതികളെ, അക്ഷികളുള്ളവരെ, അതുപോലെ കടക്കണ്ണുകളുള്ളവരെ, സൗന്ദര്യത്തിന്റെ നിധികുംഭങ്ങളെ നിന്റെ മുമ്പിൽ ഞങ്ങൾ കാണിക്ക വെക്കാം മുഹമ്മദേ എന്ന പ്രവാചകനോട് പറഞ്ഞിട്ടും അത് ഏറ്റെടുക്കാത്ത പ്രവാചകനിൽ കാമാസക്തി ആരോപിച്ചവരോട് ഞങ്ങൾക്ക് സഹതാപമേ ഉള്ളൂ. ഖദീജയുടെ കൂടെ ജീവിച്ച് അതിൽ 6 മക്കളോളം ജനിച്ച് ഖദീജ മരിച്ചിട്ട് 66 വയസ്സുള്ള സൗദാ ബീവിയാണോ രണ്ടാമതായ പ്രവാചകൻ കല്യാണം കഴിക്കുന്നത്? 66 വയസ്സുള്ള സൗദാ ബീവിയെ സംരക്ഷണം എന്ന നിലയിൽ ഭാര്യാവധത്തിലേക്ക് കൊണ്ടുവന്നു. ഒരേ ഒരു കന്യക മാത്രമേ നബിയുടെ ഭാര്യയായിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരേ ഒരു കന്യക, അത് ആയിഷ ബീവി ആയിരുന്നു. വിമർശനത്തിലെ തത്വദീക്ഷിത മറന്നു പോകുന്ന നീതി നിഷേധിക്കപ്പെട്ട യുക്തിവാദികളെ, പക്ഷപാതികളെ, അത്തരത്തിലുള്ള കക്ഷിത്വത്തിന്റെ അടിമകളെ, നിങ്ങളോട് ഞങ്ങൾക്ക് പറയാൻ ഒരു തുറന്ന ഹൃദയവുമായി നിങ്ങൾ ഇസ്ലാമിനെ സമീപിക്കണമെന്നാണ്. നിങ്ങൾ പഠിക്കാൻ തയ്യാറാകണം. നിങ്ങൾ വാദപ്രതിവാദം നടത്തിക്കോളൂ, സംവാദം നടത്തിക്കോളൂ, ഒരേ വേദിയിൽ ഞങ്ങൾ റെഡിയാണ്. ഞങ്ങൾക്ക് യാതൊരു സംശോധനയില്ല. എവിടെങ്കിലും ചെന്ന് വിമർശിച്ച് ഒളിച്ചോടി പോകുന്ന സമ്പ്രദായം ഞങ്ങൾക്ക് ഇട്ടില്ലതാനും. ആദർശത്തെ ആദർശം കൊണ്ട് നേരിടാൻ ചങ്കൂറ്റമുള്ള ഒരു വൻ പണ്ഡിത നിര മുജാഹിദ് പ്രസ്ഥാനത്തിന് ഏത് കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. ശരീഅത്ത് വിവാദ കാലഘട്ടത്തിൽ ഇവിടുത്തെ എല്ലാ സംഘങ്ങളും വിളിച്ചതാരാ? ബഹുമാനനായ ചെറിയ മുണ്ടത്തെ പോലെയുള്ള മഹാദാർശനികന്മാരെയും എഴുത്തുകാരെയുമായിരുന്നു. എന്നും നിശ്ചോഫ്രത്തിന്റെ വേദികളിൽ എന്നും തിളങ്ങി നിന്ന ഒരുപാട് ആളുകൾ, ഞാൻ അവരുടെ പേരുകൾ പറയുന്നില്ല, എല്ലാവരും ചെയ്ത സേവനങ്ങളെ വിലമതിച്ചുകൊണ്ട് ഞാൻ പറയട്ടെ, ഇസ്ലാമിന്റെ പ്രബോധനത്തിന്റെ ഒരു പുതിയ ചൈത്രയാത്ര കഴിഞ്ഞ നൂറ്റാണ്ടിൽ 1921 ശേഷമാണ് നവോത്ഥാനത്തിന്റെ നാമുകൾ ഉണ്ടായത്. ഇതൊരു പുതിയ നൂറ്റാണ്ടാണ്. ആ നൂറ്റാണ്ടിന്റെ 10 കൊല്ലം അഡ്വാൻസായി 1911 നമ്മളൊരു പുതിയ നവോത്ഥാനം ഇവിടെ തുടങ്ങി വെക്കുകയാണ്. ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരം പറപ്പൂര് പറഞ്ഞ പോലെ സഹോദരങ്ങളെ, ചിന്തയുടെ ലോകത്തെ മനുഷ്യൻ നന്നാവണം, കള്ളുകുടിയില്ലാത്ത മനുഷ്യരുണ്ടാവണം, മാതാപിതാക്കളെ സംരക്ഷിക്കുന്നവരുണ്ടാകണം. ഏറ്റവും കുറവ് വൃദ്ധസദനം മലപ്പുറം ജില്ലയില, ഏറ്റവും കുറവ്, ഏറ്റവും കൂടുതൽ തിരുവനന്തപുരത്താ. കാരണം ഏറ്റവും കൂടുതൽ ഖുർആൻ അംഗീകരിക്കുന്ന മുസ്ലിങ്ങളുടെ നാട് മലപ്പുറം ജില്ലയാണ്. ഓർക്കണം, അതുകൊണ്ട് അവിടെ വൃദ്ധസദനം കുറഞ്ഞ്. ആത്മഹത്യ ഏറ്റവും കുറഞ്ഞ ജില്ല ഏതാ? മലപ്പുറം ജില്ലയാ. തോൽപ്പിക്കാൻ കഴിയില്ല നിങ്ങൾക്ക് ഇസ്ലാമിനെ. മുസ്ലിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അതവരൊന്ന് മനസ്സെച്ചാൽ മാറാവുന്നേ. മുജാഹിദുകൾ പറയുന്ന പോലെ സ്വീകരിച്ചാൽ കേരളത്തിലെ മുസ്ലിങ്ങളുടെ പ്രശ്നമൊക്കെ പരിഹരിക്കും. അത് പറഞ്ഞിടത്തേക്ക് നിന്നാൽ, അത് മുജാഹിദുകൾ നിന്നാൽ, അല്ലാത്തവർ നിന്നാൽ. വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ചര്യയും അത് മനസ്സിലാക്കിയ സച്ചരിതർ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുകയും ചെയ്താൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ വാക്കുകൾ കേട്ട് നിങ്ങൾക്ക് അഗൈതവുമായി നന്ദി പ്രകാശിപ്പിക്കാൻ ചിന്തിക്കുക. മരണം ഏത് നിമിഷവും നമ്മളോടൊപ്പമുണ്ട്. പിന്നെ മുജാഹിദുകളോട്, പ്രബോധകരോട്, മുസ്ലിങ്ങളോട് നല്ലത് ചെയ്യാൻ സമയം കണ്ടെത്തുക. അനാവശ്യമായ ചിന്തകളിൽ നിന്നും അനാവശ്യമായ സംസാരങ്ങളിൽ നിന്നും ഒഴിഞ്ഞേൽക്കുക. നല്ല വാക്കുകൾ പറയാം, അഹ്സനായ വാക്കുകൾ. ഇന്നത്തെ പള്ളിയിൽ നിന്ന് ഇമാം ഓതിയതുപോലെ നേരെ ചൊവ്വയുള്ള വർത്തമാനങ്ങൾ പറയാം. നല്ലതിനു വേണ്ടി വാക്കുകൾ ഉപയോഗിക്കാം. ആവനാഴിയിൽ നിന്ന് പുറത്തു പോകുന്ന അമ്പും നാവിൽ നിന്ന്, ചുണ്ടിൽ നിന്ന് പുറത്തു നമ്മുടെ വാവിട്ട് പോകുന്ന നാവും. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്യം മുജാഹിദുകൾക്ക് വേണ്ടി ഞാൻ ഇപ്പോൾ പറയുകയാണ്. അത് ഇതാണ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ മൗനം പാലിച്ചതിന്റെ പേരിൽ എനിക്ക് ദുഃഖിക്കേണ്ടി വന്നിട്ടില്ല, ഞാൻ സംസാരിച്ചതിന്റെ പേരിൽ എനിക്ക് പലതവണ ദുഃഖിക്കേണ്ടി വന്നിട്ടുണ്ട്. മനസ്സിൽ ഒരു പേപ്പറിൽ നല്ല കട്ടിയിൽ എഴുതി തലക്കാണിന്റെ അടിയിൽ വെച്ച് പലതവണ മുജാഹിദുകൾ പ്രത്യേകം നോക്കേണ്ട ഒരു വാക്കാണ്. എന്ത്? ഞാൻ മൗനം പാലിച്ചതിന്റെ പേരിൽ എനിക്ക് ദുഃഖിക്കേണ്ടി വന്നിട്ടില്ല, ഞാൻ സംസാരിച്ചതിന്റെ പേരിൽ എനിക്ക് പലതവണ ദുഃഖിക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലിയഖുൽ ഖൈറാ ഔ ലിയസ്മുത് വകുല്ലി ഇബാദി യഖൂലു ലത്തി ഹിയ അഹ്സൻ. നല്ലത് പറയാൻ പറ നബിയെ, നല്ല ആളുകളെ നല്ലതിലേക്ക് കൊണ്ടുവരാൻ പറ നബിയെ. മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തിന് വേണ്ടി നാം സന്നദ്ധരാകുക. മുജാഹിദുകളെ, നമ്മളല്ലാതെ ഈ സത്യം ആരും ഇവിടെ പറയില്ല. ഞാനൊരു മുസ്ലിം പ്രസ്ഥാനങ്ങളെ പേരെടുത്ത് പറയില്ല. നമ്മളല്ലാത്ത, അത് പറഞ്ഞ എല്ലാം വന്നല്ലോ, ആരും നമ്മൾ അവതരിപ്പിക്കുന്ന പോലെ തൗഹീദും പരലോകവും ആഖിറവും റിസാലത്തും ഖുർആനും സുന്നത്തും വേറൊരാളും പറയില്ല എന്ന് അവർക്ക് ഉറപ്പാണ്. അതുകൊണ്ട് അവര് നമ്മളോട് എന്നോടൊക്കെ ചോദിക്കാറുണ്ട്, നിങ്ങളായിരുന്നു ഇതൊക്കെ പറയേണ്ടായിരുന്നു, നിങ്ങൾ എന്താ കളിക്കണത് എന്ന് നമ്മളോട് ചോദിക്കണത്. അപ്പൊ നമ്മളെ ഇതൊക്കെ പറയാനുള്ളൂ. നമ്മളത് പറയാ, നമ്മുടെ ദൗത്യം നിർവഹിക്കുക. ഇല്ലെ വേറൊരു തലമുറയെ അല്ലാഹു കൊണ്ടുവരും. നമ്മൾ ഈ ദൗത്യത്തിൽ നിന്ന് പുറകോട്ട് പോയാൽ 5-ാം അധ്യായം 54 അങ്ങനെ ഒരു ജനത ഇവിടെ വരും. അതുകൊണ്ട് കർമ്മനിരതരാവുക, യൗവനം കർമ്മനിരതമാകുക, നന്മക്ക് വേണ്ടി മാത്രം ജീവിക്കുക, തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കുക. 6 അണുമണി തൂക്കം, അതിന് പണ്ഡിതന്മാർ
പറഞ്ഞത്, ഒരു ചെറിയ സൂര്യപ്രകാശം വീടിന്റെ ഉള്ളിലൂടെ ഓലകൾക്കിടയിലൂടെ ഉള്ളിലേക്ക് കടക്കല്ലോ, ആ സൂര്യപ്രകാശം ഇങ്ങനെ അടിക്കുന്നതിനിടയിൽ ചെറിയ പൊടികൾ ഇങ്ങനെ പാറി നടക്കല്ലോ, അത്ര ചെറിയ നന്മ പോലും അള്ളാഹ് പരിഗണിക്കും, അത്ര വലിയ തിന്മ പോലും അള്ളാഹു രേഖപ്പെടുത്തും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പഞ്ചസാര വിതറിയിട്ടാൽ അവിടെ ചെറിയ ഉറുമ്പുകൾ വരില്ലേ, അതിന്റെ ചെറിയ കാലില്ലേ, അത്ര നിസാരമായ നന്മ ചെയ്താലും അത് കാണുമെന്നാണ് എന്ന പ്രയോഗത്തിന്റെ അർത്ഥമെന്ന് തഫ്സീറുകളിൽ കാണുന്നു. അതുകൊണ്ട് നന്മയിൽ മുന്നേറുക. മത്സരം നടത്തുന്നവർ, കടമത്സരം നടത്തുന്നവർ ആ സ്വർഗത്തിന് വേണ്ടി മത്സരിച്ചു കൊള്ളട്ടെ. നമ്മുടെ രാജ്യത്തെ അമുസ്ലിങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ തീർക്കുന്നതിൽ വലിയ പങ്കുകൾ വഹിക്കാം. ഒരുപാട് ക്ഷേത്രങ്ങളിൽ പടച്ചോന്റെ തൗഫീക്ക് കൊണ്ട് പ്രസംഗിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരാളെന്ന നിലയിൽ അതിന്റെ സീഡികളൊക്കെ നിങ്ങൾക്ക് പരിസരത്ത് കിട്ടും. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മഹാപ്രബോധകന്മാരുടെ ഒരുപാട് സീഡികൾ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. വാങ്ങണം, പഠിക്കണം, കേൾക്കണം. നമ്മുടെ ജീവിതത്തിന് വേണ്ടി, മറ്റാർക്കും വേണ്ടിയല്ല, നമുക്ക് വേണ്ടി നന്നാവണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും അംവാത്ത്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അഅ്യുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ إنك أنت الوهاب. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.